الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى وقال النبي صلى الله عليه وسلم من فاتته صلاة فكأنما وتر أهله وماله أو كما قال عليه الصلاة والسلام ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ എടുത്തത് കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അവൻ്റെ അടിമകളോട് അങ്ങേയറ്റം കരുണയും വാത്സല്യവും സ്നേഹമുള്ളവനാണ്. അള്ളാഹുവിൻ്റെ വലിയ കരുണയും ഔദാര്യമാണ് നമ്മളെ അനുസരണക്കേടിനോട് കൂടി തന്നെ നമ്മളിൽ മേൽ ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അനുസരണക്കേട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹ് നമ്മളോട് ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എണ്ണിയാൽ തീരാത്ത നിഅമത്തുകൾ അള്ളാഹു വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മനുഷ്യന് അവൻ്റെതായ ഒന്നുമില്ല. മനുഷ്യന്ന് പറഞ്ഞ മുഴുവൻ അള്ളാൻ്റെതാണ്. അവൻ്റെ സെറ്റിപ്പ്, അവൻ്റെ പരിപാലനം, അവൻ്റെ എല്ലാം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി അള്ളാഹുവിന് വിധേയനായി അടിമയായി ജീവിക്കേണ്ടവരാണ് മനുഷ്യൻ. പക്ഷെ മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുഴുവൻ നിയമത്തുകൾ ആസ്വദിക്കും, എന്നിട്ട് അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കും. അല്ലാഹു തആല മനുഷ്യരോട് അവനെ അനുസരിക്കാനും അവനെ വഴിപ്പെടാനും അവനെ ഇബാദത്ത് ചെയ്യാനും കൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ മനുഷ്യർ അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന്, അവൻ്റെ അനുസരണയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പോയി. എന്നിട്ടും അവൻ്റെ അനുഗ്രഹങ്ങൾ, അവൻ്റെ നിഅമത്തുകൾ അത് മനുഷ്യന്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മേൽ ചെയ്ത വലിയൊരു കൽപ്പനയാണ് 5 വക്ത് അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് സുജൂദിൽ തലവെച്ച് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും അവനെ വാഴ്ത്തുകയും അവനെ പുകഴ്ത്തുകയും ചെയ്യാൻ ആകെ ഒരു കൽപ്പിച്ച കൽപ്പന അതാണ്. എല്ലാ ദിവസവും നിങ്ങൾ നമസ്കരിക്കുന്നു. നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. നിസ്കാരം ഒരു അടിമത്തത്തിന്റെ അംഗീകാരമാണ്. ഞാൻ അടിമയാണെന്നുള്ളതിന്റെ അംഗീകരിക്കലാണ് നിസ്കാരം. ഏറ്റവും വലിയ അമലാണ് നിസ്കാരം. പക്ഷേ നിസ്കാരത്തിനെ ആളുകൾ വലിയ ലാപർവാഹി, അതിനെ പരിഗണിക്കാതിരിക്കാൻ, നിസ്കാരത്തെ ശ്രദ്ധിക്കില്ല. നിസ്കാരം എത്ര വലിയ അമലാണ്. നിസ്കരിക്കാത്തവൻ എത്ര മോശക്കാരനാണ്. ഏറ്റവും വലിയ ദുഷ്ടൻ, ഏറ്റവും വലിയ ളാലിം, ഏറ്റവും വലിയ മോശപ്പെട്ടവൻ നിസ്കാരം ഒഴിവാക്കുന്ന ആളാണ്. മദ്യപാനിനെ മോശക്കാരനായി നമ്മൾ കാണുന്നുണ്ട്, വ്യഭിചാരിനെ മോശക്കാരനായിട്ട് കാണുന്നുണ്ട്. എന്താ മദ്യപാനിനെ മോശക്കാരനായിട്ട് കാണുന്നത്, വ്യഭിചാരിനെ മോശക്കാരനായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? മദ്യം ഓരാർക്ക് കട്ടിടൊന്നുമല്ലല്ലോ കുടിക്കണേ. പിന്നെ
ഓൻ പൈസ എടുത്ത് വാങ്ങി കുടിക്കണോ, കുടിച്ചോട്ടെ, അതിനെന്താ അവനെ വലിയ മോശക്കാരനായി കാണാൻ. പക്ഷെ മദ്യം കുടിച്ചാൽ അത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരാണ്. വ്യഭിചരിക്കുക, അതാണ് പെണ്ണ് ഓരോ രണ്ടാളും ഒത്ത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യുന്നൊരു അമലാണെന്ന് വിചാരിച്ചോളി. എന്തിനായി നമുക്ക് ഇത്ര വലിയ വിദേശി അയാളോട്? അല്ല, അത് അള്ളാഹുവിനോടുള്ള എതിരാണ്. സാർമാർ അതിനേക്കാളും വലിയ അക്രമിയാണ് അഞ്ചൊത്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ചെയ്യാത്തവൻ. നിരോധന പ്രവർത്തിക്കുമ്പം തെറ്റാണെന്ന് തോന്നുന്നുണ്ട്, കൽപ്പനനെ ഉപേക്ഷിക്കുമ്പം തെറ്റാന്ന് തോന്നില്ല. എങ്ങനെ ഉണ്ടാവുക? ബാപ്പ അങ്ങോട്ട് പോകരുത് പറഞ്ഞു, പോകൽ തെറ്റാണ്. അവിടെ പോണെന്ന് പറഞ്ഞു, അവിടെ പോകല് ഏറ്റവും വലിയ അക്രമി നിസ്കാരം ഒഴിവാക്കണവനാണ്. നിസ്കാരം ഒഴിവാക്കണവനാണ്. കാരണം തിന്മ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ മനുഷ്യനിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഒരു സാഹചര്യത്തിലായിപ്പോയി, സംഭവിച്ചു പോയി, അതിന് തൗബന്റെ കൗണ്ടർ വെച്ചില്ല. പക്ഷെ നിസ്കാരം ഒഴിവാക്കൽ അതവന്റെ നന്ദികേടിന്റെ അല്ലെങ്കിൽ അവന്റെ അക്രമത്തിന്റെ അങ്ങേയറ്റമാണ്. അതുകൊണ്ട് തന്നെ ദീനിൽ ഒരു ഗുഞ്ചായിശുമില്ല, ഒരു അളവുമില്ല ദീനിൽ നിസ്കാരം ഒഴിവാക്കാൻ. നിസ്കാരം ഒഴിവാക്കാൻ എപ്പോഴാ ഗുഞ്ചായിശുള്ള ഒഴിവുള്ള? എപ്പോഴാ? ഹജ്ജ് സമ്പത്തുള്ള ചെയ്താൽ മതി. ഒരാൾക്ക് പൈസ ഇഷ്ടം കോടി ഇരിപ്പുണ്ട്, പക്ഷെ അയാൾക്ക് എഴുന്നേക്കാൻ കഴിയില്ല, അയാൾക്ക് നടക്കാൻ കഴിയില്ല, അയാൾ രോഗിയാണ്, കുഴപ്പമൊന്നുമില്ല, ആ ഹജ്ജ് നിർബന്ധമില്ല. ശരീരത്തിന് ആഫിയത്തുണ്ടാവണം. പിന്നെ അദ്ദേഹത്തിന് പിന്നെ സാമ്പത്തികമായിട്ടുണ്ടാവണം, പിന്നെ വഴി ഉണ്ടാവണം. ഈ കൊല്ലം ഒരാൾ ഹജ്ജ് ചെയ്തില്ല, അയാള് 10 കോടി ഇരിപ്പുണ്ട്. മിഞ്ഞാന്ന് ഉണ്ടായതാണ്, മിഞ്ഞാന്ന് ഇല്ലെങ്കിൽ കഴിഞ്ഞ ഹജ്ജിന് ശേഷം ഉണ്ടായതാണ്. ഈ വർഷം അയാൾ പോകാൻ റെഡിയാണ്, പക്ഷെ അയാൾക്ക് പോകാൻ കഴിയില്ല, അയാൾ കുറ്റക്കാരനല്ല. കഴിഞ്ഞ കൊല്ലം ഉണ്ടായി, അതിന് മുമ്പത്തൊല്ലം ഉണ്ടായി, അതിന് മുമ്പത്തൊല്ലം ഉണ്ടായിരുന്നു, അതിന് മുമ്പത്തൊല്ലം ഉണ്ടായിരുന്നു. ഓനൊക്കെ കുടുങ്ങും. കാരണം അവൻ്റെ ഹജ്ജിന്റെ ഫർദാലപ്പോഴാണ് 70-ാമത്തെ വയസ്സിലാ. പിന്നെ എത്രാമത്തെ വയസ്സിലായി? ഹജ്ജ് ഫർദാണ് വയസ്സെത്ര? നമ്മൾ സാധാരണ ചെറുപ്പക്കാരൊക്കെ വിചാരിച്ചാൽ ഹജ്ജ് പറഞ്ഞാല് അത് കുറെ പെണ്ണൊക്കെ കെട്ടി കുട്ടികളൊക്കെ കെട്ടിച്ച് എല്ലാ ഏർപ്പാടും കഴിഞ്ഞതിന് ശേഷം ചെയ്യാനുള്ള ഒരു അമലാണ് ഹജ്ജ്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഹജ്ജോട് കൂടി മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുന്ന ഉമ്മത്തിന് അറിയാം. അതുകൊണ്ട് മാക്സിമം ചെയ്യാനുള്ളിടത്തോളം ചെയ്തിട്ട് പിന്നെ ഹജ്ജ് ചെയ്ത പിന്നെ അതൊന്നും ചെയ്യരുത്. അങ്ങനത്തെ തെറ്റായ ധാരണന്റെ പേരിൽ ഹജ്ജ് ചെയ്തൊക്കെയാണ് ആൾക്കാര്. ഹജ്ജ് ചെയ്യാൻ അതിനകത്തൊന്നും പൈസ ആവശ്യമില്ലായിരുന്നു. ഉണ്ടായിരുന്നു ഒരു 3 ലക്ഷം റുപ്യ 3.5 ലക്ഷം റുപ്യ ഹജ്ജ് ചെയ്യുന്നു. 1.5 ലക്ഷം റുപ്യന്റെ 2 ലക്ഷം റുപ്യന്റെ മൊബൈൽ ഉണ്ടാക്കുന്ന ആൾക്ക് ഇപ്പോഴും ഹജ്ജ് ചെയ്തില്ല. അതുകൊണ്ട് തെറ്റിദ്ധാരണന്റെ പേരിലായതാണ്. പക്ഷെ ഹജ്ജ് ഈ കൊല്ലം ഒരാൾ സമ്പന്നനായി, അയാളൊരു 5 ലക്ഷം റുപ്യ ഉണ്ടായി, അയാൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. പക്ഷെ അയാൾക്ക് ഹജ്ജിന് പോകാൻ പറ്റൂലെങ്കിൽ അപേക്ഷിച്ച് കിട്ടിയില്ല, പോകാൻ പറ്റില്ല, ഒരു കുഴപ്പമില്ല. അയാൾ മരിച്ചാലും കുഴപ്പമില്ല, കാരണം അയാൾക്ക് വഴി ക്ലിയർ ആയിട്ടില്ല. സക്കാത്ത് ഹജ്ജിനേക്കാൾ കൂടുതൽ ആളുകൾ എന്ത് കൊടുക്കേണ്ടി വരും? ഒരു വെള്ളിന്റെ കണക്കൊക്കെ ആണെങ്കിൽ ഒരു 49,000 റുപ്യ ഉണ്ടായാൽ ഒരു വർഷം ഒരാളെ കയ്യിലുണ്ടായ അയാൾ സക്കാത്ത് കൊടുക്കണം. എത്രയായി? 49,000 റുപ്യ. ഇപ്പൊ ഇന്നലെ ഞാൻ ഒരാൾ കണക്കൂട്ടിയപ്പോൾ 49,000 റുപ്യാണ്. ഞാൻ കുറച്ച് കൊല്ലം മുമ്പ് കൂട്ടി ഒരു 19,000 റുപ്യാണ് ഞാൻ അന്ന് കണക്കൂട്ടി ചെയ്തിട്ട്. ഇപ്പൊ വെള്ളിക്കൊക്കെ ഭയങ്കര വിലയായി. ഏകദേശം 49,000 റുപ്യ ഒരാളെ കയ്യിലുണ്ടെങ്കിൽ മനസ്സിലായിണ്ടാവില്ല നിങ്ങൾക്ക്? 49,000 റുപ്യ ഒരാളെ കയ്യിലുണ്ടായി, ഒരു വർഷം അത് പൂർത്തിയായാൽ അയാളെ സക്കാത്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്, സക്കാത്ത് ഈ ഉമ്മത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. കൊടുക്കാൻ മനസ്സിലായ എളുപ്പമാണ് പരിപാടി, പക്ഷെ പഠിക്കൂല. നമ്മളെ എന്തൊക്കെയോ നമുക്ക് അതൊന്നും ഇല്ല എന്നൊക്കെ തീരുമാനിച്ചേക്കാണ്. സാർമാരെ, നിസ്കാരത്തിനെ പോലെ ഫർളായ അമലാണ് സക്കാത്ത്. ഇത് രണ്ടും ഒരുമിച്ചാണ് അള്ളാഹു കൂട്ടിച്ചേർത്തത്, ഒരുമിച്ച് ചേർത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് സക്കാത്തിന്റെ കാര്യം വീണ്ടും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, കുടുങ്ങരുതിട്ടോ ആഖിറത്തിലെത്തിയിട്ട്. ചിലർ 50,000 റുപ്യൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല, എവിടെങ്കിലുമൊക്കെ ഉണ്ടാവും, ചിട്ടിയിലോ വട്ടിയിലോ എവിടെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കൊടുക്കാനില്ല എന്ന് പറഞ്ഞ ആരും നിൽക്കണ്ട. ഏതെങ്കിലുമൊക്കെ ഒലമാക്കളോട് ചോദിച്ചോളി. പിന്നെ ആരോ പറയും 10.5 പവൻ സ്വർണ്ണം ഉണ്ടായത് 10.5 പവന് 10.5 പവന് അവനെതിരെ. നിങ്ങൾ നല്ല മനുഷ്യന്മാരാണ്. നിങ്ങളൊന്നും നോക്കൂല.
എനിക്ക് നിങ്ങളോടുള്ള ഏക ഇഷ്ടമാണ്. നിങ്ങൾക്ക് ദുനിയാവിനോടൊന്നും ഒരു താല്പര്യമില്ല, ഒരു അറിവുമില്ല. മാഷാ അല്ലാഹ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് 10 പോകാൻ പറഞ്ഞ ബൈ അൻഫഅലിൽ ഫുഖറ ആണ് എപ്പോഴും സക്കാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് അൻഫഅലിൽ ഫുഖറ? ഫുഖറാക്കൾക്ക് ഏറ്റവും പ്രയോജനം ഉണ്ടാവൽ ഏതാണോ അതാണ് കണക്ക് വരിക. മനസ്സിലായില്ല? സ്വർണ്ണം എടുത്തോളുന്നില്ല, വെള്ളി എടുക്കുക. എന്തുകൊണ്ട്? 49,000 ആകുമ്പോൾ കൊടുക്കേണ്ടി വരും. കാരണം ഫുഖറാക്കൾക്ക് പ്രയോജനം ഉണ്ടായാൽ അപ്പോഴാണ്. ചില ആൾക്കാർ പറയും ഹക്കീക്കത്ത് അറക്കൽ ഒരു ആട് നടത്താൻ മതി അറിയും. ശരിക്കും കഞ്ചൂസിന്റെ സുന്നത്തായിരിക്കും അത്. കഞ്ചൂസിന്റെ സുന്നത്ത് മനസ്സിലായില്ല. വേറെ എല്ലാ കാര്യത്തിലും ഭയങ്കര പെരും സുന്നത്തായിരിക്കും. ഇതും കണ്ടെത്തുമോ? കാരണം പ്രസവം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു സംഖ്യ ആയിട്ടുണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ ഇനി ഒരറിവും കൂടി ആവുമ്പോൾ ഭയങ്കര സംഖ്യയാവും. അപ്പൊ അതുകൊണ്ട് അവനോട് പറയും നബി തങ്ങൾ സാഹസല്ലം തങ്ങൾ ആട് മാത്രമാണ് അർത്ഥം. ആടർക്കലാണ് സുന്നത്ത്. എമ്മാരി ഇഷ്ടം നബി തങ്ങൾ സാഹസങ്ങളോട്. ബൈ ഉലമാക്കൾ പറഞ്ഞ ഈ ഒന്നിയത്തിന് അറക്കണ എല്ലാ സാധനങ്ങളും എന്തിലും അറക്കാം. ഹഖീഖക്ക് അറക്കാം. ഹഖീഖക്ക് അറക്കുമ്പോഴും അൻഫഅലിൽ ഫുഖറ, ഫുഖറാക്കൾക്ക് ഏറ്റവും പ്രയോജനം എന്ന് പറഞ്ഞാൽ ഏതുണ്ടാകാം? ഒരാളടുത്ത് ആകെ 4 ഒരു 5-8 പൊതിന്റെ ആടെ അബ്ദുറഹ്മാൻ ഇവിടെ കൊടുത്ത് ബാക്കിയൊക്കെ ഓന്റെ എളാപ്പ മൂത്താപ്പ ആകെ ഒരാടർത്ത ഓൻക്ക് തന്നെ തിന്നാളൂ. സഹാബാക്കളൊക്കെ ഒരാട് ഓൽക്കറക്കലാണ്. നമ്മളൊരു മഹലിന് ഒരാടർക്ക ഏതാ കോമ. എന്നിട്ട് അതിന് ഹദീസും പറയും ഒരാടർത്താ മതി. മതി, ഒരാടർത്ത മതി. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അൻഫഅലിൽ ഫുഖറ, ഫുഖറാക്കൾക്ക് ഏതാ ഏറ്റവും കൂടുതൽ പ്രയോജനം ഉള്ളത്? ഒരു പോത്ത കറുത്തു നല്ല വലിയ കിലോ ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ കൊടുത്തു. മാഷാഅല്ലാഹ് ഇറച്ചി മാഷാഅല്ലാഹ്. അൻഫഅലിൽ ഫുഖറ. ഇവിടെ ഞമ്മക്ക് ആവശ്യമുള്ളിടത്ത് മാത്രം ഹദീസിന്റെ നസ്സ് ആടാർത്ത്. ഓ ഭയങ്കരം. ആടുകൊണ്ടുള്ള ഇഷ്ടം സുന്നത്തിനോടുള്ള ഇഷ്ടം അല്ല, പിന്നെന്താണ്? കീശനോടുള്ള മഹബത്താണ്. എന്തിനാണ് ആടർത്താ മതി എന്ന് പറഞ്ഞേ? ചില ആൾക്കാരുണ്ടാവും ബലഹീനരാണ്, അവരോട് കഴിയില്ല. അതുകൊണ്ട് അവരോട് ആടർത്തോട്ടെ. ഒരാൾക്ക് കഴിയും എങ്കിൽ അയാള് അൻഫഅലിൽ ഫുഖറ, ഫുഖറാക്കൾക്ക് ശ്രേഷ്ഠമായത്. കൂട്ടത്തിൽ ഞാൻ വീണ്ടും പറയാണ്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ദീനിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അമലാണ് അറിവ്. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അമലാണ്. ചെറിയ അറിവ്, ചെറിയ കാര്യമല്ല. അതുകൊണ്ട് പഴമക്കാരായ ഉലമാക്കള് ഉമ്മത്തിന് എന്ത് അവസ്ഥകൾ ഉണ്ടായാലും വേ അറക്കാൻ വേണ്ടി പറയും, വേ അറുത്തു കൊടുക്കാൻ വേണ്ടി പറയും. അറക്കുക. പഴയ കാലത്ത് ഖുർആൻ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂറത്തുണ്ട്. ഏതാണ്? ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഫസല്ലി ലിറബ്ബിക, തങ്ങളെ റബ്ബിന് വേണ്ടി എന്ത് ചെയ്യും? നിസ്കരിക്കും. വൻഹർ, അറുത്തു കൊടുക്കുകയും ചെയ്യും. നിസ്കാരത്തിനോട് ചേർത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സമ്പത്തുള്ള ആൾക്കാര് എന്തെങ്കിലുമൊക്കെ മൃഗത്തിനെ വാങ്ങി എന്ത് ചെയ്യണം? അർത്ഥമൊക്കെ പാവങ്ങൾക്കൊക്കെ കൊടുക്കണം. നേർച്ച എന്ന് പറയുമ്പോൾ നല്ലോണം ആലോചിക്കും വേണം. ഈ ഉമ്മത്തിൽ പഴയ കാലത്ത് കയറിക്കൂടിയ ഒരു സാധനമാണ് നേർച്ച. ഉലമാക്കൾ എഴുതുന്നുണ്ട് നേർച്ച എന്ന് പറഞ്ഞത് പിഷ്കന്റെ കയ്യിൽ നിന്ന് വസൂലിയാക്കാനുള്ള ഒരു വഴിയാണെന്ത് പറയുവായി നേർച്ച. കാരണം ചില കുട്ടിയുടെ കൊയിഞ്ഞാടി അപ്പം തന്നെ നേർച്ചക്ക് ഒരു മാല ആയി. കാരണം ഓള അല്ലെങ്കിൽ എന്തായാലും എന്ത് ചെയ്യൂല, മാല പോയിട്ട് അതിന്റെ ഒരു ചെറിയ ഇതും കൂടി കൊടുക്കൂല. പക്ഷെ വീണു ആകതായി അപ്പത്തിന് മാല നേർച്ച. അനങ്ങിയ നേർച്ച പോലീസ് ഓടിച്ചാലും നേർച്ചയാക്കിയുള്ള ആൾക്കാർ. കാരണം അല്ലാതെ കൊടുക്കൂല. അപ്പൊ ഒരേ വസൂല. നേർച്ച എന്ന് പറഞ്ഞാൽ വലിയൊരു അമൽ, വേറെ സാധനമാണ്. ഉലമാക്കളോട് ചോദിച്ചു പഠിക്കണം. അതുകൊണ്ട് കണ്ട് മുഴുവൻ നേർച്ചാക്കുന്ന ആൾക്കാരുണ്ട്, എന്നിട്ട് പൂർത്തിയാക്കൂല. അത് എത്തിക്കുട്ടിയൊക്കെ നേർച്ച അനങ്ങിയ പറയും. സ്ത്രീകളൊക്കെ സാധാരണ അതിന്റെ ആൾക്കാരാണ്. എത്തിക്കുട്ടിയൊക്കെ നേർച്ച പറഞ്ഞാൽ യത്തീമിനേക്കാൾ കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഇവിടെ. വേറെ ആൾക്കാർ എത്തിക്കുട്ടികളൊക്കെ മിക്കവാറും ദുആ ചെയ്യലാണ്. കുറച്ചൊരു നാടൻ ചോറ് കിട്ടണേന്ന്. ഒരു നാടൻ ചോറ് കിട്ടണേന്ന് ദ്വാരക്കാണ് ഇവര്. കാരണം എല്ലാ വൈക്കൊന്നും മന്തിയും അതും ഇതൊക്കെ വന്നിട്ട് ഒരു കുടി. ഇവിടെ ഭക്ഷണം കഴിക്കാത്ത പാവങ്ങൾ എത്ര ഉണ്ട്. യത്തീമിനെ സഹായിക്കണ വേറെ കാര്യം. പക്ഷെ ഞാൻ ഇത് അള്ളാന്റെ മാർഗത്തിൽ അള്ളാന്റെ അടിമക്ക് കൊടുക്കുന്നു പറഞ്ഞാലും യത്തീമിനും കൊടുക്കാം, സാധാരണക്കാരനും കൊടുക്കാം. അതുകൊണ്ട് നേർച്ചാക്കി അറക്കാന്നല്ല. ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു മൃഗം അറുത്ത് കൊടുക്കാം. അതിന് അള്ളാഹ്ക്ക് വേണ്ടി ഒരു മൃഗം അറുത്ത് കൊടുക്കുക എന്ന് പറയാം, ദാനായിട്ട് കൊടുക്കാൻ വേണ്ടി. ഇടക്കിടക്ക് അറുത്ത് കൊടുക്കണം. ഇടക്കിടക്ക് നിങ്ങളെന്തൊന്നും പറയാത്ത അല്ല. കൊറോണ വന്നിങ്ങനെ
എല്ലാ മുസീബത്തും വരല് ഉമ്മത്ത് ഇൻഫാഖ് ചെലവഴിക്കുന്നത് പിന്നോട്ട് പോകുമ്പോഴാണ്. അള്ളാഹുവിന്റെ കോപത്തെ തണുപ്പിക്കാനുള്ള ഏക വഴികളിൽ ഒരു വഴി, കുറെ വഴികൾ, അതിലൊരു വഴി, പ്രധാനപ്പെട്ട വഴി ഉമ്മത്ത് സമ്പത്ത് ചെലവാക്കലാണ്. ദാനധർമ്മങ്ങൾ വഴിയായി അള്ളാഹുവിന്റെ കോപം തണുക്കും. അർത്ഥു കൊടുക്കുക ആൾക്കാർക്ക്. ഇടക്കിടക്ക് പൈസ ഉള്ള ആൾക്കാരൊക്കെ എവിടെയെങ്കിലൊക്കെ പാവങ്ങളുടെ ഏരിയയിൽ ഒരാട് അർത്ഥെടുത്തു, ഒരു പോത്തിന് അർത്ഥെടുത്തു, അങ്ങനെ ആൾക്കാർക്ക് അർത്ഥെടുത്തുകൊണ്ടേയിരിക്കുക. ഇതൊരു അമലാണ്. ഫസല്ലി റബ്ബിക, നിങ്ങൾക്ക് അറിഞ്ഞ സുഹൃത്തെങ്കിലും നിങ്ങൾ നോക്കട്ടെ. ഇന്നാഴ്ചയിനാക്കൽ അറിയില്ലെന്ന് ചോദിച്ചാൽ കുടുങ്ങൂലേ? അത് എന്തായാലും നമുക്കറിയാം, നമ്മുടെ സ്വന്തം സുഹൃത്താണ്. കാരണം എല്ലാ സുന്നത്തിലും നമ്മൾ അതേ ഊതുള്ളൂ, ഫർദിലും അതേ ഉള്ളൂ. കാരണം അക്ഷരങ്ങൾ കൂടിയാൽ നന്മ കൂടും, അത് നമുക്ക് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇൻഫാഖ് ഫീ സബീലിൽ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കൽ അത് വലിയ അമലാണ്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ചെലവാക്കിക്കൊണ്ടേയിരിക്കും. സക്കാത്ത് കണക്ക് നോക്കി കൊടുക്കിൻ, പുറമെ കൊടുക്കിൻ, ഇഷ്ടം പോലെ കൊടുക്കി, കൊടുത്തിട്ട് വാങ്ങി. ആരെന്ന്? അള്ളാന്റെ കൊടുത്തിട്ട് അള്ളാന്റെ വാങ്ങി. അതുകൊണ്ട് നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ്. നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. അതിനെ പാഴാക്കൽ അത് വലിയ ധിക്കാരിക്ക് മാത്രമേ സാധിക്കൂ. വലിയ ധിക്കാരി. ഒരു നിസ്കാരം ഒഴിവാക്കിയാൽ ഞങ്ങൾ ഒരു മദ്യപാനേക്കാളും മോശമായ അവസ്ഥയിൽ കാണണം. കാരണം നിസ്കാരം അത്ര വലുതാണ്. കാരണം ഒരു ഗുഞ്ചായിശില്ല. ഞാൻ പറഞ്ഞു സക്കാത്ത്, ഹജ്ജിനേക്കാൾ കൂടുതൽ ആൾ സക്കാത്ത് കൊടുക്കണം, സക്കാത്തിനേക്കാൾ കൂടുതൽ ആൾ നോമ്പ് വിൽക്കണം. നോമ്പുകാരനാകെ രോഗി, പിന്നെ യാത്രക്കാരൻ, അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്ക്, സ്ത്രീകൾക്ക് അവർക്ക് ആ അശുദ്ധിയുള്ള കാലം, ഈ സമയത്ത് മാത്രമേ നോമ്പുകാർക്ക് ഒഴിവുള്ളൂ. പിന്നെ ചെറിയ കുട്ടികള്, പിന്നെ ഭ്രാന്തന്മാരെല്ലെത്തുന്ന എന്താണ്? ഒഴിവാണ്. മനസ്സിലായില്ലേ? ഭ്രാന്തന്മാരെല്ലെത്തുന്ന എന്താണ്? ഒഴിവാണ്. സത്യത്തിൽ കിങ് ആരേക്കും പറഞ്ഞാല് നാളെ ആഖിറത്തിൽ ആരേക്കും? കുതിരട്ടം നേരെ വരും. എവിടേക്ക്? നമ്മളും ഇങ്ങനെ അനങ്ങിയ പറയണ കുതിരട്ടത്തെക്കാരായിരിക്കും നാളെ ആഖിറത്തില് കിങ് ആയിട്ടുണ്ടാകുക. കാരണം ഓൾക്കൊന്നും പറഞ്ഞില്ല, ഓല അടിച്ചു പൊളിക്കും. ഓലെ പോയി കാണുമ്പോ നമ്മൾ അങ്ങനെ കാണണ്ടേ? മാഷാ അല്ലാഹ്, സ്വർഗവാസി. ആര്? സത്യത്തിൽ ആകെ സുഖമില്ലാത്ത ആൾക്കാര് ഓൾക്ക് മാത്രമേ സുഖമുള്ളൂ, വേറുള്ളവർക്കൊക്കെ ഒന്നുമില്ല. വേറുള്ളവരൊക്കെ ഒരർത്ഥത്തിൽ ഇങ്ങനെ ആലോചിച്ചൊക്കെ ചെറിയ മാനസിക അസുഖമുണ്ട് എല്ലാവർക്കും. എല്ലാവരും ചെറിയ കറക്കുണ്ട്. പക്ഷെ ഓൽക്കൊണ്ട് റാത്തിലാണ്. മനസ്സിലായില്ലേ? ബുദ്ധി വരുമ്പോഴാണ് അതിൻ്റെ. ആനക്ക് മതളകിന്ന്, ആനക്ക് മതളകി, ആനക്ക് ഭ്രാന്തായി പറയും. അത് എപ്പോഴാ അറിയില്ല? എപ്പോഴാ പാപ്പാനെടുത്ത് ആദ്യം എറിയും, പൊടായിട്ട്. പാപ്പാനോട് ഒറ്റ ഏറെന്നാ അപ്പം മനസ്സിലാക്കണത് മതളക്കിട്ടുണ്ടായിരുന്നു. മതളക്കിയതല്ല, അതിന് ബുദ്ധി വെക്കണത് അപ്പോഴാണ്. കാരണം എത്ര വലിയ ചീക്കിരി ചങ്ങായിന്നെ കൊണ്ടിങ്ങനെ ഞെട്ടിച്ചു ഓൻ്റെ ഒരു ഉറക്കമല വടിയും കുളത്തുമൊക്കെ ആയിട്ട് ഇന്നെ കളിക്കുന്നത് ബുദ്ധി വരുന്നത് അപ്പളെടുത്തറിഞ്ഞ് നമ്മളപ്പം പറയാം പിരാന്തയുന്നു. ഇതേമാതിരി കുതിരട്ടത്തിലുള്ള ആൾക്കാണ് സുഖമുള്ളത്. ഞമ്മക്കാണ് ഈ ദുനിയാവിന്റെ ബാക്കിൽ ഫുള്ള് പായാണ്, ഫുള്ള് ഓടുകയാണ്. എന്താ അവസാനം ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. തിന്നൂല്ല, കുടിക്കില്ല. ഓരോരു മൂലയിൽ നല്ലോണം കിട്ടണമൊക്കെ ഭ്രാന്തായ നല്ലോണം അടിക്കും ചെയ്യും, നല്ല വിഷമിക്കും. അവർക്ക് പിന്നെ ഒന്നും നോക്കില്ല, അങ്ങനെ തിന്നോളൂ റാത്തായിട്ട്. അവർക്ക് ടെൻഷൻ ഇല്ല. ഇവിടെ ഒന്നായിട്ട് ഇടി കയറി ആര് ഏതിടി ബോർഡാണെന്ന് അറിയും. GST ഒന്ന് ആയിക്കോട്ടെ, GSTന്റെ ബോർഡ് ഉണ്ടാ നമുക്ക് ബേജാറ്, എല്ലാം നമുക്ക് പേടി. ഓർക്ക് ഒരു പേടിയില്ല. ഏറ്റവും റാത്തുള്ള ആൾക്കാർ സത്യത്തിൽ ഓരാണ്. നമ്മൾ ഫുൾ ടെൻഷനാണ്. ഹാറൂൺ റഷീദ് വലിയ പിന്നെ ആബിദായിരുന്നു, വലിയ മുത്തഖിയായിരുന്നു, വിശാലമായ പ്രദേശത്തിന്റെ രാജാവായിരുന്നു, അമീറായിരുന്നു ഹാറൂൺ റഷീദ്. വലിയ മഹാനായിരുന്നു. ഹജ്ജിന് പോയിരുന്നു. എല്ലാ വർഷവും 1000 ആൾക്കാരെ ഹജ്ജിന് അയക്കുമായിരുന്നു. സ്വന്തം ചെലവില് ഒലമാക്കളെയും ബാക്കിയുള്ളവരൊക്കെ അയക്കുമായിരുന്നു. വലിയ ഒരു നല്ല ഭരണാധികാരിയായിരുന്നു ഹാറൂൺ റഷീദ്. എത്രത്തോളം അദ്ദേഹത്തിന്റെ ഭരണകൂടം ഉണ്ടായിരുന്നു. കാർമേഘം ഇങ്ങനെ വന്ന് ചിലപ്പോൾ ഉണ്ടാവില്ല, ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്യുന്നു തോന്നില്ല, നല്ല കാറ്റും നല്ലതാവും. കുറച്ച് കഴിഞ്ഞാൽ അവരൊറ്റ പോക്കില്ല അവർക്കെങ്കിലും. അപ്പൊ ഹാറൂൺ റഷീദ് ഒരിക്കലും ഇങ്ങനെ ഇരിക്കുമ്പോ മഴ ഇങ്ങനെ വന്ന് റാത്തായി പെയ്യുന്നു വിചാരിച്ച ഇങ്ങനെ അവിടെ പോയി. അപ്പൊ ഹാറൂൺ റഷീദ് പറഞ്ഞു, നീ എവിടെ പോയി പെയ്താലും കുഴപ്പമില്ല, അതിന്റെ ടാക്സ് ഇവിടെ എത്തുന്നത് അതിന്റെ. അപ്പൊ എത്ര വലിയ സാമ്രാജ്യമായിരിക്കും അദ്ദേഹത്തിൻ്റെത്.
അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ അടുക്കൽ സാധാരണ ബെഹ്ലൂൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ബെഹ്ലൂൽ മജ്നൂൻ എന്നാണ് അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ഉണ്ടാകുക. മജ്നൂൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേതല്ല. ദുനിയാവ് വിട്ട പിന്നെ എന്താ ഉണ്ടാകുക? ആഖിറത്തിന്റെ ആൾക്കാരെ പൊക്കവാറും ആൾക്കാർ പറയില്ലേ ഓന് എന്താണ്, ഓന് മജ്നൂനാണ്, ഓന് ഭ്രാന്താണ് അറിയും. എന്നുവെച്ചാൽ ഫുള്ള് ദുനിയാവിൽ ആക്റ്റീവ് അല്ലെങ്കിൽ ഓനെ പറ്റി ആൾക്കാർ എന്ത് പറയും? എന്താ പറയും? ചെറുതായിട്ട് ഇങ്ങനെ ഓനിപ്പോ ചെറിയ സുഖമില്ലായി കണ്ട് തോന്നുന്നുണ്ട്, അങ്ങനെ മനസ്സിലായില്ലേ? കൃത്യമായിട്ട് നിസ്കരിച്ച അപ്പം തന്നെ ആൾക്കാർക്ക് ഓനക്ക് എന്തോ പറ്റിയെന്ന് ചോദിക്കും. ആൾക്കാർ അങ്ങനെ ചോദിക്കില്ല. ഇതിരായിട്ട് പള്ളിയിൽ പോകണ്ടെങ്കിൽ എന്താ അയാൾക്ക് പറ്റിയത് ചോദിക്കും. എന്താ പറ്റിയത്? മനസ്സിലായില്ലേ? അതുകൊണ്ട് ബെഹ്ലൂൽ ഇടയ്ക്ക് എങ്ങനെ പോകും. ബെഹ്ലൂൽ ഭയങ്കര രസമുള്ള സംഭവമാണ് അദ്ദേഹത്തിന്റെ. ഹാറൂൺ റഷീദായിട്ട് കുറെ സംസാരം ഉണ്ടാവും. ഭയങ്കരമായിട്ട് ബഹുമാനിക്കരുത് ബെഹ്ലൂലിനെ. ബെഹ്ലൂലിന്റെ കയ്യിൽ ഒരിക്കലും ഒരു വടി കൊടുത്തു ഹാറൂൺ റഷീദ്, തമാശക്ക്. ഇഷ്ടമുള്ള ആളോടാണല്ലോ തമാശ. ബെഹ്ലൂൽ ഇങ്ങനെ തമാശ ആക്കിയിട്ട്, ബെഹ്ലൂലെ അന്നെക്കാളും വലിയൊരു പിരാന്തനെ കണ്ടാൽ ഇത് ഓനക്ക് കൊടുത്തേണ്ടായിരുന്നു. മനസ്സിലായില്ലെങ്കിൽ എന്നെക്കാളും വലിയൊരു പിരാന്തനാന്ന് എപ്പോഴാണ് തോന്നുന്നത്, ഓനക്ക് കൊടുത്തേണ്ടി ഇതായിരുന്നു. അതേ ആ വടി വാങ്ങി അത് സൂക്ഷിച്ചു വെച്ചു. കാലങ്ങൾ കഴിഞ്ഞു. ഹാറൂൺ റഷീദ് രോഗിയായി ഇങ്ങനെ ഇതൊക്കെ ആയപ്പോൾ പിന്നെ ഏകദേശം മറലിൽ വഫാത്തായി, മരണത്തിലേക്കുള്ള രോഗത്തിന്റെ അവസ്ഥയിലായപ്പോൾ ബെഹ്ലൂല് കയറി. ബെഹ്ലൂലിന് എല്ലായിടത്തും അനുവാദം ഉണ്ടാവും. അങ്ങനത്തെ ആളാണ്. ബെഹ്ലൂല കയറി രാജാവിന്റെ അടുത്ത് പോയി സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞു എന്തൊക്കെയാണ്. അപ്പൊ പറഞ്ഞു, ബെഹ്ലൂലേക്ക് കാര്യമായിട്ട് ദുആ ചെയ്യ്, ഇതിന്റെ അവസ്ഥ ഭയങ്കര അവസ്ഥയാണ്. ബെഹ്ലൂൽ നല്ല ആളെന്ന് ആർക്കറിയാം? ഹാറൂൺ റഷീദിനറിയാം. അവിടെ ബെഹ്ലൂലേക്ക് ദുആ ചെയ്യണം, എന്തൊക്കെയാണ്. അപ്പം ബെഹ്ലൂൽ ചോദിച്ചു, നിങ്ങൾ എവിടെ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പോവാണ്. നിങ്ങളുടെ മുഖദ്ദിമത്തുൽ ജയ്ഷൊക്കെ അയച്ചെന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ രാജാവ് പോണതിന് മുമ്പ് എന്ത് ചെയ്യും? ഒരു സൈന്യം ആദ്യം പോകും. നമ്മളെ ഈ മന്ത്രിമാരൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യം ഒരു വണ്ടി ഓണടിച്ച് പോകുമല്ലോ. അതേമാതിരി മുഖദ്ദിമത്തുൽ ജയ്ഷ് പോകും. രാജാക്കന്മാർക്ക് വഴിയൊക്കെ നോക്കി അവസ്ഥകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുഖദ്ദിമുണ്ട്, ബാക്കിൽ കുറെ സൈന്യം ഉണ്ടാവും, അങ്ങനെ കുറെ സംഗതി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതൊക്കെ അയച്ചു വെച്ചു. പറഞ്ഞു, ആഹത്തേക്ക് പോണതിന് എന്ത് മുഖദ്ദിമത്തുൽ ജയ്ഷ് പോയി, അതൊന്നും അയച്ചിട്ടില്ല. അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്താ കാര്യമായിട്ട് ഉണ്ടാക്കി വെച്ചു? അപ്പൊ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ പോവാണ്. നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു നോക്കൊണ്ടാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒക്കെ ഇവിടെ വിട്ടിട്ട് പോകണം, ഈ ഉണ്ടാക്കിയൊക്കെ ഇവിടെ വിട്ടിട്ട് പോവാണ് ചോദിച്ചു. അപ്പൊ അതേ പറഞ്ഞു, അതേ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ബെഹ്ലൂലായിരുന്നു. എന്നാ ബെഹ്ലൂൽ അവസാനം എന്താ ആ സഞ്ചിത വടി എടുത്തിട്ട് അയാളെ കൊടുത്തു. ഇപ്പൊ കണ്ടതിൽ ഏറ്റവും വലിയ ഭ്രാന്തന് നിങ്ങളാണ്. കാരണം ഇതൊക്കെ എത്ര കാലം എന്റേതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നിട്ട് അവസാനം വെറും കൈയോടെ പോവാണ്. അപ്പൊ നിങ്ങൾ തന്നെയാണ് അതിന്റെ ആള് ശരിക്ക് പറയാൻ. ആ അർത്ഥത്തിൽ ബെഹ്ലൂലിന്റെ ബുദ്ധി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഇരിക്കണതൊക്കെ നമ്മൾ മജ്നൂനാണ്. മജ്നൂൻ അല്ലാത്ത ആരാണ്? നമ്മളാ കുതിരട്ടത്ത്, പിന്നെതാ വേറെ സ്ഥലം പൂങ്കള, ഊളംപാറ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തീരുമാറാവട്ടെ. അള്ളാഹു അവർക്കൊക്കെ നല്ല ആഫിയത്തും സിഹത്തും സലാമത്തും കൊടുക്കുമാറാണ്. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു നല്ല ശമ കൊടുക്കുമാറാട്ടെ. അവരുടെ കുടുംബങ്ങളൊക്കെ വലിയ പ്രയാസത്തിലായി. അള്ളാഹു അപ്പൊ ഞാൻ പറഞ്ഞു, ഭ്രാന്തായ ആൾക്ക് സക്കാത്ത് ഹജ്ജൊക്കെ ഒഴിവുണ്ട്. ബാക്കി ആർക്കാ നോമ്പ് ഒഴിവുള്ളത്? നോമ്പ് കൂടുതൽ ആൾക്കുണ്ട്. അത് കഴിഞ്ഞ് നിസ്കാരാണ്. നിസ്കാരത്തിൽ നിന്ന് ആരാ ഒഴിവുള്ളത്? ഭ്രാന്തന് ഒഴിവുണ്ടോ? വേറെ ആരോ ഒഴിവില്ല. മുസാഫിറിന് ഒഴിവില്ല, രോഗിക്ക് ഒഴിവില്ല. നിന്ന് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ കിടന്ന് നിസ്കരിക്കാനും മര്യാദയ്ക്ക് കയ്യും കാലൊന്നും പൊന്തില്ലെങ്കിൽ അവന്റെ കണ്ണുണ്ടെങ്കിലും അല്ലെങ്കിൽ അവന്റെ മനസ്സുണ്ടെങ്കിലും നിസ്കാരം വിടൂലാര്. നിസ്കാരം ഒഴിവാക്കാനുള്ള ഒരു ഗുഞ്ചായിച്ചില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ യസീദിന്റെ ആൾക്കാരോട് ചോദിച്ചു, കുറച്ചേരം നിർത്തിയല്ലേ, നിസ്കരിക്കല്ലേ എന്ന് ചോദിച്ചു. കാരണം നിർത്തൂല നിർത്തൂല. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറച്ചാൾക്കാർ യുദ്ധം ചെയ്യട്ടെ, കുറച്ചാൾക്കാർ നിസ്കരിക്കട്ടെ. ഖുർആൻ ശരീഫിൽ ആ നിസ്കാരത്തിന്റെ രൂപം പറയുന്നുണ്ട്. ഒരു വിഭാഗം നിസ്കരിക്കട്ടെ, അടുത്ത വിഭാഗം ആയുധവുമായി നിൽക്കട്ടെ. അങ്ങനെ കർബലയിൽ ഒരു വിഭാഗം നിസ്കരിച്ചു, ഒരു വിഭാഗം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അടുത്തത് നിസ്കരിച്ചു കഴിഞ്ഞവർ യുദ്ധം ചെയ്തു, മറ്റൊരു നിസ്കരിച്ചു. ളുഹർ നിസ്കാരം കഴിഞ്ഞു. അസറിന് മുമ്പായി ഹുസൈൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആൾക്കാരൊക്കെ തല കുന്തത്തിന്റെ മുകളിലായി. ആരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു?
നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുണ്ടോട് മുട്ടിച്ചവർ, തങ്ങൾ മുത്തം കൊടുത്തവർ, തങ്ങളെ പുറത്ത് കയറിയിട്ട് ആന കളിച്ചവർ, നബി തങ്ങളെ ഏറ്റവും അടുത്തവർ, സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ ക്യാപ്റ്റന്മാരാണ്, നേതാക്കന്മാരാണ്. പക്ഷെ നിസ്കാരത്തിന്റെ സമയമായി കർബലയിൽ പോലും നിസ്കാരം ഒഴിവാക്കിയില്ല. ഇതാണ് നമ്മളെ പാരമ്പര്യം. നിസ്കാരം ഒഴിവാക്കിയിട്ട് എനിക്ക് വേറൊന്നും വേണ്ട. ഞാൻ ഭൂമി വന്ന തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ തലവെക്കാനാണ്. നിസ്കാരം വഴിയായാണ് എന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളത്. ഞാൻ നിസ്കാരം ഒഴിവാക്കിയാൽ എന്റെ അള്ളാഹിന്റെ അടുക്കൽ എനിക്ക് ഒരു വിലയുണ്ടാവില്ല. മസ്ജിദ് നബവിയുടെ മെഹ്റാബിൽ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റു, രക്തം ഒഴുകി, ബോധം നഷ്ടപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ബോധത്തിൽ നിന്ന് ഉണർന്ന് ചോദിക്കും, നിസ്കാരത്തിന്റെ സമയമായും ചോദിക്കും. ആളുകൾ പറയാമെന്ന് പറയും, ഉമർ റളിയല്ലാഹു നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറയും, നിസ്കരിക്കാത്തവന് ഇസ്ലാമിൽ യാതൊരു പങ്കുമില്ല കേട്ടോ. നിസ്കരിക്കാത്തവന് ദീനിൽ യാതൊരു നമ്മളാലേക്ക് നിസ്കരിക്കാത്തവന് ദീനിന്റെ എല്ലാമാണ്. പിന്നെ ആ ദീൻ എന്ത് വിലയാണ് അള്ളാന്റെ അടുക്കൽ ഉണ്ടാകുക? നിങ്ങൾ ഒറ്റ കാലിക്ക് നിസ്കരിക്കാത്തവർ ദീനിന് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ ആ ദീനിന് എന്ത് വില ഉണ്ടാകുക? ശരീരത്തിൽ തലക്കുള്ള സ്ഥാനം പോലെയാണ് ദീനിൽ നിസ്കാരത്തിനുള്ളത്. നുബുവത്തിന്റെ നാവുകൊണ്ട് പറഞ്ഞതാണ്. ഒരു തലയില്ലാത്തവനെ നമ്മൾ എങ്ങനെ അംഗീകരിക്കാം? കൈയില്ലാത്ത ആളുണ്ടാവും, കാലില്ലാത്ത ആളുണ്ടാവും, അംഗവൈകല്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ തല എന്തായാലും ഉണ്ടാവും. നിസ്കാരം അത്ര അഹമ്മായ കാര്യമാണ്, അത്ര പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഒന്ന് ആലോചിക്കണം. നമുക്ക് നമ്മളെ നബി തങ്ങളെ അറിയാതെ പോയി, തങ്ങളോടുള്ള കൂറില്ലാതെ പോയി, ജീവിതം മുഴുവനും അധ്വാനിച്ചു അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ, ഉമ്മത്തിനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള പരിശ്രമം ചെയ്തു. അവസാനം ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് നബിയായി വന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ എന്തൊക്കെ പറയണം? വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞിട്ട് പോകണം. പക്ഷെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ വാക്കുകൾ, തങ്ങളുടെ ശബ്ദം വെളിയിലേക്ക് വരുന്നില്ല. ചെവി വെച്ച് കേട്ടപ്പോൾ കേട്ടത് അസ്സലാ അസ്സലാ അസ്സലാ. ഈ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ്, നിങ്ങൾ എന്തവസ്ഥയിലാണെങ്കിലും എന്തൊഴിവാക്കരുത്, നിസ്കാരം ഒഴിവാക്കരുത്. ഉമ്മത്ത് അനങ്ങിയ നിസ്കാരം ഒഴിവാക്കും. ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി നിസ്കാരം ഒഴിവാക്കും. സാലിഹായ അമലുകൾ അതൊക്കെ. എല്ലാത്തിനും നിസ്കാരം ആദ്യം ഒഴിവാണ്. നിസ്കാരം ഒഴിവാക്കി നിങ്ങൾ ആരെന്നാണ് ശിഫ പ്രതീക്ഷിക്കുന്നത്? നിസ്കാരം ഏറ്റവും വലിയ ദുൽമ, ഏറ്റവും വലിയ ജുറും, ഏറ്റവും വലിയ കുറ്റം നിസ്കാരം ഒഴിവാക്കലാണ്. കാരണം അവൻ അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടാണ്. അവൻ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവന് ദഹിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അവൻ കൊടുക്കുന്നുണ്ട്, അതിനെ അള്ളാഹു അവൻ ആവശ്യമുള്ളതെടുത്ത് ബാക്കി മൂത്രാക്കി ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്, അവന്റെ എല്ലാ കാര്യം നടത്തി കൊടുക്കുന്നുണ്ട്. അവനോട് അള്ളാഹു നിസ്കരിക്കാൻ പറയണോ? പറയണം എനിക്ക് നേരമില്ല, എനിക്ക് ശുദ്ധിയില്ല എന്ന് പറയണം. ഞാൻ ജോലിന്റെ തിരക്കാണ്. എങ്ങനെ സർവരെ നമ്മളെ ജോലി ചെയ്യാൻ അയച്ചതേ അല്ല, നമ്മളെ നിസ്കരിക്കാനും ബാക്കി കാര്യത്തിനാണ് അയച്ചത്. അതിന്റെ കൂട്ടത്തിൽ ജീവിതോപാധിക്ക് എന്തെങ്കിലും ചെറിയ പണിയെടുത്തു. നമ്മൾ അറിയാതെ വിചാരിച്ചു കെലിമന്റെ അഹലുകാരല്ലാത്തവർ ജീവിക്കണേ കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു നമ്മളെ ജീവിതവും അത് അല്ല. നിസ്കാരമില്ലാത്തവന് ദീനിൽ ഒരു പങ്കുമില്ല. ചാഹെ കോയി ബി ആരായിക്കോട്ടെ. നിസ്കാരം ഏറ്റവും വലിയ അമലാണ്. സ്വർഗത്തിൽ ഫീ ജന്നാത്തിൻ യതസാഅലൂൻ അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ. സ്വർഗവാസികളെ സ്വർഗത്തിലാക്കും. സ്വർഗമൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കല്ലോ ബൈ. സ്വർഗം ആലോചിച്ച് നോക്കണം. സ്വർഗം ആലോചിച്ച് നോക്കുമ്പോഴേ ഭൂമിക്ക് ഇന്ന് ആഖിറത്തിലേക്കുള്ള തള്ളിച്ചുണ്ടാവുള്ളൂ, പോകാനൊക്കെ പൂതിണ്ടാവുള്ളൂ. സ്വർഗമായൊരു രസമല്ല തന്നെ, ഹരള്ള സംഗതിയാണ് സ്വർഗം.
ദുഃഖമില്ല, സങ്കടമില്ല, ഒന്നുമില്ല. അവിടെ കയറി കിട്ടിയാൽ മതി. അങ്ങനെ സ്വർഗവാസികൾ സ്വർഗത്തിലെത്തും. സാധാരണഗതിയിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം. തിരൂരിന്ന് കുറച്ച് ആൾക്കാർ കയറി ഡൽഹിയിലേക്ക് പോവാണ്. തിരൂരിന് കയറി കുറച്ചപ്പുറത്ത് എത്തുമ്പോഴത്തേനും ചിലപ്പം TT വരും. അപ്പോൾ TTനെ കാണിച്ചു, ടിക്കറ്റ് കൺഫേം ചെയ്യിച്ചു, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ കയറിയിട്ടുണ്ട്, ഓക്കെ, TT വരച്ചു പോയി. പിന്നെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരാൾ ബാഗൊക്കെ അവിടെ ഒതുക്കി വെച്ചിട്ട് ഓരോന്നിങ്ങനെ എന്ത് ചെയ്യും, ട്രെയിനിലൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2 പോയി 3 പോയി ഒന്ന് നടന്നു നോക്കുക, ആരെങ്കിലും പരിചയക്കാരുണ്ടോന്നൊക്കെ. അത് മനുഷ്യന്റെ രീതിയാണ്. കാരണം യാത്രയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായാലും നല്ലതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു നോക്കും, കുറച്ച് ദൂരമുള്ള യാത്രയാണെങ്കിൽ. ഇതേപോലെ തന്നെ സ്വർഗവാസികൾ സ്വർഗത്തുകാരൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഓലൊന്ന് ഇറങ്ങും. ഓലിങ്ങനെ ഇറങ്ങി പഴയ പരിചയക്കാരൊക്കെ കാണാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ പല ആൾക്കാർ കാണൂല. അവിടെ ചാർട്ട് ഉണ്ടാവും, അത് നോക്കിയാൽ മതി. ഇത് അടിച്ചു ഇവിടെ കാണില്ലല്ലോ, വൈ എല്ലാവരും എവിടെയല്ല എന്താ ഉള്ളതെന്നൊക്കെ. എന്നവരെ അടിച്ചു നോക്കുമ്പോഴോ അവരെ സ്വർഗത്തിന്റെ ഒരു ദർജയിൽ ഇവനെ കാണില്ല. അപ്പൊ എന്താ പറഞ്ഞാൽ ഇവനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങും. അള്ളാഹു താല അനുവാദം കൊടുക്കും, പോയി നോക്കി. AC-യിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, നല്ല വേനൽക്ക് AC-യിൽ യാത്ര ചെയ്യുന്ന ആൾക്ക് AC-ന്റെ മഹത്വം അറിയണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ ലോക്കൽ തൊട്ടടുത്തുള്ള കമ്പാർട്ട്മെന്റിൽ, AC അല്ലാത്ത കമ്പാർട്ട്മെന്റിൽ ഒരു അരമണിക്കൂർ വന്ന് ഇരിക്കുമ്പോഴാണ് കൊടുത്ത പൈസന്റെ ആണല്ലോ ഒരു റാത്തിന്റെ അലപ്പിലാണ്. അല്ല ഓൻ കയറി തന്നെ AC-ക്ക്, പിന്നെ ഓൻ വിചാരിക്കുന്നത് എല്ലായിടത്തും തന്നെയാണ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. പക്ഷെ മറ്റോടത്ത് ആന്തരന്നൊക്കെ പെരും ചൂട് കാറ്റ് മുഖത്തേക്ക് ഇങ്ങനെ കിട്ടുമ്പോഴാണ് എന്തുണ്ടാകുക. ഇതേമാതിരി സ്വർഗവാസികൾക്ക് എല്ലാവർക്കും അല്ലാഹു നരകം കാണിച്ചു. നരകവാസികൾ എല്ലാവർക്കും അല്ലാഹു സ്വർഗം കാണിച്ചു. എന്തിനാണ് നരകവാസികളെ കൊണ്ടുപോയിട്ട് പറയും, എനിക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരുന്ന സ്വർഗം, അത് എന്റെ ദുനിയാവിലെ ഇച്ഛകൾ പൂർത്തിയാക്കാൻ വേണ്ടി എന്നെ ധിക്കരിച്ചുകൊണ്ട് അതെനിക്ക് ഔട്ടായി, ഇനിയിപ്പം ഇവിടെ തന്നെ കടന്നു പറയും. സ്വർഗവാസികൾ കാണിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നരകതായിരുന്നു, ഇതിന്ന് ഈ രക്ഷപ്പെട്ട് പെടുത്തി. അപ്പോഴാണ് അതിന്റെ സന്തോഷം ഉണ്ടായത്. അതുകൊണ്ട് നരകവാസികളെ കാണാൻ വേണ്ടി വിടും. ഫീ ജന്നാത്തിൻ യതസാഅലൂൻ അനിൽ മുജ്രിമീൻ. മുജ്രിമീങ്ങളായ ആൾക്കാരെ അവിടെ ഇങ്ങനെ പരസ്പരം ചോദിക്കുവരും, അവരെവിടെ ആ ചെങ്ങന്മാരൊക്കെ എവിടെ. അവസാനം അവർ പോയി നോക്കുമ്പോൾ ഒക്കെ ഉണ്ടാവും എവിടെയെങ്കിലൊക്കെ. അങ്ങനെ ഉണ്ടല്ലോ, ഒരാളെ കാണാതായാല് എന്താ ചെയ്യാ, ഹജ്ജിനൊക്കെ വന്ന് ഒരാളെ കാണാതെ അവിടത്തെ അന്വേഷിച്ച് ഇവിടെ അന്വേഷിച്ചു, പിന്നെ ലാസ്റ്റ് അന്വേഷിക്കൽ എവിടെയാണ്, മോർച്ചറിയിലാണ് അന്വേഷിക്കൽ. പോയിട്ട് ഇങ്ങനെ വലിച്ചു നോക്കണം, സെൽഫി വലിച്ചു നോക്കണ മാതിരി ഇങ്ങനെ കാൽമേലിങ്ങനെ എഴുതിയിട്ട് കെട്ടിയിട്ട് ഇട്ടിട്ടുണ്ടാവും. എന്ത് അഷ്റഫ് ഇന്നാള് ഇന്ന സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പേരും അഡ്രസ്സൊക്കെ എഴുതി കാൽമേലുണ്ടാവും. ഞാൻ നോക്കുക, നമ്മളാളല്ലെങ്കിൽ അങ്ങനെ തന്നെ തല്ല, അടുത്ത് വലിച്ചു നോക്കുക, തല്ല. മക്കത്തൊക്കെ ഉള്ള ഹോസ്പിറ്റലുണ്ട്. പിന്നെ അവിടെ തെരയല്. ഇതേപോലെ സ്വർഗത്തില്ലേ പിന്നെ തെരയൽ എവിടെയാണ്. അവിടെ ഇങ്ങനെ പോകുമ്പോണ്ടാവും എല്ലാവരും അവിടെ ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഓരോട് ചോദിക്കും, മാ സലക്കക്കും ഫീ സഖർ, മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ എങ്ങനെ ഈ സഖറിലെത്തിയത്? നിങ്ങളെന്നല്ലോ നാട്ടിൽ വലിയ സമ്പത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ, നിങ്ങളല്ലായിരുന്നു നാട്ടിൽ വലിയ അഭിമാനികൾ, നിങ്ങളല്ലായിരുന്നു നാട്ടിൽ പിന്നെ എല്ലാത്തിൻ്റെയും നേതാവായിട്ടുണ്ടായിരുന്നേ, നിങ്ങളല്ലായിരുന്നു നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാലും എല്ലാവരും നിങ്ങളെ തന്നെയല്ല അതിന്റെ ചെയർമാനും, അതിന്റെ വലിയ ആളും ആക്കൽ നിങ്ങളല്ലായിരുന്നു. പള്ളിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കൽ നിങ്ങളല്ലായിരുന്നു, അതിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കൽ നിങ്ങളല്ലായിരുന്നു, അവിടുത്തെ ദീന് ഫുള്ള് നിങ്ങളിലല്ലായിരുന്നു. നിങ്ങളെങ്ങനെ പെടുത്തി? അങ്ങനെ ഉണ്ടാവില്ല നാട്ടിൽ. എന്ത് വന്നാലും അതിലെല്ലാത്തിനും ഇമാമയിക്കാൻ നിങ്ങളല്ലായിരുന്നോ? അതുകൊണ്ട് അത്ഭുതത്തോടെ ചോദിക്കുന്നതാണ്, മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ എങ്ങനെ ഈ സഖറിലെത്തിയത്? കാരണം നിങ്ങൾ ഇവിടെ എത്താൻ പാടില്ലല്ലോ. അപ്പൊ അവര് ഖാലൂ, ഖുർആനാണിത്, അള്ളാഹു പറയാൻ, ഖാലൂ, അവരാ നരകത്ത് നിന്ന് വിളിച്ചു പറയും, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാത്തവരായിരുന്നു. അള്ളാഹു ആദ്യമായിട്ട് ഒരു നരകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞ കാരണം എന്താണ്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. നമ്മളെ ഓഫീസിൽ ജോലി ചെയ്യണോന്, അല്ലെങ്കിൽ നമ്മളെ പീഡിയ പണിയെടുക്കണോന്, അല്ലെങ്കിൽ നമ്മളെ ബാക്കിയുള്ള പണിയെടുക്കണോന് ഒന്നും നിസ്കരിച്ചില്ല, നമുക്കൊരു കുഴപ്പമില്ല. അള്ളാഹ് കാക്കട്ടെ, ചില മുതലാളിമാരുണ്ട് തൊഴിലാളികൾ നിസ്കരിക്കാൻ പോണ വലിയ കുറ്റമായിട്ട് കാണുന്ന ആൾക്കാർ. തൊഴിലാളികൾ നിസ്കരിക്കണതിനെ കുറ്റമായിട്ട് കാണണവൻ ഓനൊക്കെ എത്ര വലിയ അക്രമ്യാണ്. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാത്തവരായിരുന്നു. മനസ്സിലായില്ലേ? എവിടുന്നാ പറയണേ?
എന്ന് പറഞ്ഞ് നരകത്തിൽ നിന്ന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കേണ്ട വലിയൊരു കാര്യം, ദീനിന്റെ എത്ര വലിയ ശുഅബ അല്ലെങ്കിൽ എത്ര വലിയ രംഗത്തെത്തിയാൽ നിസ്കാരം ഇല്ലെങ്കിൽ പിന്നെ ഓന്റെ കഥ എടുക്കാനില്ല. നിസ്കാരം അത്രത്തോളം അഹമ്മായ കാര്യമാണ്, അത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരു സഹാബി നിസ്കാരം ഒഴിവാക്കില്ല. പൊതുവായി അറിയപ്പെടുന്ന മുനാഫിക്ക് പോലും ജമാഅത്ത് നിസ്കാരത്തിനെ ഉപേക്ഷിക്കാറില്ല. പിന്നെ മുസ്ലിമീങ്ങൾ എങ്ങനെ നിസ്കാരം ഒഴിവാക്കും? നിസ്കാരം അത്ര പ്രധാനപ്പെട്ട അമലാണ്. അതുകൊണ്ട് പോയി നിസ്കാരം അത് ഏറ്റവും വലിയ അമലാണ്. നിസ്കരിക്കാത്തവനെ ഒരു പരിപാടിക്കും പറ്റൂല. മോക്ക് പുതിയാപ്പിളായിട്ട് എടുക്കാൻ പറ്റൂല. നമ്മൾ പറയല്ലോ മറ്റേ PG കഴിഞ്ഞാണ്, MPhil കഴിഞ്ഞാണ്, പിന്നെ എന്തൊക്കെ CA കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ MBA കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ മറ്റേ MBBS കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്, ഓൻ അതാണോ ഇതാണ്. പിന്നെ ഓൻ്റെ വാപ്പൊക്കെ അത്യാവശ്യം എന്തുണ്ട്, അതോ എൻ്റെതാണ്, ഇത് വെറുതാണ്. പിന്നെ അവിടെയുള്ള ആ റോഡ് സൈഡിൽ ആ വലിയ സ്ഥലം ആ വലുതാണ്, പിന്നെ അതും ഒക്കെ ഒരു തന്നെ. എന്നാ പിന്നെ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു മന്ദനായ ഒരു കാക്ക പറഞ്ഞു അവിടെ നിസ്കാരമില്ല കേട്ടോ, ഞാൻ ആ സാരില്ല, അമ്മ എന്ത് ചെയ്യാ ഒരു പുതിയാമണോ ഭയങ്കര അങ്ങനെയാണ്, നല്ല ആരോഗ്യമാണ്, നല്ല വെയിറ്റ് എടുക്കും, നല്ല അതെടുക്കും, നല്ല അങ്ങനെ ആക്കും, നല്ലത് ഇങ്ങനെ ആക്കും. ലാസ്റ്റ് പറഞ്ഞു ചെറിയ മാനസിക അസുഖം ഉണ്ടായിരുന്നാല്, തലക്ക് സുഖമില്ല പറഞ്ഞാല് പുതിയാപ്പിളാക്കുവാണേ നോക്കുമ്പോൾ അള്ളാഹ് വേണ്ട അറിയും. അള്ളാഹ് തലക്ക് സുഖമില്ലാത്തവൻ എന്ത് വേണ്ട പറയുവായി പുതിയാപ്പിള വേണ്ട. ഇത് തലന്നല്ല, മറ്റേ സുഖമില്ലാത്തേ ഉള്ളൂ. ഇതെന്തില്ല വൈ തലന്നല്ല. ഓനെ വലിയ ചോട്ടും കൂട്ടൊക്കെ ഇട്ട് ഓങ്ങനെ വരിക, നിസ്കരിച്ചില്ല. ആൾക്കാർ അതിന്റെ ടൈ, അതിന്റെ കോട്ട്, അതിന്റെ മറ്റേതൊക്കെ കണ്ടപ്പം ഭയങ്കര എന്തോ പുതിയാപ്പിളയായിരിക്കും. ഒരു പുതിയാപ്പിളയില്ല. നിസ്കാരം ഇല്ലെങ്കിൽ അള്ളാന്റെ അടുക്കൽ അവൻ മൃഗത്തിനേക്കാൾ അകപ്പെട്ടവനാണ്. എന്തിനാ അവനെ നോക്ക് പുതിയാപ്പിള എന്തിനാ? പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. നിസ്കാരമൊക്കെ ഉണ്ടായിക്കൂടെ അറിയും. ചില ബ്രോക്കർമാരെന്നുണ്ട്, ആ സാരില്ല, ഇപ്പത്തെ കുട്ടികളല്ലേ, പെണ്ണിട്ടാനായി ചെറിയ ചെക്കനാണ് ആണോ, നിസ്കാരം ഉണ്ടായിക്കോളും. നിസ്കാരം ഉണ്ടായാലല്ലോ, നിസ്കാരം ഇല്ലാത്തവന് ഒന്നിനും പറ്റില്ല. കച്ചവടത്തിന് പാർട്ണർഷിപ്പാണ്, നിസ്കാരല്ലേ ഓനെ കൂട്ടാൻ പറ്റില്ല. കാരണം ഓനെ അള്ളാഹുമായിട്ട് ഒരു ബന്ധമില്ല. അള്ളാഹ്ക്ക് കോപമുള്ളവനാണ്. ഓനെ പിന്നെ എന്തിനാ കൂട്ടുന്നത്? മുസീബത്ത് പൈസ കൊടുത്ത് വാങ്ങണമായിരുന്നു. മുസീബത്ത് പൈസ കൊടുത്ത് വാങ്ങണം. പക്ഷെ എനിക്കൊന്നും മനസ്സിലാകണേ ഇല്ല. ഒരാൾ നിസ്കരിച്ചില്ല, നമുക്കൊരു കുഴപ്പമില്ല. നമ്മളോട് നിസ്കരിക്കാത്ത ആളുടെ നമുക്കൊരു കുഴപ്പമില്ല. നമ്മളെ മൂത്താപ്പൻ്റെ മക്കൾ നിസ്കരിക്കൂല, നമ്മളെ അളാപ്പൻ്റെ മക്കൾ നിസ്കരിക്കൂല, നമ്മളെ അമ്മേൻ്റെ മക്കൾ നിസ്കരിക്കൂല, നമ്മളെ ഭാര്യൻ്റെ ആങ്ങളാരും നിസ്കരിക്കൂല. എന്താണ് അതിന്റെ കഥ? നിസ്കാരം അതേറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ്. നിസ്കാരമുള്ളവൻ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളതാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അലി റളിയല്ലാഹു അൻഹു തങ്ങളിൽ 2 അടിമകളുണ്ട്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എനിക്കൊരു അടിമനെ തരുമെന്ന് ചോദിച്ചു. വീട്ടിൽ പണിക്ക് എടുക്കാൻ വേണ്ടി നബി തങ്ങൾ സാഹസങ്ങൾ ചോദിച്ചു, 2 ആളുണ്ട്, എനിക്ക് ഏതാ വണ്ടി ചെടുത്തു പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള അതിന് തന്നാൽ മതി തന്നെ. അപ്പൊ നബി തങ്ങൾ സാഹസങ്ങൾ ഒരാളെ കാണിച്ചെടുത്തു, ഇവനെ കാണിച്ചു, മോനെ എടുത്തു പറഞ്ഞു. പക്ഷെ അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി ഒരു കാര്യം ശ്രദ്ധിക്കണം, മോനെ അടിക്കരുത്, മോൻ നിസ്കാരമുള്ള ആളാണ്. എന്ത്? നിസ്കാരമുള്ള ആളാണ്, മോനെ അടിക്കരുത്. നിസ്കാരമുള്ള ആൾക്ക് വലിയ വിലയാണ് അള്ളാന്റെ അടുക്കൽ. നമ്മള് ഒരാൾക്ക് വില കൊടുക്കാക്കലായാലും നിസ്കാരം കൃത്യമായിട്ട് പള്ളിയിലെ ഇമാമിനെ ദേഷ്യ ആരോട് കൃത്യമായിട്ട് നിസ്കരിച്ചാണ്. ഒരു ചെക്കണ്ടായി നോക്ക് 5 ഒക്കെ അടിച്ച് ഇങ്ങനെ എടുക്കുകയാണ്. ഓൻ ആരോ കൂട്ടി കൊണ്ടുപോയി ഒരു 3 ദിവസമൊക്കെ കൊണ്ടുപോയി നിസ്കരിച്ച പള്ളിക്ക് എന്നാൽ അവന്റെ ഏറ്റവും വലിയ ശത്രുരായിരിക്കും പള്ളിയിൽ ഉസ്താദിക്ക്. എന്തേപ്പം എനിക്ക് പറ്റി? എന്ത് പള്ളിക്ക് എന്തേനാ ചോദിച്ചത്? എന്തേ പറ്റിയത്? 5 അടിച്ചുമ്പോ ചോദിച്ചില്ല, എന്ത് എനിക്ക് എന്തേ പറ്റിയ? ഇവിടെ ഓവാത്തുമ്പോ ഇരിക്കണ്ടല്ലോ, ഇങ്ങനെ പുകട്ടിട്ട് മന്ത തലൊക്കെ താത്തി കുഞ്ഞി കണ്ണൊക്കെ ചോപ്പിച്ചിരിക്കണല്ലോ, എന്താ എനിക്ക് പറ്റിയെന്ന് അവിടുന്ന് ചോദിക്കൂല. പള്ളി നിസ്കരിച്ചാൽ 5 ഒക്കെ അടുപ്പിച്ച് വന്നാൽ എന്തേ എനിക്ക് പറ്റിയെന്ന് ചോദിക്കും. എന്നുവെച്ചാൽ എന്തോ പറ്റാൻ പാടില്ലാത്ത ക്യാവായി. എന്താ ഈ ദുനിയാവിന്റെ അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ദീനുള്ള ആൾക്ക് ദീനിനോട് വിലയില്ല. നിസ്കാരം എത്ര വലിയ അമലാണ്. പള്ളിക്കാർക്ക് വിലയില്ല. പള്ളി പൂട്ടാൻ നേരത്തെ ഏതെങ്കിലും ഒരാൾ സാധു വന്നാല് അത് പൂട്ടിയാൽ താക്കോൽ ഈ കാക്കന്റെ ഉണ്ടാവും.
എന്നാ ഒരാളൊരു യാത്രക്കാരനാണ്, അയാൾ നാളെ നിസ്കരിച്ചോട്ടെ, അവൻ്റെ അള്ളാഹുവിൻ്റെ കടമ പൂർത്തിയാക്കാനാണ്, തുറന്നു കൊടുക്കാന്ന്. അത് കുട്ടി നിങ്ങൾ അപ്പുറത്തെ ഉള്ളി അവിടെ പോയി നോക്കിയാൽ വായിപ്പിക്കുക. കുടിയിലെ താക്കോലായി അവൻ്റെ പള്ളിൻ്റെ താക്കോൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിസ്കാരം ഇത്ര വലിയ അമലാണെന്ന് ആലോചിക്കും. ഒരു മനുഷ്യന് ഭൂമിയിൽ ഏറ്റവും കിട്ടാൻ പറ്റുന്ന സ്വാതന്ത്ര്യം അയാൾക്ക് നിസ്കരിക്കാൻ അവസരം ഉണ്ടായാലാണ്. എന്തിനവസരം ഉണ്ടായാലാണ്? നിസ്കരിക്കാൻ അവസരം. അതുകൊണ്ട് നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. അതുകൊണ്ട് നിസ്കാരം കളയരുത്. എന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. വാപ്പ മരിച്ചെടുക്കാണ്, ഉമ്മ മരിച്ചെടുക്കാണ്, നിസ്കാരം അത് അതിൻ്റെ സമയത്താണ്. മരിച്ചേതായാലും മരിച്ചു, എന്റെ നിസ്കാരം കളഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷെ ആൾക്കാർ അറിയും ഉമ്മ മരിച്ചെടുക്കുമ്പോൾ അവൻ്റെ ഒലക്കമലെ ഒലക്കാന്ന് കൂടി ചോദിക്കും. എന്തിനാ ചേർക്കണം എനിക്കറിയില്ല. ആ സാധനം എന്താണെന്ന് ഒരു അതിന്റെ ഇൽമിക്ക് അറിയില്ല. ചൂടാകുക ആൾക്കാർക്ക്. നിസ്കരിക്കാൻ പോയാല് ഭാര്യ പ്രസവിക്കാൻ ലേബർ റൂമിൽ കയറി ബാങ്ക് കൊടുത്തിന് മാരി, പിന്നെ നിസ്കരിച്ചാൽ പോയ ആൾക്കാർ ചീത്തായി, അമ്മോശനൊക്കെ ചീത്തായി. ഇത്ര പെട്ടെന്ന് എന്റെ നിസ്കാരം എങ്ങനെ ഇവിടെ ആ വാതിലിന്റെ പുറത്തിങ്ങനെ നിന്നാല് എന്തായാലാണ്? ഒരു തലച്ചോറി മനുഷ്യർക്ക് ഇല്ലാത്തതിന്റെ കാരണം എന്താ? നിസ്കാരത്തിന്റെ അഹമ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. നിസ്കാരം വലുതാണ്. ഏതെങ്കിലും മരുവൻ ലേബർ റൂമിലുള്ള മരുവിന് ബാങ്ക് കൊടുത്തിനോ നിസ്കരിച്ചാൻ പോവാണ്, ഓൻ പോയിക്കോട്ടെ, ഓൻ്റെ അള്ളാന്റെ മുമ്പ് തല വെക്കട്ടെ. സത്യത്തിൽ എന്താ ചെയ്യേണ്ടി പറഞ്ഞാല് പുതിയാപ്പിള നിങ്ങൾ പള്ളിയിൽ പോയിട്ട് എന്ത് ചെയ്തോളി, നിസ്കാരത്തിന് വിഭാഗത്തിൽ കഴിഞ്ഞോളി, ഇവിടെ നടക്കാനുള്ള കൂടെ നടന്നോളൂന്നും അത് പറയേണ്ട ആൾക്കാർ അത് ഫർള് നിസ്കരിച്ചാൻ പോയാൽ ചീത്താറി. ആൾക്കാർ വിചാരിച്ചാൽ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആയ ഓൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കലാണ്. എന്ത് ഇബാദത്തും ഓരോടുള്ള സ്നേഹവും കടമയൊക്കെ. ഭായി ആദ്യത്തെ കടമ ആരോടാണ്? അള്ളാഹിനോടാണ്. അള്ളാഹു അക്ബർ കേട്ട എല്ലാ കടമയും സ്റ്റോപ്പായി. പിന്നെ ആരാണ്? അവിടെ നിസ്കാരത്തിന്റെ കാര്യം അത് വലിയ കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കണം. കല്യാണത്തിന്റെ പേരിൽ നിസ്കാരം ഒഴിവാക്കുക, മരിച്ചതിന്റെ പേരിൽ നിസ്കാരം ഒഴിവാക്കുക, മരിച്ചതിന്റെ പേരിൽ നിസ്കാരം ഒഴിവാക്കുക, കല്യാണത്തിന്റെ പേരിൽ നിസ്കാരം ഒഴിവാക്കുക. ഇന്ന് കല്യാണമൊക്കെ അല്ല, ഇന്ന് ലീവ്. ഒരു ലീവും ഇല്ലാത്ത സാധനമാണ് എന്ത് സാധനം. നമ്മൾ പറഞ്ഞില്ലേ പള്ളിക്ക് ലീവ് ഉണ്ടായില്ല. ഇപ്പൊ കൊറോണ വന്നപ്പം എന്തായി? പള്ളിയും ലീവായി. നമ്മളെ ബലഹീനത അല്ലാണ്ട് വേറൊന്നുമില്ല. ഈ സാധനത്തിനെ നിയന്ത്രിക്കാൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? അതുകൊണ്ട് ശരിക്കും വിശ്വാസികളെ ഓരോ ഇബാദത്തിന് വിട്ടുകൊടുക്കണം. ഒരു കരയട്ടെ, എന്നിട്ട് അള്ളാഹ് മാറ്റട്ടെ. പക്ഷെ ഇത് പറയാനുള്ള ആളുകൾക്ക് ഓൽക്ക് അള്ളാഹ് വിശ്വാസമില്ല. പിന്നെ എന്താ കാട്ടുക? പിന്നെ നമ്മൾ തന്നെ അനുഭവിക്കണം. ശരിക്കും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വന്നതാണിത്. അതുകൊണ്ട് നിസ്കരിച്ച് അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു മുസീബത്ത് നീങ്ങാൻ വേണ്ടി നിസ്കരിക്കണം. നിസ്കാരം ആയുധാണ്. മോമിന്റെ ആയുധാണ് എന്ത്? നിസ്കാരം. അവൻ നിസ്കാരത്തിന് വിരിച്ചാൽ അവന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. അവന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. രണ്ടരക്കാലത്ത് നിസ്കരിച്ച അവന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. ഒരു മേവാത്ത് പറഞ്ഞാൽ ഹരിയാനന്റെ ഒരു സ്ഥലത്തിലാണ്. ഒരു പ്രത്യേക അവസ്ഥയുള്ള ആൾക്കാരാണ്. ഓരോ കാര്യം തീരുമാനിച്ചാൽ പിന്നെ ആ കാര്യം തന്നെ ഉണ്ടാവില്ലേ. അപ്പൊ അവര് വിദേശത്തേക്ക് ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്, ജമാഅത്തിൽ പോകാൻ വേണ്ടിയിട്ട് അയാള് പാസ്പോർട്ടൊക്കെ കൊണ്ടുപോയി കൊടുത്തിരുന്നു. പക്ഷെ അയാളെ പാസ്പോർട്ടും 2-3 പാസ്പോർട്ടിൽ വിസ അടിച്ചില്ല. എന്തോ കാരണത്തിന്റെ പേരിൽ അടിച്ചില്ല, റിജക്റ്റായി. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല. റിജക്റ്റ് ആയി എന്നൊന്നും പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ പോയാലോ, ഞാൻ അടുപ്പിച്ചാലാണ്. അപ്പോൾ ഇവര് പറഞ്ഞു എന്നാൽ അദ്ദേഹം പാസ്പോർട്ട് നിങ്ങൾ പോയി അടുപ്പിച്ചു വന്നോളി, നമുക്ക് പോകാറുണ്ട്. കാരണം അവിടെ പോയി അടിച്ചില്ല എന്നുള്ള ഇവൽക്കറിയാം, പറഞ്ഞേക്കണവർക്ക്. ഇതേ പോയി അവിടെ ആ കൗണ്ടറിൽ എംബസിയിൽ പോയി ക്യൂ ഒക്കെ നിന്നു. അയാൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു ഇതിൽ അടിക്കാൻ പറ്റില്ല, അങ്ങോട്ട് നല്ലവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അയാൾ വന്നു. ഒരേ നിശാനി എന്താണ്ടാ കാരണം വലിയ തലകെട്ട കെട്ടുക, കഫൻ തുണിയൊക്കെ അയിമൽ തന്നെ ഉണ്ടാവും. അങ്ങനെ 5-8 ചുറ്റൊക്കെ ചുറ്റിട്ടുള്ളതല്ല. അത് അവിടെ കഴിച്ചിട്ട് മൂപ്പരായിൻ്റെ ഒരു മൂലയിലവിടെ വിരിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ ലൈനിൽ വന്നു. അങ്ങനെ ലൈനിൽ വന്നപ്പോൾ മൂപ്പര ഊഴെത്തി. അവ വീണ്ടും പാസ്പോർട്ട് എടുത്തു. അപ്പോൾ അയാൾ നോക്കി ഞങ്ങളോട് പറഞ്ഞില്ല ഇത് ഇങ്ങോട്ട് നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ അയാൾ നല്ലവർക്ക് പറഞ്ഞു. അയാൾ വന്ന് പിന്നെയും തൽപ്പ അയച്ചു, അവിടെ അയച്ചു, നിസ്കരിച്ചു, പിന്നെയും നിന്നു. 2-3 പ്രാവശ്യമായപ്പോൾ ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. അയാൾക്ക് ദേഷ്യം പിടിച്ചാക്കും.
അതില് മേവാത്തി പറഞ്ഞു, തൂ തേരാ കാം കരൂ മേ മേരാ കാം കരേഗ. ഇജി എന്റെ പണി എടുത്തോ, അടിക്കാൻ പറ്റില്ല എന്ന് പറയലാണ് എന്റെ പണി. ഇജ എടുത്തോ, ഞാൻ എന്റെ പണി. ഇജാണിത് അടിച്ചു തരാന്നുള്ള വിശ്വാസം എനിക്ക് വേണ്ടേന്ന്. ഇയാളന്മാര് ഡയലോഗ് ഇട്ടിട്ട് അയാളാകെ അന്തം വിട്ട്. ഇനിയിപ്പോ ഈ മൊല്ലാജിനെ ഇനി വെറുതെ, ഈ മൊല്ലാജിമാരെപ്പോഴും എല്ലാവർക്കും പേടിയാ. കാരണം എന്താ പേരാന്ന്, ഏത് അല്ലല്ലാന്ന് പറഞ്ഞോണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അള്ളാവും ഉണ്ടാവും. പേടി ഓർക്കുണ്ടാവും. പേടി ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഓൽക്കൈ. അവിടെ വേഗം മുല്ലാജി കടിച്ചു കൊടുത്തു, വേഗം വിട്ടു. കാരണം എന്തൊക്കെ നടക്കാന്ന് പറയാൻ പറ്റില്ല. ഇത് നിസ്കാരനെ. അവിടെ നമാസ് ഏറ്റവും വലിയൊരു സാധനമാണ് നിസ്കാരം. പ്രശ്നം വന്നാൽ അപ്പം നിസ്കരിക്കാം. പ്രശ്നം വന്നാൽ അപ്പം നിസ്കരിക്കാം. നിസ്കരിച്ച് അള്ളാനോട് പറയാം, അള്ളാഹു പ്രശ്നങ്ങളെ പരിഹരിച്ചു. കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസ് ഉണ്ടായിരുന്നു. 2000 കാലഘട്ടങ്ങളിലാണ്. 97 മുതൽ 2000-ന്റെ ഉള്ളിലായിരിക്കണം ആ സംഭവം നടന്നത്. മലപ്പുറത്തുകാരനായ ഒരാള് അവിടെ വന്നു. എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. എൻ്റെ പഴയ പരിചയക്കാരനാണ്. അപ്പൊ എന്നോട് കോഴിക്കോട് വന്നപ്പോൾ പിന്നെ അവിടേക്ക് വരുന്നതാണ് ഇന്ന് വർത്താനൊക്കെ വരാൻ വേണ്ടിയിട്ട്. എന്നോട് പറഞ്ഞു, പാസ്പോർട്ടിന് ഇതാക്കി പെട്ടെന്ന് കിട്ടണം, SP-ന്റെ ഒപ്പ് വേണം പറഞ്ഞു. അന്ന് SP-ന്റെ ഒപ്പ് ഉണ്ടായാലും വേഗം പാസ്പോർട്ട് എന്ത് ചെയ്യും? സ്പീഡൊന്നും ഇല്ലല്ലോ ഇന്നത്തെ മാതിരി. ഭയങ്കര പണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ കിട്ടുക. കുറേ കാലം കഴിഞ്ഞിട്ടാണ് വന്ന് പാസ്പോർട്ട് കിട്ടുക. SP-ന്റെ ഒപ്പ് ഉണ്ടായാൽ വേഗം കിട്ടുമായിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, SP-നെ അറിയണം, നിങ്ങൾക്ക് അറിയോ, ആരെങ്കിലും ഒക്കെ അറിയാം. ഞാൻ എനിക്ക് മലപ്പുറത്ത് SP-നെ ഒന്നും അറിയില്ലല്ലോ, ഞാൻ കോഴിക്കോടല്ലേ. ഞാൻ പറഞ്ഞു, ഈ വാസിത്തൊക്കെ ഒന്നും നിൽക്കണ്ട, SP-ന്റെ ഓഫീസിക്ക് ധൈര്യത്തിൽ പോയിക്കോ, 2 നിസ്കരിച്ച് പോയിക്കോ. അങ്ങനെ നിസ്കരിച്ച് നേരെ വന്നു മലപ്പുറത്ത് SP-ന്റെ ഓഫീസിക്ക്. ഓർക്ക് ഏതാ SP-ന്റെ ഓഫീസൊന്നും അറിയില്ല. ആരോ പറഞ്ഞു കൊടുത്ത് അവിടെ അങ്ങനെ എത്തി. അങ്ങനെ അവിടെ കാണിച്ചപ്പം അവിടെ ഉള്ള മുന്നിലിരുന്ന പോലീസുകാരോ ചോദിച്ചു, എന്താ SP-നെ കാണാനാണ്, സാറിനെ കാണാനാണ്. ഒരു അനുവാദം കൊടുത്ത് അങ്ങനെയാണ് അവർ കയറിയത്. ഇപ്പൊ ഈ SP ഇടയിലൊന്നും എനിക്കറിയില്ല. ഓൻ അതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ വന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുകളിൽ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ. ഓ അങ്ങനെ വന്നപ്പോ എവിടുക്കാ പോകേണ്ടത്, ഏതാ SP, പിന്നെ പോലീസ് സ്റ്റേഷനും അല്ലേ, ഇതെന്തൊക്കെ പറഞ്ഞ ചിലപ്പോൾ ചൂടൊക്കെ ആവുമല്ലോ. അങ്ങനെയാണല്ലോ ആൾക്കാരെ ധാരണ. ഈ കയറി പരിചയമില്ലാത്തവർക്ക് വലിയ വേദറിയിക്കും. ഓ അങ്ങനെ നിൽക്കുമ്പോണ്ട് ഒരാളിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവനെ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ആളാണ്, നല്ല താടിയൊക്കെ വെച്ച്. അപ്പൊ ഇവനെങ്ങനെ നോക്കിയപ്പോ ഇയാളെ സ്റ്റെപ്പ് എന്നിട്ട് സ്ലിപ്പായി. ആരെ? SP-ന്റെ ഊർന്ന് ആടി ഇങ്ങനെ വന്ന അയാള്. അപ്പൊ ഇവൻ വലിയ ആളായതിനോട് ആട് പിടിച്ചു. ആരായാലും പിടിച്ചല്ലോ, വീഴാൻ വരല്ലേ, ആട് പിടിച്ചു, ഉഷാറായിട്ട് കൂട്ടി പിടിച്ചു. അതിലയാൾ വീണിൽ രക്ഷപ്പെട്ടു. അപ്പൊ അയാൾ ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു. അവിടെ SP സാറിനെ കാണാനാണ്. എന്തിനാണ് ചോദിച്ചു. അപ്പൊ പാസ്പോർട്ടിനാണ്. അപ്പൊ അവിടെ നിന്ന് ഒപ്പിട്ടെടുത്ത്, അയാൾ SP ആണ്. അവിടെ നിന്ന് ഒപ്പിട്ടെടുത്ത് മോളിന്ന് സീലച്ചേരാൻ പറഞ്ഞു. എന്നോടൊപ്പം തന്നെ പറഞ്ഞു, 2 ഫലം കണ്ടിട്ടോ തന്നെ. നിസ്കാരം ഭയങ്കര അമലാണ് കേട്ടോ. നമുക്ക് ആ റൂട്ട് അറിയാനിട്ടാണ്. ചില റൂട്ട് നമുക്ക് അറിയില്ലല്ലോ. ചില ഇപ്പൊക്കെ നല്ല ഉള്ളു വഴി റബ്ബർ സൈഡ് ചെയ്ത് നല്ല റോഡൊക്കെ ഉണ്ടാവും, നമുക്ക് അറിയില്ലവരാ. വളരെ ഷോർട്ട് വെക്കും, വണ്ടികളുടെ തിരക്കൊന്നുണ്ടാവില്ല. അതിലങ്ങാട്ട് കയറി എടുത്ത് അപ്പുറത്ത് വേഗം പോയി ചാടൊക്കെ ചെയ്യാം. പഴയമാതിരി കട്ടറൊന്നും ഇല്ല, ഇപ്പൊ നല്ല റോഡൊക്കെ. ഇതേപോലെ നിസ്കാരം ഭയങ്കര ഷോർട്ട് വേ ആണ്. ഭയങ്കര എളുപ്പത്തിൽ അള്ളാനോട് കാര്യങ്ങൾ. കാരണം അള്ളാന്റെ അടിമ അള്ളാന്റെ മുമ്പ് തലക്കാണ് അവന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി. വെറുതെ തെമ്മാടിയൊക്കെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്ന അള്ളാഹ് നിസ്കരിക്കുന്ന അടിമന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കൂല. പറഞ്ഞാൽ എന്തെങ്ങളാ അള്ളാനെ പറ്റി വിചാരിക്കുന്നത്? എന്തെങ്ങളാ അള്ളാനെ പറ്റി വിചാരിക്കുന്നത്? തോന്നിയാസിക്കും തെമ്മാടിക്കും അവന്റെ കാര്യങ്ങൾ നടത്തി കൊടുക്കണം. അള്ളാഹ്ക്ക് ഒരാവശ്യം നടത്താൻ വേണ്ടി അള്ളാഹിനെ മുമ്പിൽ സുജൂദ് ചെയ്ത് കരഞ്ഞോനെ ഓൻ അള്ളാഹ് എങ്ങനെ പഴക്കാം? പക്ഷെ നമുക്ക് അള്ളാഹിനെ ഇടപെടിച്ച് പരിചയമില്ല എന്ന് മാത്രം. അള്ളാഹുവിനെ ഇടപെടിപ്പിച്ച് പരിചയമില്ല നമുക്ക്. അള്ളാഹ് ഇടപെടും സാറിന്. അള്ളാഹ് ഇടപെടും അടിമന്റെ കാര്യത്തിൽ. ഇന്നും ഇടപെടും. ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഇപ്പൊ ആള് മാഷാ അള്ളാഹ് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഓപ്പോഴും ജീവിച്ചിട്ടുണ്ട്. ഓർക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, എനിക്ക് ഓർമ്മ ഉണ്ട്. അള്ളാന്റെ തർത്തീബാണ്. അള്ളാന്റെ തർത്തീബാണ്. ആവശ്യം. ഞാൻ ഒരിക്കലും യാത്രയില്ല, ഇടുക്കി ജില്ലയിലും ജമാഅത്തിലുള്ളത്. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ പയ്യനെ കണ്ടു. ഫോനോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. അപ്പോ നമ്മളെ ജമാഅത്തിൽ ഇങ്ങനെ കൂടി, നമ്മളെ കൂടെ അങ്ങനെ കമ്പനിയോട് ഇങ്ങനെ ഫുള്ള് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസത്തിനോട് പറഞ്ഞു, ഞാൻ അന്ന് ആലുവയിലിട്ട് പോകണമെന്നാണ്. ഞാൻ പറഞ്ഞു, ആലുവയിൽ ഇന്ന് തന്നെ എന്തായാലും വിടൂലെന്ന്. അന്നാടെ എന്തോ ഒരു പരിപാടി എടുക്കണ്ടേ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വല്ല പോകേണ്ടതാണെന്നൊക്കെ പറഞ്ഞു. ഒരാവശ്യമില്ല. എന്താവശ്യം ഒന്നും പറയില്ല ആവശ്യം. ഞാനാണെങ്കിൽ ആവശ്യം പറയാതെ അവനെ വിടൂലെന്ന് തീരുമാനിച്ചു.
ഓനെങ്ങനെ എൻ്റെ കൂടെ ഉണ്ട്, വിടൂല. ഓനെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചിട്ട് വരെ വിടൂല. അങ്ങനെ ലാസ്റ്റ് ഓൻ രാത്രി ഞാൻ വിടൂല എന്ന് ഓന് കണ്ടപ്പോൾ പിന്നെ പറഞ്ഞു നാളെ രാവിലെ എനിക്ക് ഇങ്ങനെ പോകണ്ട. എന്താണ് തന്നെ എന്നാ ഞാൻ പറയുന്നത്. അപ്പോൾ ഓനിങ്ങനെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 ദിവസം ജമാഅത്ത് പോയിന്. ഓൻ്റെ വീട്ടിൽ ജ്യേഷ്ഠൻ കുറച്ച് കടത്തിലെന്തൊക്കെ ആയി, വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം താൽക്കാലികമായി കുറച്ച് പൈസ ഓനോട് ഓൻ്റെ വാപ്പ പറഞ്ഞു. വാപ്പ അധ്വാനിക്കാനൊന്നും പോകാത്ത ആളാണ്. അപ്പോൾ ഇവനെ കുറച്ച് മിടുക്കനാണ്. അങ്ങനെ പറഞ്ഞു പെരയിലൊരു കാര്യത്തിന് പറ്റിയ കുട്ടിയാണ് ഇവന്. അവനോട് പറഞ്ഞു ഈ കുറച്ച് പൈസ ഇടുന്നെങ്കിൽ തർത്തിവാക്കുക തന്നെ. അങ്ങനെ ഓന് പഠിക്കുന്ന കുട്ടിയാണ്, ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഓൻ എഴുതുന്ന പൈസ ഉണ്ടാക്കാനാ. അങ്ങനെ ഓന് ആലുവയിൽ എടത്തല ആ പള്ളിയിൽ മഷൂറുണ്ടായി, സ്റ്റേറ്റ് മഷൂറാണ്. അതിനു വേണ്ടിയിട്ട് ഓൻ പോയതാണ്. അപ്പോൾ അവൻ അവിടെ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ച്, കുറേ നല്ല മനുഷ്യന്മാരൊക്കെ ഉള്ളതല്ലേ, 2 റക്അത്ത് നിസ്കരിച്ച് ഭയങ്കരമായിട്ട് ദുആ ചെയ്യണം. എല്ലാവരും നാസ്തക്ക് വേണ്ടി വിട്ടപ്പോൾ ഇങ്ങനെ ഒരു മൂലയിലിരുന്നോ ഭയങ്കര ഇരുന്ന് കരഞ്ഞതോ. കരയുന്ന കാര്യത്താണ്. പക്ഷേ എൻ്റെ വീടിൻ്റെ അവസ്ഥ എനിക്ക് ആരോട് കിട്ടാനാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഓൻ ഭയങ്കര കരച്ചിൽ കരയുന്നു നിസ്കരിച്ചിട്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരാളെ ഓനക്ക് ഒരു പരിചയമില്ല. ഓനക്ക് പരിചയം ഉണ്ടാവില്ല. കാരണം എന്താ, ഓൻ ഇടുക്കി ജില്ലക്കാരനാണ്. ഇത് എറണാകുളമാണ് ഉള്ളത്. മധുരല്ല. അവൻ ആദ്യം 3 ദിവസം പോയിട്ടുള്ളൂ, പിന്നെ പോയിട്ടില്ല. അയാൾ അവനോട് ചോദിച്ചു മോനെ അങ്ങനത്തെ വിഷമമുള്ളല്ലോ എന്നൊക്കെ ചോദിച്ചു. വർത്താനൊക്കെ പറഞ്ഞു. ഓൻ പറഞ്ഞു ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഓരോ പറഞ്ഞു അല്ല അവനക്ക് എന്തോ ഒരു പെർസെൻ്റ് ആയി പറഞ്ഞു. അങ്ങനെ ഇയാൾ ഭയങ്കര നിർബന്ധിച്ച് അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ, എൻ്റെ വീട് ഇവിടെയാണ്, ഞാൻ അങ്ങനെ പഠിക്കുകയാണ്, എനിക്കൊരു 2 ലക്ഷം റുപ്യൻ്റെ ആവശ്യം എൻ്റെ ഉപ്പക്ക് വീട് കൊടുക്കാൻ. എൻ്റെ ഉപ്പ ഇങ്ങനെ ജോലിക്ക് പോയില്ല, എനിക്കാണ് പെട്ടെന്നൊന്നും തരാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൽ വരെ അതിൽ അയാളിങ്ങനെ അവനോട് വർത്താനൊക്കെ പറഞ്ഞു. അവനോട് ഇങ്ങനെ എന്തൊക്കെ ചോദിച്ച് കുറച്ച് കഴിഞ്ഞ് കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ അപ്പം തന്നെ 2 ലക്ഷം റുപ്യ കൊടുത്തു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ അയാളെ കണ്ടത്. ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ ആ പൈസ അയാൾക്ക് തിരിച്ചു കൊണ്ടായി കൊടുക്കാൻ പോവുകയാണെന്ന്. അപ്പൊ വാങ്ങിയിട്ട് 2 കൊല്ലം 3 കൊല്ലമായിട്ട് കഴിഞ്ഞു. ഇയാളോ അവൻ്റെ അഡ്രസ്സ് വാങ്ങിയില്ല, ഒന്നും ചെയ്തില്ല. ഞങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ കൊണ്ടുവന്നുണ്ട് എന്ന് എനിക്ക് കൊടുത്തതാണ്. അയാൾ അയച്ച ആളാരാണ്? എനിക്ക് 2 ആളെ അറിയാം. ഒരാൾ മരിച്ചുപോയി, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലാക്കും. ഈ പൈസ കൊടുത്ത ആൾ മരിച്ചുപോയി, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലാക്കുമാറാവട്ടെ. ഖൈറിന്റെ എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കുമാറാവട്ടെ. ആളെന്നൊക്കെ പറഞ്ഞാൽ അറിഞ്ഞ ആളാണ്. ഞാൻ പറഞ്ഞ ആരാണ് അയാളെ കൊണ്ടുവന്നത്? ഒരു ചെറുപ്പക്കാരൻ, ഓനൊരു പരിചയമില്ല. ഓൻ പാൻറ് കുപ്പായി ഒട്ടത്, ജുബല്ല, തൊപ്പിയില്ല, താടിയില്ല. വേറെ തൊപ്പി ഉണ്ടാവും, ചെറിയ താടിയല്ല എന്ന് അവനെ കാണും. പക്ഷെ ഓന്റെ നിസ്കാരത്തിന്റെ താക്കത്താണ്. സാർമാരെ നിനക്കും നിങ്ങൾക്ക് പരിചയമില്ല, നമുക്ക് ആൾക്കാരോട് ചോദിച്ചാൽ കിട്ടിയാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്കറിയാം അയാൾ ഭയങ്കര സംഭവം കേട്ടോന്ന് പറയും. അയാൾ സംഭവമാണെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞു പഠിച്ചുള്ളൂ. അയാളെ സൃഷ്ടിച്ച അല്ലാഹു സംഭവമാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എന്തുകൊണ്ട്? നമ്മൾ അള്ളാഹിനെതിരെ ഇടപെടിച്ചിട്ടില്ല നമ്മളെ പ്രത്യത്തിൽ. അതുകൊണ്ട് ഒരു മൂമിനും ഭയങ്കര നിർഭയനായിക്കോ, ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് 2 റക്അത്ത് നിസ്കാരം ബസ് നിസ്കരിച്ച് അള്ളാഹിനോട് വാങ്ങുന്നവരായി മാറണം. നിസ്കാരം അതിനുവേണ്ടി തന്നതാണ്, അതിനുവേണ്ടി തന്നതാണ് നിസ്കാരം. ഒരു ഫർള് മാത്രമല്ലല്ലോ തന്നത്, സുന്നത്തുകൾ എന്തിനു തന്നതാണ്? അള്ളാഹിനെ സ്വന്താക്കിക്കോളി, അള്ളാഹിനെ സ്വന്താക്കിക്കോളി. നബി തങ്ങൾ സഹാബങ്ങൾ പല സഹാബാക്കളോട് പറഞ്ഞു, സ്വർഗത്തിൽ എന്റെ കൂടെ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സുജൂദ് കൊണ്ട് സഹായിക്കുക. ഈ കണ്ടമാന സുജൂദ് ചെയ്യും. സുജൂദ് ചെയ്യാൻ എന്താ? നിസ്കരിക്കാം. തൊട്ടേനും പിടിച്ചതിനൊക്കെ എന്ത്? നിസ്കാരം. നിസ്കരിക്കാം. ആവശ്യമെന്ന് അപ്പം നിസ്കരിക്കാം. അള്ളാഹ് പ്രശ്നത്തിൽ ഇടപെടും. നമ്മളെ അവസ്ഥ എന്താ പറഞ്ഞാൽ നമ്മളൊരു പ്രശ്നം വന്ന വേഗം അതിൻ്റെതായ ആൾക്കാരെ വരിക. പോലീസിന്റെ പ്രശ്നമാണെങ്കിൽ പോലീസുകാരായിട്ട് ബന്ധമുള്ള ആളെ വേഗം വിളിക്കും. രോഗമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഡോക്ടറായിട്ട് ബന്ധമുള്ള ആളെ വിളിക്കും. പൈസയായിട്ട് ബന്ധമുള്ള പ്രശ്നമാണെങ്കിൽ പൈസക്കാരെ വിളിക്കും. അവിടെയൊക്കെ വിളിച്ച് ആളോട് വിളിച്ച് അവൻ പറയാടാ ഈ കുറച്ച് നേരത്തെ വിളിച്ചില്ലെങ്കിൽ നിനക്ക് കഴിഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാവരും ഒഴിവൊഴിവുകളൊക്കെ പറയും. ലാസ്റ്റ് സമയമാകുമ്പോൾ പറയും അള്ളാഹു ഇന്നെ കുടിക്കരുത്, ഇന്നെ അപമാനിത്തലാക്കരുത് എന്നൊക്കെ പറയും. എല്ലാ അബൂബക്കറിന്റെയും മുഹമ്മദിന്റെയും അബ്ദുൽ ഖുദ്ദൂസിന്റെയും എല്ലാവരും വാതിലും പോയി മുട്ടിയൊക്കെ എല്ലാവരും കൊട്ടി അടക്കുമ്പോൾ പിന്നെ ആരോട് ചോദിക്കുക? അള്ളാഹിനോട് ചോദിക്കുക. സ്കരിക്കുന്ന അള്ളാഹിനോട് പറയും എനിക്ക് ഇത്ര പൈസന്റെ ആവശ്യമില്ല. അതൊരു വിഷയമല്ല വൈ, നമ്മളാണ് എങ്ങനെ അള്ളാഹ് തരിക എന്നൊക്കെ.
എങ്ങനെയാണ് അള്ള തരാന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കാര്യത്തിൽ നിലപാടുണ്ടാവില്ല. കാരണം അള്ള എങ്ങനെ തരാന്ന് ഇവനെങ്ങനെ ആലോചിക്കും. ഇവനെങ്ങനെ ഉണ്ടാക്കിയത് അള്ളാവും തെരല് പിന്നല്ല. ഇവൻ ഉണ്ടാക്കിയത് എങ്ങനെ? എന്തെന്നാ ഉണ്ടാക്കിയത്? സ്വർണത്തിന്റെ ആയിരുന്നല്ലേ? ആണോ? സ്വർണത്തിന്റെ ആയിരുന്നൊന്നും അല്ലല്ലോ ഉണ്ടാക്കിയത്. മനുഷ്യന് വേണ്ടാത്ത മ്ലേച്ഛമായ അയിന്ന് ഉണ്ടാക്കുക. മനുഷ്യനുണ്ടാക്കി എത്ര സുന്ദരമായി, അതിന് ഫുള്ള് തർത്തീവുണ്ടാക്കി, കണ്ണുകൊടുത്ത്, എത്ര ലെൻസ് ഉണ്ട്. ഈ കണ്ണിന്റെ ലൈറ്റ്സിനെ കുറിച്ചൊക്കെ പഠിച്ചാൽ ബുദ്ധി ഭ്രമിച്ചു. കാരണം ലോകത്ത് ഇങ്ങനത്തെ ഒരു ഇത്ര സ്ഥലത്ത് ഇത്ര വലിയ ക്യാമറ, കണ്ണ്, ലൈറ്റ് ഒന്നും ഫിറ്റ് ചെയ്യാൻ ഇന്ന് വരെ ഒരാൾക്കും കഴിയൂല. ഫുൾ സംവിധാനം ഇതൊക്കെ ഉണ്ടാക്കി അള്ളാഹ്ക്ക് പിന്നെ ഒരു 10 ലക്ഷം ഉറുപ്പിക കൊടുക്കാനാണ് പണി. ഇവൻ 10 ലക്ഷം തന്നെ എന്തോ സംഭവം വിചാരിച്ചിക്കാണ്. അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ 10 ലക്ഷം ഈ പുഴ ഇങ്ങനെ ഒഴുകുണ്ട്. ശരിക്കും അതിന് ചാർജ് ഈടാക്കുകയാണെങ്കിലോ, അതിന് മോട്ടർ, നമുക്കൊരു വെള്ളം ഒഴുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തിരമാല ഉണ്ട്, കണ്ടില്ല നിങ്ങള്? ഒരു പാർക്കിൽ തിരമാല ഉണ്ട്. പാർക്കിൽ തിരമാലന്റെ ഷോ ഉണ്ടാവും, ഒരു അരമണിക്കൂറുണ്ടാവും, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ തിര വരുന്നമായി ചെയ്യലാണ്. എന്ത് ചെയ്യലാണ്? മോട്ടറൊക്കെ വെച്ചിട്ട് സിസ്റ്റം ചെയ്തിട്ട് തിരന്റെ മായി. എന്നാലും ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ അല്ല. ഒറിജിനൽ കടലൊന്നും ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാളോട് ചോദിക്കില്ല. അതിന് മോട്ടറില്ല, വയറിംഗ് ഇല്ല, കറണ്ട് ഇല്ല, ഒന്നുമില്ല. ഞമ്മക്ക് ഒരു സ്ഥലത്ത് ഇത് ഉണ്ടാക്കണമെങ്കിൽ, ഒരു തിരമാല ഉണ്ടാക്കണമെങ്കിൽ അരമണിക്കൂർ ഗ്യാപ്പ് ഇടുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ അതിന്റെ മെഷീൻ എന്താണ്? ഒന്ന് ചൂടാറി, ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ്. അതാപ്പൊ നമ്മളെ കഥ. ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുനടക്കണം. അല്ല എത്ര കോടി ഉറുപ്പിന്റെ എത്ര പരിപാടികളോട് നടക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല് 4 ബൾബ് ഇട്ട് നമ്മൾ ഓഫാക്കിയാളാണ്. ഇത് സൂര്യ രാവിലെ അതിൽ ഉള്ളിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയത്? കള്ളുടിച്ചുകൊണ്ട് കള്ളു വരാന് തെറ്റാതെ അളവ് നോക്കിയിട്ട്. നിങ്ങൾ ഒറ്റ കാര്യം നോക്കി, ഫുള്ള് ലൈറ്റ്, അതിനാരോട് പൈസ ഈടാക്കില്ല. ഇത്ര വലിയ സംവിധാനമൊക്കെ കൊണ്ടുനടക്കുന്നുണ്ട്. നമുക്കൊരു പെര വെറുതെ കൊണ്ടുനടക്കാൻ കഴിയില്ല, ഒരു ഓഫീസ് വെറുതെ കൊണ്ടുനടക്കാൻ കഴിയില്ല. ഇതൊക്കെ കൊണ്ടുനടക്കുന്ന അള്ളാഹ് ഇവന്റെ 10 ലക്ഷത്തിന്റെ പ്രശ്നം. നിങ്ങൾ എന്താ നമ്മൾ അള്ളാഹിനെ പറ്റി വിചാരിച്ച്? നമ്മളപ്പോ വിചാരിക്കും പൈസ ഒന്നും ഇപ്പൊ അള്ളാഹു തരൂല, കണ്ണൊക്കെ തരും. പിന്നെ കണ്ണ് അയച്ചാ സാധനമൊക്കെ തരും. എന്ത് തരൂല? ചില അമ്മമാരുണ്ട്, പൈസ തരൂല. മുട്ടയണ വാങ്ങിയരും, പിന്നെ കൊടണ വാങ്ങിയരും, ചെരുപ്പണ വാങ്ങിയരും, പൈസ മാത്രം. നമ്മൾ അതേമാതിരി ഒരു അമ്മനെ കാണുന്നത് ആരെ? അള്ള പൈസ ആവശ്യമുള്ളവന് പൈസ കൊടുക്കും. അടിമന്റെ ആവശ്യം എന്താണെന്നാണ് അള്ള നോക്കുന്നത്. ചോദിച്ചാൽ തരും. എങ്ങനെ തരും എന്നൊക്കെയാണ് നിസ്കരിച്ചുമ്പോൾ തന്നെ ആലോചിച്ചത്. നിസ്കരിച്ച് നോക്കുക. ഏതായാലും അയാൾ പറഞ്ഞല്ലേ, അള്ളാഹ് തല അപ്പന്നെ അറിയും ചരക്കാ പോയി കഴിയുന്നത്. കാരണം ഈ നോക്കലാരൊന്നും ആർക്കും ആവശ്യമില്ല. അള്ളാഹ് പരീക്ഷണം അള്ളാന്റെ കാര്യത്തിലില്ല. ഇത് യഖീനി ബാത്താണ്. എന്റെ നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വിശ്വസിച്ചാൽ? നിങ്ങൾ മുഴുവൻ പ്രശ്നത്തിനും പരിഹാരം നിസ്കാരത്തിലൂടെയാണ്. നിങ്ങൾ ആവശ്യങ്ങൾ മുഴുവൻ അള്ളാഹിനോട് ചോദിച്ചോളൂ നിസ്കരിച്ചിട്ട്. അത് പരീക്ഷിക്കേണ്ട സാധനമല്ല, പരീക്ഷിക്കേണ്ട സാധനമല്ല. അത് യഖീനി അസ്ബാബാണ്, ഉറപ്പായ കാര്യമാണ്. നിസ്കരിക്കുക, അള്ളാഹിനോട് ചോദിക്കും. നിസ്കരിക്കുക, അള്ളാഹിനോട് ചോദിക്കും. നിസ്കരിച്ച് ചോദിച്ചു നോക്കി. സംശയിച്ച് നിസ്കരിച്ചാൽ നടക്കില്ല. കിട്ടുന്ന ഉറപ്പോട് കൂടി നിസ്കരിക്കും. ഒന്നുകിൽ ഹൈറ് തരും. ചിലപ്പോൾ നമ്മൾ 10 ലക്ഷം ചോദിച്ചിട്ടുണ്ടാവും, കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മുടെ നിസ്കാരം പോയി എന്നൊന്നും വിചാരിക്കണ്ട. അള്ളാഹ്ക്കറിയാം ഇവന് 10 കൊടുത്താൽ എന്താ അവസ്ഥ ഉണ്ടാകാൻ. ചിലപ്പോൾ അതിനേക്കാൾ ഹൈറായത് നമുക്ക് കൊടുക്കുന്നുണ്ടാവും. മനസ്സിലായില്ലേ? ഞാൻ കുറെ നിസ്കരിച്ചു നോക്കി, കിട്ടിയില്ല, ഒന്നുമില്ല. പിന്നെ കുറെ നിസ്കരിച്ചില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടോ? ഞാൻ കുറെ വിളിച്ചു കിട്ടിയില്ല പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിനർത്ഥം എന്താ? ഒരാളെങ്ങനെ കുറെ വിളിച്ചു കിട്ടിയില്ല, എന്ത് ചോദിച്ചു? നമ്പർ നോക്കട്ടെ. നമ്പർ, ഈ നമ്പർ ഞാൻ കുറെ വിളിച്ചു കിട്ടിയില്ല. അപ്പൊ എന്താ ഇതിന്റെ പറഞ്ഞാല് റേഞ്ച് ഉണ്ടായിണ്ടാവില്ല. മാഫി ഷെഫ്ക മറ്റേ സാധനം ഉണ്ടാവില്ല. എന്താ അതിന്റെ പേര്? അതിന്റെ ഇതില്ലേ, കുറ്റികൾ, ടവർ, അതില്ല. അതില്ലാത്തോണ്ടാണ്. അതിനകത്ത് നമ്പർ കേടൊന്നല്ല, വിളിച്ചാല് ലൈനിൽ വന്നാൽ കിട്ടും. നിങ്ങൾ നിസ്കാരം ആ കറക്റ്റ് ഇതിൽ കുടുങ്ങി കിട്ടണം. ഏല് ചില ബൈക്കൊക്കെ ഉണ്ട്, അടിച്ചു നോക്കിയാൽ കിട്ടൂല, സ്റ്റാർട്ട് ആവില്ല. അങ്ങനെ കിക്കർ അടിച്ചാൽ അങ്ങനെ അടിച്ചാൽ എന്ത് ചെയ്യില്ല. അതിനകത്ത് ബൈക്ക് ഒഴിവാക്കി പോലെ ആൾക്കാർ ഉണ്ടോ? അമ്പലത്തിനോട് പറഞ്ഞു,
അടിച്ചുകൊടുക്കുമ്പോൾ ഇതൊക്കെ എന്ത് ബൈക്ക്, ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ്. എന്താണ് ഒറ്റയടിക്ക് സാധാ ബൈക്കാണ്. അപ്പം ഇപ്പം പറഞ്ഞു ഞാൻ ആ അടിയാ തെരഞ്ഞുകൊണ്ടിരിക്കണത്. ഇത് ആ ഒറ്റയടിണ്ടല്ലോ, അത് തെരയാണിത്. ഇതേമാതിരി നിസ്കരിച്ചാൽ കിട്ടും. ഇപ്പൊ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, പിന്നെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഏതോ ഒരു നിസ്കാരം ഉണ്ടാവും, പോയിട്ട് എന്താക്കും, അത് കൊളത്ത് കഴിയുമ്പോൾ പോയിട്ട് ഇപ്പത്തെ നിസ്കാരം കറക്റ്റ് ആയിട്ടില്ല, ലൈൻ കറക്റ്റ് അല്ല, ബിസി ഉണ്ടാവില്ല. ഒരാൾ വിളിച്ചുമ്പോ പിന്നെ വേറെ ആൾ വിളിച്ചാലേ ബിസി. എന്താ അള്ളാക്കില്ല, അതല്ല ഭയങ്കരമാണ്. എല്ലാവരും കൂടി ചോദിച്ചാൽ എല്ലാവർക്കും കൊടുക്കും. പക്ഷെ ലൈൻ കറക്റ്റ് ആക്കണം. എന്നുവെച്ചാൽ ഗഫ്ലത്തിന്റെ നിസ്കാരം മതിയാവില്ല. അതുകൊണ്ട് ഒരാൾ അധ്വാനിക്കേണ്ടത് നിസ്കാരം നന്നാക്കാൻ വേണ്ടിയിട്ട്. എന്തിനു മേലെ പരിശ്രമിക്കേണ്ടത്? നിസ്കാരം നന്നാക്കാൻ. നമ്മൾ തീരെ പരിശ്രമിക്കാത്തത് എന്താണ്? നിസ്കാരം. നമ്മളെ മക്കളോട് പറയും പോയി നിസ്കരിക്കുന്നതാണ്. പോയി നിസ്കരിക്കും. നമ്മളൊക്കെ നിസ്കരിക്കും. ശരി, നിസ്കരിക്കൽ മാത്രമല്ല, നിസ്കാരത്തെ നന്നാക്കണം. അത് നമ്മളും നന്നാക്കണം. നിസ്കാരം എന്ന് പറഞ്ഞത് ശരിക്ക് ഒരു അള്ളാഹുവായിട്ടുള്ള ഒരു മുഴുകലാണ്. നിരുതങ്ങ സാഹസങ്ങൾ പറഞ്ഞ അസ്സലാത്തു മേറാജുൽ മൂമിൻ, മൂമിന്റെ രഹസ്യ സംഭാഷണമാണ് ആരായിട്ട്? അള്ളാഹുവായിട്ട്. നിസ്കാരത്തിൽ ഭയങ്കര ഒരു മതമുണ്ട്. അതുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരത്തിന് കയറിയാൽ അറിയില്ല. റാബിയ അദവിയ മിസ്രിയ, ഒരു വലിയ സ്ത്രീ ഉണ്ടായിരുന്നു, ആബിദത്തായ സ്ത്രീ ആയിരുന്നു. അവരെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞു, നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞിട്ട് രാത്രി ബെഡ്റൂമിൽ ഭർത്താവിനോട് ചോദിക്കും, ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഭർത്താവ് പറയാൻ ആവശ്യമില്ല പറഞ്ഞാൽ പിന്നെ ഒരു അള്ളാഹുലേക്ക് എത്തും. ശരിക്കും അതിനാണ് അള്ളാഹു ഉപയോഗിച്ച വാക്ക് തത്തജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. തത്തജാഫ എന്ന് പറഞ്ഞാൽ വസ്തുക്കളിൽ നിന്ന് എന്താ, ആ സ്ത്രീ ഭർത്താവിനെ വിട്ട് മാറി, അതിനാണ് തത്തജാഫ എന്ന് പറയുന്നത്. ജഫ മാറിക്ക, അല്ലാഹുവിലേക്ക് ഇങ്ങനെ മുറിഞ്ഞു വീഴാം. അതിലിങ്ങനെ എന്താ, നമ്മള് മറ്റേ ഗെയിമൊക്കെ കളിക്കുന്ന മാതിരി. ഗെയിം കളിച്ചാൽ കുട്ടി എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, പെണ്ണുങ്ങൾ ചോദിച്ചിട്ട് ചായ എടുത്തേക്കണോ, അന്ന് നമ്മളെന്താ ചെയ്തിട്ടുണ്ടാവില്ല, പറയുമായി. നമ്മളങ്ങനെ ആ സ്കോർ മരിക്കുന്ന എത്താനുള്ള തിരക്കിലേക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും സാധനം കണ്ടുകൊണ്ട് കേൾക്കുക, അങ്ങനെ അതിന്റെ മൂർധന്യാവസ്ഥയിൽ ഉണ്ടാവുമ്പോൾ ചായ എടുത്തേക്കട്ടെയൊക്കെ ചോദിച്ചാൽ ഒന്നും പറയുന്നുണ്ടാവില്ല. എന്നിട്ട് അവസാനം ഓളോളം പഠിക്കുകയുണ്ടാവും. കുറച്ച് കഴിഞ്ഞൂടെ 9:30 മണി ചായ എടുത്തില്ല, അങ്ങോട്ട് ഞങ്ങൾ 3 പ്രാവശ്യം വന്ന് വിളിച്ചു നമ്മൾ അബു അറിയാലേ എന്ത്, അതിന്റെ പേരാണ് എന്ത്, മുറിയാന്ന് പറഞ്ഞത്. വസ്തുക്കൾ അങ്ങനെ മുറിയാ. ഇത് ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കുകയാണ്, ഇത് ഉണ്ടാവും. വൈ ദുനിയാവിന്റെ വസ്തുക്കളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ എന്ത് ചെയ്യും? ഏറ്റവും സൗന്ദര്യവാനായ, എല്ലാം ഉണ്ടാക്കിയവനായ, ഖാലിഖായ, പൾസ് ഫുൾ അറിയുന്നേ. ഞാനത് പറയുമ്പോൾ ഇന്ന അറിയണ്ടേ, കേൾക്കുമ്പോ നിങ്ങളെ മനസ്സറിയണ്ടേ, അതറിയുന്ന എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അള്ളാനെ, അള്ളാഹ് വെച്ചുള്ള ലിങ്ക് അയാളുടെ ഇങ്ങനെ കയറി കിട്ടിയാൽ ഭയങ്കര രസിക്കും. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കാലിന് അമ്പൂരുമ്പോൾ ഭയങ്കര വേദന. അതേ പറഞ്ഞ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ, നമ്മളൊക്കെ നിസ്കാരത്തിൽ എന്താ ഊരാ നോക്കിയാ പറയാം, നിസ്കാരം കഴിഞ്ഞോട്ടെ. ഇത് ഞാൻ പച്ചമക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാ, പച്ചമക്ക് നോക്കാം. എന്തിനാ പച്ചമക്ക് നോക്കി, കാരണം അപ്പള ഊര എന്തൊരു ക്യാബായി. നമുക്ക് ഇങ്ങനെ കേൾക്കാണ്, നമ്മളെ തെർബിയത്ത്, നമ്മളെ തെസ്കിയത്തൊക്കെ നടന്നത് അങ്ങനെയാണ്. പച്ച അത് ഇത് ഒക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പറയണേ, നിസ്കാരത്തൊക്കെ കയറുമ്പോൾ ഊരിക്കോളിന്ന്. അങ്ങനെ ഊരി അറിഞ്ഞില്ല, കരുത്ത് മറ്റേത് കുടുങ്ങിന്. ഏത് ലിങ്കൈന് അള്ളാഹുവായിട്ട് ഭയങ്കര മസയിക്കും. അള്ളാഹുവായിട്ടുള്ള അഭിമുഖ സംഭാഷണം. നിസ്കാരം എത്ര രസമുള്ള അമലാണ്. ഒരു നിസ്കാരം അത്ര രസമുള്ള അമലാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഭയങ്കര സൗന്ദര്യമുള്ള നബിയാണ്. ഭയങ്കര സൗന്ദര്യം. നമ്മളൊന്നും സൗന്ദര്യം കണ്ടില്ല. യൂസുഫ് അലൈഹി സ്വലാമിന്റെ സൗന്ദര്യം അജീബാണ്. അതൊക്കെ അള്ളാഹ് ഒരു മോഡലിന് ഇടുന്നാണ്. ഒരു 1 പീസ് എന്തിന്, ഭൂമിക്ക് ഇങ്ങനെ ഒരു ചുരുക്കുള്ള. എന്താണ് അള്ളാഹു ചുരുക്കെടുത്താൽ എന്താണ് അത്ര രസമുള്ള എന്തേക്കും യൂസുഫ് അലൈഹി സ്വലാം.
അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിലെത്തി. ഒരാൾ പൈസ എടുത്ത് വാങ്ങിയിട്ടുണ്ടായതാണ്, ചെറിയ പൈസക്ക്. ബഹ്സ് എന്ന് പറഞ്ഞാൽ 10ന്റെ താഴൊക്കെ ലൈനൊക്കെ എന്നെ പറയും. ചെറിയ പൈസക്ക് വാങ്ങിക്കൊണ്ടേ ആ കുട്ടിനവിടെ പോറ്റി. മാഷാ അല്ലാഹ്, കൊട്ടാരത്തിലായി. നല്ല ചെറുപ്പക്കാരൻ, നല്ല സൗന്ദര്യം. കൊട്ടാരത്തിലെ സ്ത്രീ സ്വാഭാവികം ഭയങ്കര സൗന്ദര്യത്തിൽ ഹഠാത് ആകർഷിക്കപ്പെട്ടു. ആ സ്ത്രീ തിന്മക്ക് വേണ്ടി മെനക്കെട്ടു. ആ സ്ത്രീ നിന്ന് യൂസുഫ് അലൈഹി സ്വലാം രക്ഷപ്പെട്ടു. പക്ഷെ ഈ വാർത്തകൾ എങ്ങനെ മൂടിച്ചാൽ എന്താവും പുറത്താവും. അങ്ങനെ നാട്ടിലേക്ക് പുറത്തായി. അപ്പൊ സ്ത്രീകൾ ഉണ്ടാവും, അയൽക്കൂട്ടം, മറ്റേ കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, മനസ്സിലായില്ലേ? ആ കൂട്ടം ഈ കൂട്ടം എന്നൊക്കെ പറഞ്ഞ കുറെ സ്ത്രീകളുണ്ടല്ലോ, കോഴിക്കോട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട്, എല്ലാ ഇടപാടുകളും, മനസ്സിലായില്ലേ? നല്ല കാക്കട്ടെ, എന്തൊക്കെ ഉണ്ടാകാന്നുള്ളത്. അങ്ങനത്തെ കുറെ സ്ത്രീകൾ. പെണ്ണുങ്ങളൊക്കെ അങ്ങനെ പറയണേ. നമ്മളെ രാജാവിന്റെ പെണ്ണുങ്ങളുണ്ടല്ലോ, വലിയ ആൾക്കാരെ പെണ്ണുങ്ങളെ പറ്റിയൊക്കെ എന്തെങ്കിലും ഇത് കിട്ടിയാൽ വലിയ ആൾക്കാര് ഓലെ പറ്റി ഇളിപത്ത് പറയാൻ ഭയങ്കര ടേസ്റ്റ്. നല്ലൊരു ആലിം അയാളെ ഈപത്ത് വരിക, നല്ലൊരു നേതാവ് അയാളെ ഈപത്ത് വരിക, നാട്ടിലൊരു കാര്യപ്പെട്ട ആള് അയാളെ ഈപത്ത് വരിക. അതിലും ആളുകൾക്ക് ഭയങ്കര മസയ്ക്കും. എന്താണോ അയാഴ്ചക്ക് ഭയങ്കര. ഇതേപോലെ കൊട്ടാരത്തിലെ ഒരു പെണ്ണാണ്. ശരിക്കും ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചാൽ ആ പെണ്ണായോണ്ട് അത്ര ആയിക്കും. നമ്മളൊക്കെ എന്തായിക്കും, പക്ഷെ ഒന്നും ആലോചിക്കൂല. അതിലിങ്ങനെ ഈ പെണ്ണുങ്ങളെ പറ്റി, ഈ കൊട്ടാരത്തിലെ ഈ രാജ്ഞിനെ പറ്റി ഇങ്ങനെ കുറ്റം പറയാൻ തുടങ്ങി. അത് ഈ സ്ത്രീ അറിഞ്ഞു. രാജ്ഞി ഒരു കുറച്ച് വെളുണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്തു? ഈ പറഞ്ഞ അയൽക്കൂട്ടത്തിൽ ആ ടീമിനെ വിളിച്ചു, ഇവിടെയുള്ള ഈ ആശാ കൂട്ടത്തിന് ഇങ്ങോട്ട് വിളിച്ചു, പിന്നെ വേറെ കൂട്ടുണ്ടായ എല്ലാ കൂട്ടത്തിനും വിളിച്ചു. അതിലേ ഓലൊക്കെ വിളിച്ചു കൂട്ടി ഇരുത്തി. ഓലൊക്കെ നല്ല വെൽക്കം. അന്നത്തെ വല്ല പാർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുത്തി. നല്ല വാഴ്ചതത്തിലഹുന്ന മുത്തക്കൻ ഖുർആൻ ഒരു ചാരി ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. എല്ലാ ഓരോരുത്തർക്കും കത്തി, സിംഗിൾ അല്ലാണ്ട് ഒരു കത്തി എല്ലാവരും വിളിച്ച് അങ്ങനല്ല, ഒറ്റ എല്ലാവർക്കും ഓരോരോ കത്തി. എല്ലാവർക്കും കത്തി കൊടുത്തു. എന്നിട്ട് ഓരോ കയ്യിൽ പഴമൊക്കെ കൊടുത്ത്, ആപ്പിളോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും, അതൊക്കെ ഇങ്ങനെ മുറിക്കാനുള്ള എങ്ങനെയാണ്. വഖാലത്ത്, ആ സ്ത്രീ പറഞ്ഞു, കൊട്ടാരത്തിലെ സ്ത്രീ പറഞ്ഞു, ഉഖ്റുജ് അലൈഹിം, ആ ആശ, ആ പിന്നെന്താ അയൽക്കൂട്ടം, പിന്നെ നാട്ടുകൂട്ടം, എന്തൊക്കെ കൂട്ടം, ആ ഓരവിടെ നിൽക്കിട്ട് ഓല അയൽക്കൂടെ പോയിക്കോ പറഞ്ഞു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിലൂടെ എങ്ങനെ പോയി. അപ്പൊ എല്ലാ സ്ത്രീകളും ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. അതിലൂടെ ഇങ്ങനെ ഒരു പ്രകാശം പോവുക. യൂസുഫ് നബിനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ എന്ത് കൗമത് ചെന്മൈമരങ്ങളെ ആകെ പോയി അപ്പം പറയണ്ടി. ഏത് നിങ്ങള് മറ്റേ കുടുങ്ങിയതാണ് പോട്ടെ, കാണാൻ പോകുന്നില്ലോ. നമുക്ക് കാണിച്ചു തരട്ടെ. ഓരൊക്കെ കാണണ ഏടന്നെ പോണോ, മൃഗത്തിൽ തന്നെ പോണോ, അപ്പൊ കാണാൻ പുതിയ. യൂസുഫ് അലൈഹി സ്വലാം അങ്ങനെ പോയി. പോക്കാണ്. പോയപ്പോ ഇവരിങ്ങനെ ഇത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിലാണ് യൂസുഫ് നബി പോണത്. അങ്ങനെ അത് മുറിഞ്ഞു. ആ പെണ്ണുങ്ങൾ അതിലൂടെ പോകാൻ വേണ്ടി പറഞ്ഞു. ആ പെണ്ണുങ്ങൾ ഇങ്ങനെ യൂസുഫ് അലൈഹി സ്വലാമിനെ ആ പെണ്ണുങ്ങൾ കണ്ടപ്പം ഖത്തഅനഅയ്ദിയഹും, അവരുടെ കൈകളെ ഒരു മുറിച്ചു കളഞ്ഞു. കൈയോട് മുറിഞ്ഞു. പഴം മുറിക്കണേൻ്റെ കൈ മുറിഞ്ഞ അറിഞ്ഞില്ല. അള്ളാണ് സത്യം, എന്താണ് ഇതൊരു മനുഷ്യനല്ല, ഇല്ല മലക്കുൻ കരീം, ഇതൊരു മാന്യനായ മലക്കാണ്. എന്തേക്കാ സൗന്ദര്യം, എന്തേക്കാ സൗന്ദര്യങ്ങൾ ആലോചിക്കുക. മുറിഞ്ഞറിഞ്ഞില്ല, ഒരു പെണ്ണല്ല, എല്ലാവരും. ആ യൂസുഫിനെ പിന്നെ ഉണ്ടാക്കിയ അള്ളാനോട് സംസാരിക്കുന്ന ആള് അതിൽ ലയിച്ചോയാല് ലയനം നടക്കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ ലയനം നടക്കണ്ടല്ലോ, അതുകൊണ്ടല്ലേ കയ്യൊക്കെ മുറിഞ്ഞത്. പന്തലിന്റെ പ്രാന്തുള്ള ആളുകൾക്കറിയാം, പെനാൽറ്റി പോസ്റ്റ് ബോൾ ഉണ്ടായ അള്ളയും ആഹുറും ദുനിയാവും ഒക്കെ
മറക്കുത്ത് എങ്ങനെങ്കിലും വലൻ്റെ ഉള്ളിൽ അത് 2 ഗോളിൽ തോറ്റിക്കുകയാണെങ്കിൽ പിന്നെ വിരലൊന്നും നോക്കിയില്ല. പിന്നെ അവസാനം വിരലെന്ന് ചോരൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ് എന്തറിയാ, കേൾക്കാൻ പോകുമ്പോഴാണ് അറിയല് എന്ത് ആ നഖത്തിൽ ചവിട്ടുണ്ടിന് അവിടെ കൊണ്ടുവരണം ഒക്കെ പിന്നെ അറിയില്ല. അതാ സ്പിരിറ്റിൽ അറിയില്ല, അതൊരു ലയനാണ് അവിടേക്ക് ബോളെത്തുമ്പോൾ. ഇതേപോലെ നിസ്കാരത്തിൽ അങ്ങനത്തെ ലയനമുള്ള ആൾക്കാരുണ്ട്. ഒരു സഹാബി യാത്ര ചെയ്ത് വന്നതാണ്. അപ്പൊ അദ്ദേഹം ഭാര്യനോട് ചോദിച്ചു, ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചു. യാത്ര കഴിഞ്ഞ് വരുന്ന ദിവസം ഭാര്യന്റെ അവകാശമാണ് 2 റക്അത്ത് ഭാര്യ ആയിക്കോട്ടെ, അയാൾ നിസ്കരിക്കാൻ തന്നെ. അവൾ ഖുർആൻ സുബീന്റെ വാങ്ങും ഇങ്ങനെ കൊടുക്കുന്നു. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്താ അക്രമ, നമ്മളോട് നിങ്ങൾക്ക് ഒരു ബന്ധുവില്ല എന്ന് ചോദിച്ചു. പറഞ്ഞു, അല്ല, നീ വിഷമിക്കരുത്, ഞാൻ സ്വർഗത്തിന്റെ തോട്ടങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് അങ്ങനെ പോയതാണ്. ഞാൻ സൂറത്ത് വാക്കിയ ഓതിയാല് ഏതെങ്കിലുമൊക്കെ പോകും. വേറെ രസലായ പടലകളായി മുള്ളില്ലാത്ത ഇലന്ത മരങ്ങൾ. അവരുണ്ടാക്കിയിട്ടുണ്ട്. അവരെ നാം കന്യകകളാക്കിയിട്ടുണ്ട്. അതിലൊക്കെ പോയാല് ശരിക്കും അതിൻ്റെ ആ അവസ്ഥയിൽ ഉണ്ടായാൽ ഖുർആൻ ഇങ്ങോട്ട് പോരാൻ ആളെ പിടിച്ചുകൊണ്ടുവരേണ്ടി വരും. പക്ഷെ നമ്മൾ ഖുർആൻ എടുത്ത ഉറക്കും. ഉറക്കുളിക്കാനേക്കാളും പവറുള്ള സാധനമാണ് എന്ത്? ഒരാൾ ഉറക്കില്ല എന്ന് പറഞ്ഞാൽ അയാളോട് പറയാൻ കുറച്ചേരം ഖുർആൻ ഓതിയാൽ മതിയായിരുന്നു. എന്നോട് ഒരാൾ ഉറക്കില്ലാതെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞ കുറച്ച് ഓതിയാൽ മതിയായിരുന്നു. അപ്പൊ എന്നോട് ഓതാൻ കഴിയില്ലായിരുന്നു. സംഗതി ഊതിയ ഉടനെ എന്ത് വരും? ഉറക്ക് വരും. അങ്ങനെ ഉറങ്ങും. നമുക്ക് ഉറക്കുളിക്കായി. പക്ഷെ ഖുർആൻ അതിന്റെ ലയനം, അതിന്റെ നിസ്കാരം, അതിന്റെ ഹരം, അതിൽ അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അത് ഭയങ്കര രസമുള്ളതാണ്. അന്ന് നമുക്ക് ആ രസം പെരുമാറാം. അതുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഉള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അന്ന് സഹാബകളുടെ കാലം തന്നെ അപ്പോഴും അതിൽ മസലുള്ള ആൾക്കാരുണ്ട്, നിസ്കാരത്തിൽ രസമുള്ള ആൾക്കാരുണ്ട്. ഞാനൊരു എൻ്റെ കൂട്ടുകാരനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ സാധാരണ നമ്മളിവിടെ തമാശക്ക് പറഞ്ഞിട്ടുണ്ടാവുന്നതാണ്. അവനോട് ഞാൻ അങ്ങനെ എന്തോ ഒരു ഖുർആൻ ഓതുന്നതിനെ പറ്റി ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, മാഷാ അല്ലാഹ്, നിസ്കാരത്തിൽ മാത്രം ഞാൻ ഒരു ഖത്തം തീർത്തു പറഞ്ഞു റമദാൻ്റെ. അപ്പൊ ഞാൻ ഇത്രയും ചോദിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞു, അന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഓതുകയായിരുന്നു. ഭയങ്കര രസിക്കായി. ഞമ്മക്കിതൊന്നും അറിയില്ല, കാരണം നമ്മക്ക് വേറെ പലതും ആയിപ്പോയി. അള്ളാഹിനോട് ഒരാൾക്ക് ഉറുമ്പുണ്ടായാലേ അള്ളാഹ്ക്ക് സമയം കൊടുക്കൽ എളുപ്പമാണ്. ഒരാൾക്ക് ഭാര്യയുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ കുളത്തുടുങ്ങലുണ്ട്. ഏതെങ്കിലുമൊക്കെ ഓഫീസിലോ ഏതെങ്കിലുമൊക്കെ ഒരു കുളത്തുടുങ്ങുന്നു. എത്ര സമയം കൊടുക്കും നോക്ക്. ആർക്ക് പിന്നെ കുടുങ്ങിയല് ഒറിജിനലിന് ഫോൺ ഇവിടുന്നൊക്കെ ചില ആൾക്കാർ ഫോണേയില്ലേ. അപ്പൊ ഞാൻ മുദ്രക്കാരൊക്കെ പോകണമെങ്കിൽ അപ്പൊ മനസ്സിലാക്കില്ല ഇത് ഭാര്യയൊക്കെ വിളിക്കുന്നത് കേട്ടാരെ. പിന്നെ വേറൊത്തില്ലല്ലോ, എന്നാ പിന്നെ വെക്കട്ടെ അപ്പൊ മനസ്സിലാക്കാതെ എവിടെയാണ് പോയി. ഇത് ഒറിജിനലാണ്. കാരണം എന്താ, മറ്റേ അങ്ങനെ പറഞ്ഞോണ്ടിട്ടുണ്ടാവും. ഇത്ര സമയം ചിലവ്. അതിന്റെ ഒരു മസ കയറിയാൽ അതിന് സമയം കണ്ടെത്തും. അള്ളാഹുവിന് വേണ്ടി സമയം കണ്ടെത്താൻ ഒരാൾ അള്ളാഹിനെ ഹുബ്ബായാൽ, അള്ളാഹു പറ്റി ഇഷ്ടായാൽ, അള്ളാഹു ഇഷ്കായാൽ പിന്നെ അള്ളാഹ്ക്ക് സമയം കൊടുക്കൽ എളുപ്പമാണ്. നമ്മൾ അള്ളാഹിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചാൽ മതി. എത്ര കരുണുള്ളവനാണ് അവന്. നമ്മളെ ഫുള്ള് രഹസ്യം മറച്ചു വെച്ചു. നല്ല പട്ടുകൊണ്ട് മറക്കലിന്റെ പല ഐറ്റംസ് ഉണ്ട്. നല്ല വി ബോർഡ് കൊണ്ട് മറക്കും, നല്ല അതിനോട് മറക്കും. അള്ളാഹു താല എന്തെങ്കിലും ഈ പാവങ്ങളെ മറച്ചു വെച്ചത് നല്ല നല്ല പൂവൊക്കെ ഉള്ള മെത്തനോട് മറച്ചു വെച്ചത്. അതുകൊണ്ട് ആൾക്കാർ നമ്മളെ അടുത്തേക്ക് വരുന്നത്. ഭാര്യ നമ്മളെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മളെ കുട്ടികൾ നമ്മളെപ്പാന്ന് വിളിക്കുന്നത് കൊണ്ടാണ്. നമ്മളെന്തെങ്ങാനും പൊട്ടിയാൽ ഈ അള്ളാനെ നമ്മള് എന്താ കാട്ടുക? നിങ്ങൾ ഒറ്റ കാലിച്ചു. അതുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള മഹബത്ത്, അതിൽ നിസ്കാരം ഉണ്ടായാൽ ഭയങ്കര രസിക്കും. അള്ളാഹ് എനിക്കും ഇങ്ങൾക്കൊക്കെ തീരുമാനമാവട്ടെ. ഇത് നമ്മൾ പറഞ്ഞ് നമ്മളിൽ ഇത് ഉണ്ടാവണം. നമാസ്കി മഷ്കറോ, നിസ്കരിച്ച് നിസ്കാരത്തെ നന്നാക്കി. അത് നമ്മളെ വലിയൊരു ജോലിയാണ്. നിസ്കാരം ചാലുമായി കൗണ്ടർ ഓപ്പൺ ആയി കിട്ടിയാൽ പിന്നെ ഒരു ബേജാറില്ല. കാരണം എല്ലായിടത്തും നിസ്കരിച്ച ജോയിലത്തില്ലാവുമ്പോ മസാജിദ. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതപ്പെട്ടാണ് എവിടെയും പള്ളിയാക്കി. ഇപ്പൊ കോട്ടയത്ത് പോയി ATM കാർഡ് എടുത്തില്ല, ഒന്നെടുത്തില്ല, കുടുങ്ങി. പക്ഷെ കോട്ടയത്ത് പോയി നിസ്കരിച്ച് വാങ്ങുന്ന ആളാണെങ്കിൽ വെള്ളം അവിടെ ഉണ്ടാവും. നമ്മുടെ നിസ്കരിച്ച ഒറ്റ ചോദ്യം, അപ്പൊ അതിന് തർത്തിമുണ്ടാവും. അതുകൊണ്ട് പോയി നിസ്കാരം പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനാണ്.
അതുകൊണ്ട് കൊറോണന്റെ വലിയ ചികിത്സ എന്താണ് പറഞ്ഞാൽ നിസ്കരിച്ച അള്ളാനോട് നിങ്ങളെന്തൊന്നും പറയില്ലല്ലോ. നിസ്കരിച്ച അള്ളാനോട് ദുആ ചെയ്യലാണ് വലിയ ചികിത്സ. ബാക്കി അതിന്റെ മാസ്ക്, അതിന്റെ അകലം പാലിക്കല്, അതിന്റെ കൈ കേകല്, അതൊക്കെ മാഷാ അല്ലാഹ് അതിന്റെ അയലുകാർ പറയുന്നുണ്ട്. അത് നമ്മൾ സൂക്ഷിക്കാനുള്ളതാണ്, നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ്. പക്ഷേ അമൽ ശരിക്കും നിസ്കാരത്തിലുള്ള അള്ളാനോട് ചോദിച്ചു, അത് കണക്ഷൻ ആയാൽ കൊറോണ വന്നാലും ടെൻഷൻ ഉണ്ടാവില്ല. ഏതായാലും പോകാൻ നിൽക്കുകയാണ്, മാഷാ അല്ലാഹ് പോവാണ്. അള്ളാഹുവിലേക്ക് പോകണം, അള്ളാഹുമായിട്ട് ലിങ്കാണ്. നിസ്കാരത്തിൽ മസണ്ടാണ്, രസമുണ്ടാണ്. നിസ്കാരം രസമുള്ള അമലാണ്. ഞാൻ അറബികളുടെ കൂട്ടത്തിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു. സത്യത്തിൽ നിസ്കാരത്തിന്റെ രസം ഞാൻ ഒരേന്നിങ്ങനെ കണ്ടു. നിസ്കാരങ്ങൾക്ക് രസമുള്ള അമല് എന്നുവെച്ചാൽ ഇപ്പൊ ഒരു താലീമി ഗസ്റ്റിന് പോകും, ഞാനും അവരെ കൂടെ പോകും, രണ്ടാളുണ്ടാവും, അങ്ങനെ പോയി റൗണ്ട് അടിച്ച് ഇങ്ങനെ വരും. വന്നാൽ നേരെ ഒരു വരും. നമ്മള് ആലോചിച്ചിട്ടേ നിസ്കരിച്ചു. നമ്മള് പള്ളി കയറിയാൽ എന്ത് ധൈര്യത്തെന്നു ശരി അങ്ങനെ ഉണ്ടോ നിസ്കരിച്ചു. നിസ്കാരങ്ങൾക്ക് ഭയങ്കര രസമുള്ള അമല്. നമ്മൾ നോക്കിയിരുന്ന അതിന്റെ രസം ആസ്വദിച്ചു. കാരണം ഒരു അള്ളാനോട് അതിലൊരു മസണ്ട്, അതിലൊരു രസമുണ്ട്. അവിടെ നമ്മൾ നിസ്കാരം ചാലാക്കും, വീട് നിസ്കാരത്തിന്റെ സ്ഥലമാക്കണം. ഫർദ് പള്ളികളിൽ, സുന്നത്ത് വീടുകളിൽ. നബിതങ്ങളുടെ സാഹസം തങ്ങളുടെ അധിക സുന്നത്ത് എവിടെ നിസ്കരിക്കല്? വീട്ടിലാണ്. നിസ്കാരം വീട്ടില്, അവിടെ ഒറ്റയ്ക്ക് അള്ളാഹ് പറയാം കാര്യം. നമ്മൾ ഫർദ് തന്നെ എങ്ങനെങ്കിലുമൊക്കെ ഒപ്പിച്ച് തീർക്കലാണ്. ചെലോല് ജമ്മു കസറാക്കാൻ വേണ്ടി ആലോചിച്ച് നടക്കല. കാരണം എന്താണെന്ന് പറഞ്ഞാല് ദൂറിന്റെ കൂട്ടത്തിൽ അസ്റാട് നിസ്കരിച്ച മഗ്‌രിബ് വരെ പിന്നെ ഒന്നും ആലോചിച്ചണ്ട, ഗഫ്ലത്തിൽ ഇങ്ങനെ നടക്കുക. സത്യത്തിൽ അതല്ല, എന്നിട്ട് അള്ളാന്റെ അടുക്കെങ്കിലും പോണ്ടേ. അതുകൊണ്ട് ഗ്യാപ്പ് നോക്കി നിസ്കരിച്ചുകൊണ്ടിരിക്കുക, നിസ്കരിക്കുക, മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുക, നിസ്കാരത്തിൽ രസം ഉണ്ടാക്കുക. നിസ്കാരം ഏറ്റവും വലിയ അമലാണ്. നമ്മുടെ ജീവിതത്തിൽ നിസ്കാരം ഒഴിവാക്കരുത്. എന്ത് സംഭവിച്ചാലും നിസ്കാരം ഒഴിവാക്കരുത്. നിസ്കാരമില്ലാത്തവരോടുള്ള ബന്ധം ശ്രദ്ധിച്ചു വേണം വെക്കാൻ. എന്തുകൊണ്ടാണ്? ഓൻ അള്ളാഹുവിന്റെ അടുക്കൽ കോപിഷ്ഠനായിട്ടാണ് ഉണ്ടാകുക. ഓന്റെ നേർക്ക് അള്ളാന്റെ സഹായം ഉണ്ടാവില്ല. ബേനമാസി നിസ്കാരമില്ലാത്തവർ ഭയങ്കര സംഭവട്ടോ. നിങ്ങൾ നല്ല ആലോചിക്കണം ബേനമാസിന്റെ കാര്യത്തിൽ, നിസ്കാരമില്ലാത്തവന്റെ കാര്യത്തിൽ. നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. അതുകൊണ്ട് നിസ്കാരം ചാലാക്കണം, കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കണം. നിസ്കാരമില്ലാത്ത നാൾ അള്ളാന്റെ അടുക്കൽ ഏത് മുഖം കാണിക്കും? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാത്ത ആൾക്കാരായി. വലം നകു നുത്ഇമുൽ മിസ്കീൻ, മിസ്കീന്മാരെ ഭക്ഷിപ്പിക്കാത്തവരായിരുന്നു. മിസ്കീന്മാരെന്ത് ചെയ്യണം? മിസ്കീന്മാരെന്ത് ചെയ്യണം? ഭക്ഷിപ്പിക്കണം. എന്താ ഉള്ളത്? കൊണ്ട് ഭക്ഷിപ്പിച്ചു കൊടുക്കണം. മിസ്കീന്മാർക്ക് ആഹാരം കൊടുക്കണം. മിസ്കീന്മാർക്ക് ആഹാരം കൊടുക്കണം. വലം നകു നുത്ഇമുൽ മിസ്കീൻ വലാ യഹുല്ലു അലാ തആമിൽ. ഒക്കെ മിസ്കീൻ പറയുമ്പോൾ തആമാണ് പറയുന്നത്. അവർക്ക് ആഹാരം കൊടുക്കണം. കഷ്ടപ്പാടുള്ളവനെ അവന് നോക്കണം. ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു, കഷ്ടപ്പെട്ടാനൊന്നും കണ്ടില്ല, നരകത്തിൽ പോകേണ്ടി വരും പൈസ ഒക്കെ ഉള്ളതിനോട് കൂടി. അതുകൊണ്ട് കഷ്ടപ്പെട്ടവരില്ലാന്ന് പറഞ്ഞ തീരുമാനിച്ചു വിടരുത്. കഷ്ടപ്പെട്ടവരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ടോ ഇല്ലേ പോയി? കഷ്ടപ്പെട്ടവരുണ്ട്, നമ്മളില്ലാന്ന് വെറുതെ പറയണേ. ഗൾഫ് പോയെന്ന് വലിയൊരു പേരുണ്ടാക്കി മനുഷ്യർ പെരമ്മല് ചിലപ്പോൾ കുടുങ്ങിപ്പോകും. അയാൾ വിചാരിച്ചായിരിക്കും അയാൾക്ക് വരണ്ടായി. അയാൾ ഗൾഫിലേക്ക് ഉണ്ടാകാം, അതായിക്കോട്ടെ. അത് ഇവിടെ എടുപ്പിച്ചവർ വലിയ പടാ പരെടുത്തുണ്ടാവും. അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറമ്പ് വീഴും വരാവും. അതൊക്കെ ഉള്ള കാലമായിരുന്നു. ഒരവസ്ഥയിൽ അയാൾക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾക്ക് ഗൾഫിൽ മുടങ്ങി, അയാൾക്ക് ജോലി ഇല്ലാതായി, അയാൾക്ക് എന്തെങ്കിലും രോഗമായി. നമ്മൾ നോക്കല അയാളെ പെരേനെ പടാ പെരക്ക് അങ്ങോട്ട് പൈസ ചെലവാക്കണം. അത് ഇപ്പം ഇങ്ങോട്ട് തരും. വലിയ പെരേനായതുകൊണ്ട് നിങ്ങൾ കുറച്ച് പൈസ കൊണ്ടേ കൂടി വരും. പെരക്ക് പിന്നെ ചില പെയിന്റ് അടിക്കണം, പിന്നെ പൈസ ആണ്. അതിന്റെ ലീക്ക് എന്നാ അതിനകത്ത് പ്രൂഫ് ചെയ്യാൻ അതിന് വേറെ പൈസ ആണ്.
പക്ഷെ അയാൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു പെരണ്ടായിപ്പോയി അയാൾക്ക്. അതിന്റെ പേരിൽ ഇന്ന് അയാൾ പാവപ്പെട്ടവനായി ആ ചേളങ്ങൾ എങ്ങനെ മറക്കുക? അതുകൊണ്ടാണ് ഖുർആൻ ഇത്ര വലിയ താക്കീത് ചെയ്തത്. നരകവാസികൾ പറഞ്ഞ വാക്കാണ് ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, പിന്നെ വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ മിസ്കീന്മാർക്ക് ഭക്ഷിപ്പിക്കാത്തവരായിരുന്നു. ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടാവും. വലിയ വീട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഓല നമ്മൾ മെയ്താക്കൂല. അതുകൊണ്ട് ഓരോ മനുഷ്യനെ കണ്ടറിയണം, ഓരോ മനുഷ്യനെ കണ്ടറിയണം. പട്ടിണി കിടക്കേണ്ട ആൾക്കാർ, അഭിമാനത്തിന്റെ പേരിൽ ചോദിക്കാത്ത ആൾക്കാരുണ്ട്. അഭിമാനത്തിന്റെ പേരിൽ ചോദിക്കാത്ത ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ. ഞാൻ ഞങ്ങളോട് പറയല്ലേ, ഒരു ചെറുപ്പക്കാരൻ ഒരു നല്ലൊരു വീട് എടുത്തില്ല. പക്ഷെ നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് പെട്ടെന്ന് കുറച്ച് സമ്പത്തൊക്കെ വന്നപ്പോൾ ഒരു നല്ല വീട് എടുത്ത്, പറ്റിയൊരു വീട് എടുത്തു. ആ വീടിന്റെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ദിവസം മറ്റോ വൈഫിന്റെ ജ്യേഷ്ഠത്തി അവിടെ വന്നു രാത്രി താമസിക്കാൻ. രാത്രി താമസിച്ചു. രാവിലെ ഉണ്ടായി. അപ്പോൾ അവർക്ക് ഈ മറ്റേ ഇഡ്ഡലി വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിനവർ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി. അങ്ങനെ ഒരു കഴിച്ചതിന് ശേഷം ബാക്കി. അപ്പോൾ ഒരു 9-10 മണിയായപ്പോൾ തൊട്ടടുത്തുള്ളൊരു സ്ത്രീ, പുതിയ വീടാണ്, അവർക്ക് കഞ്ഞിന്റെ വെള്ളത്തിന് വേണ്ടി, അവർക്ക് എന്തോ മൃഗങ്ങളുണ്ട്, കഞ്ഞിവെള്ളത്തിന് വേണ്ടി വന്നതാണ്. അവർക്ക് കഞ്ഞിവെള്ളം ഓരോ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ സ്ത്രീ നിൽക്കി, പിന്നെ ഇവിടെ കുറച്ച് ഇഡ്ഡലിയും സാധനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഈ വെള്ളത്തേക്ക് ഇങ്ങനെ കൊട്ടി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, വേണ്ട ഇതിലിടണ്ട, നിങ്ങളൊരു കടലാസ് പൊതിഞ്ഞെന്നാളി, ഞാൻ രാവിലെ കടിയൊന്നും ഉണ്ടാക്കിയില്ല, കുട്ടികൾ വീട്ടിലുണ്ട്, ഞങ്ങൾ കഴിച്ചോളാം. ഇത് ഞാനൊരു ഖുർആൻ ക്ലാസ്സിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഈ ഏതോ ഭക്ഷിപ്പിക്കണ ഭാഗത്തിയപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ നിസ്കാരം കഴിഞ്ഞു, എന്നെ കാണാൻ വേണ്ടി കാത്തു നിന്നു. എനിക്കങ്ങനെ പരിചയമായിരുന്നില്ല. എന്നെ കാത്തു നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, ഞമ്മക്കറിയില്ല, നമ്മളെ പരിസരത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെ അവൻ പറഞ്ഞു, ഞാൻ അവിടെ പോയി നോക്കി. അപ്പോൾ ആ സ്ത്രീയുടെ വീട് ചെറിയൊരു ഇതിലൊക്കെയാണ്, സ്റ്റാർപ്പായ കെട്ടിയതാണ്, ഒരു അമുസ്ലിം കുടുംബമാണ്. അവൻ പറഞ്ഞു, പാവമായി, ഞാൻ കുറച്ചൊരു തർത്തീബൊക്കെ ഉണ്ടാക്കി, ഞാനെൻ്റെ കൂട്ടുകാരൊക്കെ കൂടി ഒരു വീടൊക്കെ ഉണ്ടാക്കി തർത്തീബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കി. നിങ്ങൾ പറഞ്ഞു വളരെ കറക്റ്റാണ്, നമ്മൾ വെള്ളത്തിൽ കിട്ടുന്ന സാധനം ഒരു പറയണ വെള്ളത്തിൽ കിട്ടുന്ന നമ്മളെ കുട്ടികൾക്ക് കൊടുത്തോളാം, എന്ത് അങ്ങനത്തെ പട്ടിണിക്കാരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിവരം കിട്ടിയപ്പോൾ മരിച്ചു. ചെറുപ്പക്കാരനാണ്. അല്ലാഹു അവൻ്റെ ഖബറിനെ വിശാലാക്കി കൊടുക്കുമാറാവട്ടെ. ഇങ്ങനെ കുറേ ആൾക്കാർ. അതുകൊണ്ട് പോയി നമ്മൾ എന്ത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നും ഉണ്ടാക്കിയില്ല, വിട്ടിട്ട് പോവാണ്. അതുകൊണ്ട് പാവങ്ങളുടെ കാര്യം അറിയില്ല, അത് അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അൽ ഖൽഖു അയാലുല്ലാഹ്, സൃഷ്ടികൾ അല്ലാഹുവിന്റെ കുടുംബാണ്. അവന്റെ കുടുംബത്തോട് സ്നേഹം കാണിക്കുന്നവരോട് അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണെന്ന് അല്ലാഹു പറഞ്ഞായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആൾക്കാരുടെ കഷ്ടപ്പാട് പട്ടിണിയാണ്. നമ്മൾ സുഖമായിട്ട് ജീവിക്കുകയാണ്. നമുക്ക് 5 കുപ്പായം 10 കുപ്പായം നമുക്കെല്ലാം ഉണ്ട്. നമ്മൾ ആരും നോക്കില്ല. താഴത്തേക്ക് ഇറങ്ങി നോക്കി, പൈസയായിട്ട് ഇറങ്ങി ചെലവാക്കി അല്ലാഹ് തരും. ഇതൊക്കെ അല്ലാഹ്ക്ക് വേണ്ടിയാ കൊടുക്കണേ. അല്ലാഹ് ഉറപ്പായിട്ട് തിരിച്ചു തരും. ഗവൺമെന്റിന് ആൾക്കാർ കോടികൾ ചെലവാക്കുന്നുണ്ട്, കോൺട്രാക്ടർമാർ. എന്ത് കണ്ടിട്ടാ? തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. ആണോ അല്ലേ? കോടികൾ ചെലവാക്കുന്നുണ്ട്, പാലുണ്ടാക്കാനും മറ്റുണ്ടാക്കാനൊക്കെ. ഇതിനേക്കാൾ വലിയ റബ്ബായ അല്ലാഹ് നിങ്ങൾ ചെലവാക്കിക്കോളി. അല്ലാഹ് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെലവാക്കിയാൽ അവൻ നിങ്ങൾക്ക് അതിനെ പകരം തരും. നിങ്ങളുടെ കയ്യിൽ നശിച്ചു പോകും, അല്ലാഹുവിന്റെ കയ്യിലുള്ളത് ബാക്കിയാവും. അല്ലാഹു ഉറപ്പ് തിരിച്ചു തരുന്നു. ഇത് തരുന്ന് പറഞ്ഞാൽ റബ്ബായ അല്ലാഹു ആണ്, ഓൻ തരാതിരിക്കൂല. അല്ലാഹു അസീസാണ്, ഓൻ വലിയ അന്തസ്സുള്ള ആളാണ്. ഓന് വേറെ ആരും ഇതൊന്നും വേണ്ട. നമ്മളെ തൽക്കാലം കൊടുക്കാൻ ഏൽപ്പിക്കാൻ, നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് പാവങ്ങൾ അന്വേഷിച്ച് കണ്ടറിയും, അവർക്ക് കൊടുക്കി, കഷ്ടപ്പാടുള്ളവർക്കൊക്കെ കൊടുക്കി, സംശയമുള്ളവർക്കും കൊടുക്കി. സക്കാത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ആൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നത്. 8 വിഭാഗത്തിന് കൊടുക്കാൻ പറ്റിയ സക്കാത്താണ്. ബാക്കിയുള്ളത് കൊടുക്കാൻ അർഹരായ കുറെ ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ ബാക്കി കൊടുക്കും. സക്കാത്ത് 1,00,000 2,500 രൂപ കൊടുക്കാൻ പറയുള്ളൂ. ബാക്കി 97,500 രൂപ തന്നെ തൊള്ളേ കിട്ടുമെന്നല്ല അല്ലാഹു പറഞ്ഞത്. നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്.
എൻ്റെ ആവശ്യത്തിന് 50,000 എടുത്തോ, ബാക്കി ഒരു 45,500 ആർക്കും കൊടുത്തോളാം. നിങ്ങളാകെ ബേജാറായിട്ടോ, അല്ലാത്ത ആളാ ഇയാൾ എന്നൊക്കെ. വായി കൊടുത്തോളി, അല്ല തരും. നമ്മളാണ് 2,500 മാത്രം കൊടുക്കും. അതിനിങ്ങനെ അന്വേഷിച്ച് പിടിച്ച് സൂചിയൊക്കെ വെച്ച് നൂലൊക്കെ പിടിച്ചു വെക്കിട്ട് എന്നിട്ട് ഓനോടെന്തോ ഉപകാരം ചെയ്ത മാതിരിയൊക്കെ പിറ്റേന്ന് ഓനെ കാണുമ്പോൾ മടക്കു തേച്ചില്ലെങ്കിൽ കണ്ണുക്ക് അങ്ങനെ പോടാ, എനിക്ക് 2,000 രൂപ ഞാൻ തന്നില്ലേ, ഞാൻ മറന്നോ, ഏടെ ഇവന്റെ അഴുക്കാണത്. ഒരാളെ മുടി പഴുത്തു, വലിയ കുരുണ്ടായി പഴുത്ത്, എന്നിട്ട് അത് പൊട്ടിച്ചപ്പോൾ ചിലവ് ചോരൊക്കെ ഉണ്ട്, അത് പഞ്ഞിയിലാക്കിയിട്ടാണ് വെച്ചിന്. എന്നിട്ട് പോകുമ്പോൾ ഒരുത്തന്നെ കൊടുത്താൽ ഓനെ വാങ്ങിയാൽ എന്താ നമുക്ക് ഓനോട് തോന്നുക? നിങ്ങൾ പറയും, എന്താ ഓനോട് തോന്നുക? കോഴി അർത്ഥം അതിന്റെ വേസ്റ്റ് ഉണ്ട്, അതിൽ കവറിലാക്കിന്. ഒരാൾ ഞാൻ വേസ്റ്റ് അല്ലേ വെച്ചാൽ ഞങ്ങൾ തോന്നുന്നു പോകുമ്പോൾ കളി വെച്ചാൽ അയാൾ കളഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക? മാഷാ അല്ലാഹ് ഞങ്ങൾക്ക് വേസ്റ്റ് കൊടുത്തില്ല, അങ്ങനെ തോന്നുക. നമുക്കെന്താ തോന്നുക? മാഷാ അല്ലാഹ് നമ്മളാ വേസ്റ്റ് ആ ചെങ്ങായി എന്താക്കിയെന്ന് അവർ കൊണ്ടുവരും മാഷാ താങ്ക്സ് എന്നൊക്കെ ഓനോട് നമ്മൾ പറയും. ഓനോട് നമുക്ക് ഭയങ്കര സന്തോഷം. ഇതേമാതിരി പോയി അവിടെ സക്കാത്ത് ആയതെങ്കിൽ വാങ്ങിയാൽ ഓനക്ക് ടാങ്ക്സ് അടിക്കണം, ഓനോട് പ്രത്യേക സ്നേഹം ഉണ്ടാവണം. പിന്നെ വേറെ എന്തൊക്കെ കിട്ടണം ഓൻ തന്നെ കൊണ്ടുപോയി കൊടുക്കണം. അന്ന് സക്കാത്ത് വാങ്ങിയോണ്ടെന്ന ചക്ക എൻ്റെ വക ജങ്ങായി വാങ്ങിയില്ലേ ഞാൻ കൊടുങ്ങൂലേ? എന്താ ആൾക്കാർ നമ്മൾ എന്നിട്ട് സക്കാത്ത് മാത്രമേ കൊടുക്കുള്ളൂ വിചാരിക്കാണ്. 97,000 രൂപ പിന്നെ ബാക്കിയാണ്. ആർക്ക് വെച്ചതാ? ചെലവാക്കി. ഖുർആൻ ഇത്ര പറഞ്ഞ വേറെ എനിക്കാകെ ഉള്ളൊരു സംഭവം ഞാൻ എനിക്ക് ഇങ്ങനത്തെ വായിച്ചു. അല്ലാഹു തആല ഏറ്റവും ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞൊരു സാധനം ഇൻഫാഖാണ്, ചെലവാക്കാനാണ്. അന്ന് തന്നെ കേട്ടോ, വലിയ സംശയമില്ല. കാരണം അടിമകളുടെ സകല മനസ്സിന്റെ കുരിഷ്ടു അറിയുന്ന ആൾ ആരെന്നെ ഉള്ളൂ. അവന്റെ മനസ്സിന്റെ ആ പിഷ്കത്തരം, അവന്റെ ആ പരിപാടിയൊക്കെ ചെറിയ കുട്ടികളെ മാതിരിയാണ്. ചെറിയ കുട്ടികൾക്ക് മുട്ടായി കൊടുക്കുക, മുട്ടായി കിട്ടാൻ വേണ്ടി കുറേ നേരം കാര്യം കണ്ടില്ല നിങ്ങൾ. വല്യപ്പാരൊക്കെ ഉണ്ട്, വെള്ളമുള്ള വല്യപ്പനുണ്ടോ, ഓരിങ്ങനെ മുട്ടായി ഉണ്ടായിരുന്ന ആ മുട്ടായൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഒരു ഇവരെ അടുപ്പിച്ചാൽ പറ്റില്ലല്ലോ, മുറ്റത്ത് കളിയൊക്കെ ഇരിക്കൂലേ, അതുകൊണ്ട് കുപ്പായൊക്കെ കഴിച്ച് വെച്ചിട്ടാണ് ഇവരെ കളിതുണ കൊടുത്തിട്ടാണ് ഇവരെ അടുത്ത് മല്ലിടാൻ നിൽക്കല്. അപ്പൊ അവരെ എവിടെയെങ്കിലും ഉയർത്തി വെക്കും. എന്നിട്ട് ഒരു മുട്ടായൊക്കെ കാണിച്ചെടുത്ത് എന്നിട്ട് അവരോട് ഇങ്ങനെ ആക്കി അവിടെ ഉമ്മണ്ട ഇവിടെ ഉമ്മണ്ട അത് പറഞ്ഞ് ഇത് പറഞ്ഞ് ഒക്കെ പറഞ്ഞ് അവർക്ക് കൈപ്പ കൊടുക്കും. കൊടുത്തൊക്കെ കഴിഞ്ഞാലൊക്കെ റൗണ്ട് അടിച്ച് എന്നിട്ട് അവരോട് ചോദിക്കാൻ ഒരു മുട്ടായി വെച്ച് നോക്കിയാൽ ആര് ഒറ്റ കൊടുത്തേക്കും ഇങ്ങനെ മുറുക്കി പിടിക്കും. വല്യാപ്പ കൊടുത്താണ്, എന്നാൽ വല്യാപ്പൊക്കെ ഒന്ന് കൊടുക്കണ കൊടുക്കല മുറുക്കിങ്ങനെ പിടിച്ച. ഇതേമാതിരിയാണ് നമ്മള് 1,00,000 രൂപ എന്തിന് 2,500 കൊടുത്താലാണ് ഇപ്പൊ നിർവാഹമില്ലാതെ കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള മുറുക്കി പിടിച്ചിട്ടാണ് വിടൂല. ക്യാവായി അവിടെ നിങ്ങളോട് ആകെ പറയാൻ ഖുർആൻ പഠിക്കണം. അതിൽ ഖുർആനിൽ ഇൻഫാഖ് പറഞ്ഞാൽ 1 ഉറുപ്പിക കീശയുണ്ടാവും. നമ്മളെ താറാ ചെലവാക്കും. സഹാബാക്കൾ അതുകൊണ്ടാണ് ചെലവാക്കിയത്. സഹാബാക്കൾ അതുകൊണ്ടാണ് ചെലവാക്കിയത്. അങ്ങനെ ചെലവാക്കി ഒരു അങ്ങനെ വന്നുകൊണ്ടിരുന്ന് നിസ്കരിക്കും ദുആ ചെയ്യും വന്നുകൊണ്ടിരിക്കുമ്പോ ഭയങ്കര രസമുള്ള റൂട്ടാണിത്. എക്കണോമിയിൽ നിങ്ങളിത് പഠിക്കാഞ്ഞിട്ടാണ്. നമ്മൾ കണ്ട BBA കണ്ട MBA ഒക്കെ പഠിക്കും, ഇത് മാത്രം പഠിക്കൂല. ടോപ്പ് എക്കണോമി സാധനമാണിത്. അതുകൊണ്ട് ചെലവാക്കണം. ചെലവാക്കോ? മാഷാ നല്ല മനസ്സിലാക്കി അവിടെ കൊടുത്തോളി. ഒന്നും ബേജാറാവില്ല, ഒന്നും ബേജാറാവില്ല. മരിച്ചാൽ ആഖിറത്ത് കാണും. ഇപ്പൊ ഞാൻ റൂമിലിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരാൾ മരിച്ചു പറഞ്ഞു. സ്ഥിരമായിട്ട് കൊണ്ടാണ് അവിടെ ആദ്യമേൽ ഇരിക്കണമെന്ന്. ഇയാളുടെ പേര് ജലീലോ, ജലീലോ. സ്ഥിരമായിട്ട് ഇവിടെ എന്താണ് നിങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല, കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. സ്ഥിരമായിട്ടുണ്ടാണ് ഒരു പാവം നിഷ്കളങ്ക മനുഷ്യൻ. വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസം റമദാനിൽ തീർച്ച അർഹനായ ആളാണ്. വെള്ളിയാഴ്ച നോമ്പുകാരനായി നോമ്പുകാലത്ത് മരിക്കാൻ അർഹതയുള്ള ആളാണ്. ഇപ്പോഴും പള്ളിയിലുണ്ടോ? അവിടെ വിളിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊക്കെ അള്ളാഹു വലിയ ഹൈറിന്റെ വഴികൾ തുറന്നു കൊടുക്കുമാറാവട്ടെ. ആ വിധവക്കും ആ മക്കൾക്കൊക്കെ അള്ളാഹു സംരക്ഷണം നൽകുമാറാവട്ടെ. ഞാൻ ഓരോരുത്തരും പോകുന്നുണ്ട് സഹോദരന്മാരെ. നമുക്ക് ഇതിനിടെ മനസ്സിലാവും. ഇവിടെ ഉണ്ടാവില്ലേ എപ്പോഴും സംസാരം കേൾക്കാനും എന്നോട് ഇങ്ങനെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നോട് വരെ വല്ലാതെ സംസാരിച്ചില്ല. എത്രയോ കൊല്ല ഇവിടെ എനിക്ക് ആളെ തന്നെയാണെന്ന് എനിക്ക് ക്ലിക്കാവാത്ത കൊണ്ടാണ്. എന്നോട് അങ്ങനെ വല്ല കണ്ട ചിരിക്കൊരു വർത്താനം പറയും. ഒരു സ്ഥലം ബസ് അത്രയും നമ്മൾ ഇതേമാതിരിക്ക് പോകും. അന്ന് നമ്മളീ കൊടുത്തതേ ഉണ്ടാവും. അതുകൊണ്ട് വറ്റാത്ത ഖജനാവിന്റെ ഉടമസ്ഥൻക്കാണ് കൊടുക്കണമെന്ന് മനസ്സിലാക്കി. ഓൻ പറഞ്ഞിട്ട് കൊടുക്കാൻ ഞങ്ങളോട് ഒരാൾ പറഞ്ഞു അയാൾക്ക് 500 കൊടുത്താലേ നമ്മൾ കൊടുക്കും. ഇന്ത്യ ജമ്മിലാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? അയാൾ തരും. വറ്റാത്ത ഖജനാവിന്റെ ഉടമസ്ഥനെ അല്ല പറയാണ് ഫക്കീര് മിസ്കീന് പാവപ്പെട്ടോന് കഷ്ടപ്പെടുന്നവന്. ഇനി സക്കാത്തിന് അർഹരല്ലാത്തവർക്കും കൊടുക്കണം. ഒരാൾക്കാരുടെ ഒരു സക്കാത്തിന് അർഹരായിട്ടില്ല, പക്ഷെ ഒരു കഷ്ടപ്പാടിലേക്ക് അങ്ങനെ ഉണ്ടാവും.
സക്കാത്തിന്റെ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സംഗതിയൊക്കെ ഉണ്ടാവും. പക്ഷെ അയാൾ കഷ്ടപ്പാടിലേക്ക് ഉണ്ടാവുക. അയാൾക്കൊക്കെ കൊടുക്കുക. ആദ്യം ആർക്കും കൊടുക്കാം. ഇളമ കൊടുക്കാം, മൂത്തമ്മ കൊടുക്കാം, അളാപ്പ കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം. എല്ലാവർക്കും കൊടുക്കി സമ്പത്ത് ചെലവാക്കി. അപ്പൊ അള്ളാഹു ഏറ്റതാണ്. എന്തായാലും തിരിച്ചു തരും. ഉറപ്പായിട്ട് തിരിച്ചു തരും. പറഞ്ഞിട്ട് കൊടുക്കാണ്. പിന്നെ അത് തിരിച്ചു തരാക്കൂല. അവിടെ നമ്മൾ കേട്ടാ 1,00,000 2,500 രൂപ എടുത്താല് പ്രശ്നം തീർന്ന്. അങ്ങനെ ഒരു 5,000 രൂപ അങ്ങനെ ചുറ്റി പിടിച്ച് 100 200 ആക്കി ഓരോരുത്തരും കൊടുക്കുക. അണ്ടമാനാക്കി. ഈ പ്രാവശ്യം എന്ത് കൊടുത്തിന്? സക്കാത്ത് കൊടുത്തിന്. ചിലരുടെ അവനൊന്നും സക്കാത്ത് കൊടുത്തിട്ടും കാര്യമില്ല. അവന് ഇത്ര കൊടുത്താൽ നന്ദില്ല എന്നൊക്കെ പറയും. ആര്? കർപ്പന കണ്ടപ്പോൾ അവന് വണ്ടിപ്പന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഇവനെ കണ്ടപ്പോൾ മടക്കു തേച്ചിട്ടുണ്ടാവില്ല. നന്ദിയില്ല. ഈ അമുക്കിനാണ് നന്ദി. 95,000 രൂപ എൻ്റെ ഉണ്ട്. അള്ളാഹ് കൊടുത്തു. കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുക്കില്ല. അവന് കുടിക്കിന് അള്ളാന്റെ മാർഗത്തിൽ. മിസ്കീൻ, ഞങ്ങൾ മിസ്കിന്മാരെ വശിപ്പിക്കാത്തവരായിരുന്നു. പിന്നെ അഴിഞ്ഞാടിയവരുടെ കൂട്ടത്തിൽ അഴിഞ്ഞാടി നടക്കുകയും ഞങ്ങൾ റമദാൻ മാസത്തിലും ഹാഫ് ഡൗസർ ഇട്ട് ടർഫ് പോയി കളിക്കാം. ആൾക്കാർ വിചാരിച്ച ടർഫ് പോയി കളിച്ചാൽ എന്തോ ഇബാദത്താണ്. വലിയ ഭയങ്കര ഗമേല പറയും ടർഫ്. ഞാൻ ടർഫ് ആഖിറത്തിലെത്തുമാരെ അവന്റെ ടർഫൊക്കെ എന്താണ് എന്തോ സംഭവമാണ്. ആൾക്കാർ വിചാരിക്കാം ഞാൻ എന്റെ ശരീരത്തിനെ അത് നോക്കണം. എന്ത് ശരീരമായി ഇതാരതാണ്? ഏറ്റവും കൂടുതൽ ശരീരം നോക്കുന്ന ആളതാണ് ഏറ്റവും കൂടുതൽ ശരീരം പൊളിയിൽ. ജിമ്മിന് പോയി കൈ ഇടുക, നടക്കാൻ പോയിട്ട് ലോറിത്തുക. മനസ്സിലായില്ലേ? തജ്ജുദിനായിരത്തൊക്കെ നീച്ച് നടക്കണം. നിസ്കരിച്ചൊന്നുമില്ല. എന്നിട്ട് ലോറി വന്ന് കയറുക. ആ നേരം കയറുന്ന സമയമാണ് ഏത് വഴി ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്ന സമയത്താ ഏതാണ്? ആ തജ്ജുദ സുബീന്റെ നേരം എല്ലാവരും അവയിൽ പാണ്ടി ലോറിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉറങ്ങി ഇങ്ങനെ വരുന്നുണ്ടാവും. നേരെ കയറുക. എല്ലാ ആരോഗ്യവും പ്രായത്തായി ക്യാവായി. അഴിഞ്ഞാടുന്നവരെ കൂടെ അഴിഞ്ഞാടുക. തോന്നിയാസിയായി ജീവിക്കാം. അങ്ങനെ മുടി ഇങ്ങനെ മുടി അങ്ങനെ പാൻറ്. ഇപ്പം ട്രൗസറിന്റെ കാലമായി. ഫുള്ള് ചെക്കന്മാർ ട്രൗസറിൽ 3/4 ഒന്നല്ല, പിന്നെ ട്രൗസർ. കൊറോണ അല്ല, കൊറോണ വെല്യാപ്പ് വരെ നീച്ചു വരും വെടുക്കുക. നമ്മളൊരു മലപ്പുറം ജില്ലയിൽ കൂടുതലുണ്ട്. മലപ്പുറം ജില്ലയിൽ കൂടുതലുണ്ടാകുന്നതിന്റെ കാരണം മലപ്പുറം ജില്ലയിൽ അഴിഞ്ഞാടുന്നവരെ കൂട്ടത്തിൽ അഴിഞ്ഞാടിയവരായിരുന്നു. അത് കൂടുതൽ സ്ഥലമാണ്. കറക്ക ഒരു പ്രത്യേക മെന്റാലിറ്റിയിലെ ആൾക്കാരുണ്ട്. സുബീക്ക് നിസ്കരിച്ചാൻ വരണോ വരെ വേറെ കുളത്തിലാണ്. നടക്കാൻ പോണ വൈക്കൊന്ന് നിസ്കരിച്ചു പോകാൻ. അല്ലാണ്ട് നിസ്കരിച്ചാൽ വന്നല്ല. ഹദീസിലുണ്ടാവും മസ്ജിദിനെ കരുതി മാത്രം ഹദീസ് ഉണ്ടാവും. ഓൻക്കാണ് ഓഫറുള്ളത് പാവങ്ങൾ കൊടുത്തു. കാരണം നടക്കാൻ പോണേക്ക് കയറിയല്ല. പിന്നെ ലക്ഷ്യമാണ് നിസ്കാരം. അമൽ ലക്ഷ്യമുള്ള ആളാണ്. അവിടെ ട്രൗസറിന് ട്രെൻഡ് ഉണ്ട് ഇപ്പം. മഹാമോശം, വൃത്തികേട്. ബൈക്കുമലൊക്കെ ആചക്കന്മാരിക്കുന്നതാണ് ട്രൗസറൊക്കെ ഇട്ടിട്ട്. വലിയെന്തോ സംഭവിച്ചിരിക്കാണ്. ഇംഗ്ലീഷുകാർ ട്രൗസറൊക്കെ വലിച്ചെറിയ തുടങ്ങി. ഓല കൊണ്ട് കുടുങ്ങിന്. ഓല തുപ്പിയതൊക്കെ ഇടുമ്പോഴേ ഓല വേസ്റ്റ് കൊട്ടേന്ന് വാരിച്ച് ചങ്ങായി ഇവിടെ കൊണ്ടുവന്നില്ല. ഓരെന്നെ നന്നായി. ഓലൊക്കെ ഫുള്ള് ഫാൻറ്റി ഫുള്ള് തപ്പി താടിയൊക്കെ ആയി തുടങ്ങിയാല് യൂറോപ്യൻസ്. അടുത്ത സ്ത്രീകളൊക്കെ ഫുള്ള് ഹിജാബ്. അപ്പം ഇവിടെ ഓരോ ഒഴിവാക്കിയ ട്രൗസർ ഇട്ട് ഇങ്ങനെ. മുസ്ലിമീങ്ങൾക്കാണ് അതിൻ്റെ ഒരു കുയിത്തുള്ളത്. ട്രൗസർ ഇട്ടാൽ ഞാൻ എന്തോ ഒരു വെസ്റ്റേൺ ആളാണ്. കാരണം റെഡിയാവും. നേരകത്തിൽ അങ്ങനെ കാണാം. അപ്പൊ അവിടെ നിന്ന് ചോദിച്ചുമ്പോൾ പറഞ്ഞേക്കുന്നത് ട്രൗസർ ഇട്ടവരുടെ കൂട്ടത്തില് ട്രൗസർ ഇട്ട് നടക്കിയെന്ന്. എന്താ കട്ട്? ഒന്നും കട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ബായ് ചെക്കന്മാരോട് പറഞ്ഞു തുടങ്ങിയാലിട്ടോ. ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ ചെങ്ങന്മാരോടൊക്കെ പറയാനാണ്. അവിടെയൊക്കെ അങ്ങനെ പറയണം. എടാ ഇതൊക്കെ മഹാ വൃത്തികേടാണ്. ഇതൊക്കെ എന്താ സ്റ്റൈലാണ് എനിക്ക് തോന്നുന്നത്. വൃത്തികേടാണ്. മുടിയൊക്കെ മോശമാണ്. ഇതൊക്കെ എന്നും മരിച്ചാൽ എന്തൊക്കെയാ എൻ്റെ കഥ? ഖബറോട് പറഞ്ഞു കൊടുക്കണം. മരണം പറഞ്ഞു കൊടുക്കണം. ഓനോടാ പറഞ്ഞു കൊടുക്കേണ്ടത്. എന്താൾക്കാർക്ക് അള്ളാനെ പറ്റി ഒരു ബോധമില്ല. ഈ കോലത്തിന് ഈ ദുരന്തങ്ങളൊക്കെ വന്നിട്ട് മനസ്സിലാവില്ല ആൾക്കാർക്ക്. തഖ്വയിലേക്കോ അള്ളാഹുവിലേക്കോ മടങ്ങില്ല ആൾക്കാർ. നാളെ നരകത്ത് കിടന്നിട്ട് ഇങ്ങനെ പറയും അഴിഞ്ഞാടിയുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കിയിരുന്നു. എന്താ കാര്യം? രാത്രി ഫുള്ള് ആയത്താക്കി പന്തളി. മലപ്രകാരത്തിൽ പന്തളി പറഞ്ഞാൽ എന്തോ ഒരു ഇബാദത്താന്ന് തോന്നുന്നു.
അതിനായിട്ട് വേറെ കുറെ ആൾക്കാരുണ്ട്. പന്ത് കളിയുടെ നാട്, പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് നമ്മളെ മൂച്ചുമ കയറ്റും. നമ്മളാണ് അങ്ങനെ കയറാൻ വേണ്ടി നടക്കണം. നമ്മളെ ആഫിയത്തും ആരോഗ്യവും കൊള്ളടിച്ച് പോവാണ്. രാത്രി ഫുള്ള് പന്ത് കളി. ഇപ്പൊ മറ്റേ ടർഫും കൂടി ഉണ്ടായതുകൊണ്ട് സുഖമാണ്, ലൈറ്റൊന്നും വേണ്ട. ഓരോരുത്തർ സ്വന്തമായിട്ടൊക്കെ മാച്ചൊക്കെ തുടങ്ങി. ഇല്ല വഴിയില്ല. റമദാൻ മാസത്തിൽ 2 മണിക്ക് പന്ത് കളിക്കാം. ഓനൊക്കെ പറ്റി നിങ്ങൾ ഒറ്റ കാലിച്ചൊക്കെയാണ്. അള്ളാഹു ഓനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ടാവും. കൊറോണ ഒക്കെ അപ്പുറത്തെ ജില്ലക്ക് പോയില്ലെങ്കിൽ അത് ഇങ്ങോട്ട് തന്നെ വരും. കാരണം ഇവിടെ നമ്മളെ ആൾക്കാരെല്ലാവരും കൊറോണ അങ്ങനെ ആളെ അന്വേഷിച്ചെടുക്കാണ്. ഇത് ആർക്കത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ 2 മണിക്ക് റമദാനൊക്കെ എത്ര കൊണ്ടൊക്കെ കഥ. ഒരു കാര്യം നല്ല പോലെ ആലോചിച്ചോളി. ഉറങ്ങേണ്ട സമയത്ത് കളിച്ചാൽ ആരോഗ്യം പോവുകയാണ് ചെയ്യാം. നിങ്ങൾ ഈ ശാസ്ത്രം പഠിച്ചോളൂ, ആരോഗ്യം പോവും. നേരമ്പൊക്കെ കേടുവരും. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചോളി. തഹജ്ജുദ് നിസ്കരിച്ച് ആരോഗ്യം നേടിക്കോളി. അത് പറഞ്ഞാൽ നമ്മളൊരു ചങ്ങായിക്ക് ഒരു കഥയില്ലായിരുന്നു. മൂപ്പർക്ക് എന്താ പറയുക, ഫിസിക്കലി മറ്റേതില്ല എന്ന് പറയും. എന്ത് ഫിസിക്കലി വഴി മനസ്സിന് സുഖമില്ല, പിന്നെ എന്ത് ഫിസിക്കലി ഡയറ്റും ഒരു കാര്യമില്ല. എത്രയോ 100 കണക്കിന് രോഗമുള്ള ആൾക്കാരുണ്ട്. ആഫിയത്തില് ഫുൾ ആഫിയത്തില്. ഒരാളിം അദ്ദേഹം ബ്ലഡ് പ്രഷർ വീണ് ഇതായി ഹോസ്പിറ്റലിലാണ്. ലോകത്ത് അറിയപ്പെട്ട വലിയൊരു ആലിമാണ്. അത് അദ്ദേഹത്തിന് ശിഫ നൽകുമാറാവട്ടെ. ഉമ്മത്തിന് വലിയ ഖൈറുള്ള ഒരു ആലിമാണ്. ഉമ്മത്തിന് വലിയ ഖൈറുള്ള ആലമി സതഹ്, ലോകാടിസ്ഥാനത്തിൽ ഉമ്മത്തിന് വലിയ ഖൈറുള്ള ഒരു ആലിമാണ്. അപ്പൊ അദ്ദേഹം റമദാനിലൊക്കെ അദ്ദേഹത്തിന്റെ സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ പറ്റി ഇപ്പൊ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഹാർട്ടിനും മറ്റൊക്കെ പ്രശ്നമുള്ള എന്നും സംസാരം ഉണ്ടാകും. എത്ര ചിരിച്ചിട്ട് എത്ര സന്തോഷിച്ചിട്ട് അള്ളാനെ പറ്റി പറയും. അതിനൊരു മതണ്ട് പോയി. അതാണ് ശരിക്കുള്ള എനർജി അറിഞ്ഞത്. അങ്ങനെ പന്തളിച്ച് ആരോഗ്യം ഉണ്ടായി. എന്നിട്ട് ടെൻഷൻ അടിച്ച് തീരുക. ടെൻഷൻ ഇല്ലാത്തതാണ് ആരോഗ്യം. അതുകൊണ്ട് വകുന്ന നഖൂദുമാൽ, അഴിഞ്ഞാടിയവരെ കൂട്ടത്തിൽ അഴിഞ്ഞാടാൻ നിൽക്കരുത്. കളി അള്ളാഹുവിൽ നിന്നും അർപ്പിച്ച് കളിയുന്ന സാധനമാണ്. സഹാബാക്കൾ വൈകുന്നേരം പോയി കളിച്ചിരുന്നു. രാവിലെ ഷട്ടൽ ബാറ്റ്, വൈകുന്നേരം മറ്റേ ബാറ്റ്. നഊസ് ബില്ലാ. നല്ല പോലെ. അതുകൊണ്ട് നാളെ നരകത്തിൽ കിടന്ന് പറയാൻ നിൽക്കണ്ട. അതുകൊണ്ട് നിസ്കാരം യുദ്ധകാല അടിസ്ഥാനത്തിൽ ശരിയാക്കാൻ പറ്റണം. അൽഹംദുലില്ലാഹ് ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നിസ്കാരത്തെ എന്താക്കണം? ശരിയാക്കണം. ഇപ്പൊ തല ഉണ്ട്, പക്ഷെ ചെറുതായിട്ട് തലയില്ല എന്നറിയില്ലല്ലോ. തല ഉണ്ട് എന്നാലും നമ്മൾ പറയും ഓനക്ക് എന്തില്ല എന്നാ. അതിന്റെ അർത്ഥം എന്താണ്? എന്താ പോയി വരാത്ത? നമ്മൾ പറയില്ലേ ഓനൊന്ന് തലയില്ല, അവർക്ക് തലണ്ട് എന്നാലും നമ്മൾ ഓരോ തലയില്ലാതെ തലന്റെ ഉള്ളിലുള്ള സാധനം ചെറിയ ഒരു പിരി കുറവ് എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താണ് സംഭവം പറഞ്ഞാൽ തലണ്ട് പല്ലതില്ല നമുക്ക്. പക്ഷെ പിരിയൊക്കെ എന്താണ് എന്നുവെച്ചാൽ നിസ്കാരത്തിൽ ഖുശൂഇല്ല, ഖുദൂഇല്ല, പടച്ചവനെ കുറിച്ച് ഓർമ്മയില്ല, അങ്ങനെ പോവാണ്. അതുകൊണ്ട് അതിനെ നന്നാക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ അള്ളാഹുവോട് നല്ല നിസ്കാരം ചോദിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, റബ്ബി ജ്അൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബന. പടച്ചവനെ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരെ കൂട്ടത്തിലാക്കണേ. ആരാ ദുആ ചെയ്യുന്നത്? ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ദുആ, റബ്ബി ജ്അൽനി മുഖീമസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവരെ കൂട്ടത്തിലാക്കണം. അത് വലിയ അമലാണ്. അതുകൊണ്ട് നമ്മളും ദുആ ചെയ്യണം. നമ്മുടെ തലമുറ നിസ്കാരം നിലനിൽക്കണം. അതുകൊണ്ട് നിസ്കാരത്തിന് വേണ്ടി പണിയെടുക്കണം. എടുക്കൂല ഇൻഷാ അല്ലാഹ്. നിസ്കാരം ഏറ്റവും ജമാഅത്തായി നിസ്കരിക്കണം, സ്വസ്ഥമായി നിസ്കരിക്കണം. നിസ്കാരം ധൃതി കൂട്ടി ചെയ്യരുത്. തറാവീഹ് നിസ്കാരമൊക്കെ ഉണ്ട്, ഭയങ്കര ധൃതി കൂട്ടി ചെയ്യുന്നത്. അപ്പൊ ഈ തറാവീഹ് സുന്നത്താക്കിയ അതിനാണ്. എന്തിന്? സ്വസ്ഥമായി നിസ്കരിക്കാൻ. എത്ര 4 നിസ്കരിക്കാൻ പറ്റുള്ളൂ? 4. 8 നിസ്കരിക്കാൻ പറ്റില്ല. 8 എത്ര പറ്റുന്ന അത്ര നിസ്കരിക്കണം. സ്വസ്ഥമായി നിസ്കരിക്കണം. ചില ഫാത്തിഹ ഉണ്ടാവില്ല, സൂറത്ത് ഉണ്ടാവില്ല, വെറും ഇരിക്കല് നിൽക്കല് കുത്തല് പായല്. അതിന് കൂടുതൽ ഗവൺമെന്റിന്റെ ഒക്കെ രേടി എന്ത്
അത്ര ഇല്ലെങ്കിലേ അത്രയ്ക്ക് തീരുന്നാണ് പറയേണ്ട ആവശ്യമില്ല. അത് നിസ്കാരത്തിന് പരിഹസിക്കലാണ്. പക്ഷെ തറാവി നിസ്കരിക്കണം, തറാവി കൂടുതൽ റക്കാത്ത് തന്നെ നിസ്കരിക്കണം. കാരണം ഓരോ റക്കാത്ത് നിസ്കാരത്തിന്റെ കൂലി നാളെ ആഖിറത്തിൽ അറിയുമ്പോൾ സങ്കടപ്പെടും. അതുകൊണ്ട് സമാധാനപരമായി നിസ്കരിക്കും, റാഹത്തായിട്ട്. ഫർദ് അപ്രകാരം തന്നെ റാഹത്തായിട്ട് നിസ്കരിക്കും. നമ്മൾ സാധാരണ പറയല് യാത്രയൊക്കെ കഴിഞ്ഞാൽ വേറെ നിസ്കരിക്കുക, എന്നിട്ട് റാഹത്തായിട്ട് ഭക്ഷണം കഴിക്കാൻ. സത്യത്തിൽ എന്താണ് ഭക്ഷണം വേഗം കഴിക്കാം, അത് നടക്കുമോ? ഒറ്റ ആലോചിക്കാണ്. അവന് ഡെങ്ങേറ് പിടിച്ച പരിപാടിയല്ലേ എന്ത്, വേഗം ഭക്ഷണം കഴിക്കാൻ എന്നിട്ട് റാഹത്തായിട്ട്. ചില ആൾക്കാർ പറയില്ല നിസ്കാരമേ കഴിക്കുക, നാട് കഴിഞ്ഞിട്ടല്ലോ. അങ്ങനെ ഒരു ബോജ് സർപ്പറേ തലന്റെ മുകളിൽ എന്തിന്റെ വലിയൊരു ഭാരണ്ട്, അതാണ് വെച്ചാൽ പിന്നെ നമുക്ക് റാഹത്തായിട്ട്. നമാസ് തോ ബോജ് നെയ്യ്, നിസ്കാരം ബോജല്ല, ഭാരല്ല. നിസ്കാരം ഭയങ്കര മസേദാർ, നിസ്കാരം ഭയങ്കര രസമുള്ള സാധനമാണ്. അള്ളാഹുമായിട്ടുള്ള സംഭാഷണമാണ്, അള്ളാഹുമായിട്ടുള്ള മുലാഖാത്താണ്, മുനാജാത്താണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് ആ രീതിയിൽ നിസ്കരിച്ച് നമ്മൾ പഠിക്കണം. നമ്മളെ കൊണ്ട് കഴിയില്ലെന്ന് വിചാരിക്കണ്ട. കഴിയാത്തൊരു കാര്യം അള്ളാഹു എൻ്റെ അടിമകളോട് കൽപ്പിക്കൂല. നമുക്ക് കഴിയും, ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അതിന് സമയം കണ്ടെത്തണം, അതിനെക്കുറിച്ച് കേൾക്കണം. ചെയ്യൂല ഇൻഷാ അല്ലാഹ്. അള്ളാഹ് നമ്മളെ കൂടെ തന്നെ കബൂലാക്കുമാറാവട്ടെ. നമ്മളെ നോമ്പിന് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആഫിയത്തിന്റെ വഴികളെല്ലാം പടച്ചവൻ നമ്മളിലേക്ക് തുറന്നു തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. يا أحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا أول الأولين ويا آخر الآخرين ويا ذا القوة المتين. يا ذا الجلال والإكرام. يا ذا الجلال والإكرام. يا ذا الجلال والإكرام. يا أرحم الراحمين. أنت الرحمن الرحيم. فارحمنا يا إلهنا يا الله. واغفر لنا يا غافر المذنبين. وتب علينا يا تواب الرحيم. കരഞ്ഞ അള്ളാഹുവെ, കൃപയുള്ള പടച്ചവനെ, ഔദാര്യവാനായ അള്ളാഹുവെ, ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ പുറത്തു തരണേ പടച്ചവനെ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ പടച്ചവനെ. ആഫിയത്തിന്റെ റാഹത്തിന്റെ വഴികൾ നീ ഞങ്ങളിലേക്ക് തുറന്നു തരണേ പടച്ചവനെ. തഖ്വയുടെ വഴികളെ തുറന്നു തരണേ പടച്ചവനെ. ഇഖ്ലാസിന്റെ വഴികളെ തുറന്നു തരണേ പടച്ചവനെ. നിന്റെ ഇഷ്ടം, നിന്റെ പൊരുത്തം തരണേ പടച്ചവനെ. യാ അല്ലാഹ്, നിന്നെ അനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം തരണേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങളെ നോമ്പിനെ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ നിസ്കാരങ്ങളെ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ഗഫ്ലത്തിന്റെ എല്ലാ അവസ്ഥകളും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ നിസ്കാരത്തിൽ ജീവൻ ഉണ്ടാക്കി തരണേ പടച്ചവനെ. അള്ളാഹു, എല്ലാ പ്രശ്നങ്ങൾക്കും നമസ്കാരം മതി എന്നൊരു യഖീൻ ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ രംഗങ്ങളെയും അവസ്ഥകളെയും നന്നാക്കി തരണേ പടച്ചവനെ. യാ അല്ലാഹ്, പ്രത്യേകിച്ച് ഈ പ്രയാസത്തിന്റെ രംഗങ്ങളിൽ നീ ഞങ്ങൾ വീണ്ടും പരീക്ഷണങ്ങളിലാക്കരുതേ പടച്ചവനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ റബ്ബാണ്, ഞങ്ങളെ കരുണയുള്ള നാഥനാണ് പടച്ചവനെ. ഞങ്ങളെ ഈ പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കരകയറ്റണേ പടച്ചവനെ. മുഴുവൻ മുസ്ലിമീങ്ങളെയും മുഴുവൻ മനുഷ്യരെയും നീ കരകയറ്റണേ പടച്ചവനെ. നാടുകളിൽ നിന്ന് ആ അവസ്ഥയെ നീ ഇല്ലാതാക്കണേ പടച്ചവനെ. സ്വസ്ഥമായി മസ്ജിദുകളിൽ ഇബാദത്തിനുള്ള അവസ്ഥ, കച്ചവടക്കാർക്ക് കച്ചവടം, കൃഷിക്കാരന് കൃഷി, കുടുംബത്തിൽ ജീവിക്കുന്നവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസ്ഥകൾ ഉണ്ടാക്കണേ പടച്ചവനെ. അള്ളാഹു, ഈ പരീക്ഷണത്തിന് നീട്ടി കൊണ്ടുവരുതേ പടച്ചവനെ. അള്ളാഹു, ഞങ്ങളുടെ മേൽ കടുപ്പമായ തീരുമാനങ്ങൾ ഉണ്ടാവാതെ നീ കാക്കണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ, മുഅ്മിനീങ്ങൾ അവർക്ക് മസ്ജിദുകളിൽ ഇഅ്തികാഫിനെ നീ എളുപ്പാക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചുപോയി പടച്ചവനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരുമായി, ഞങ്ങളെ മാതാപിതാക്കളുടെ, ഞങ്ങളെ ബന്ധുമിത്രാദികളുടെ, ഭാര്യന്റെ കുടുംബക്കാർ, പടച്ചവൻ എങ്ങനെ തുടങ്ങിയ കുറേ ആൾക്കാർ, ഉസ്താദുമാർ, പൊടുന്നനവേ ഞങ്ങളെ കൂട്ടുകാർ പലരും കൊറോണയും മറ്റൊക്കെ ബാധിച്ച് പടച്ചവനെ, അവർക്കൊക്കെ നീ ആഫിയത്ത് നൽകണം. അവരുടെ ഖബറിനെ നീ സന്തോഷപൂർണ്ണാക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, സന്തോഷകരമായ ജീവിതം അവർക്ക് നൽകണേ പടച്ചവനെ. അവരുടെ ഖബറിൽ നീ ആനന്ദം നൽകണേ അല്ലാഹ്. പടച്ചവനെ, എത്രയോ ആൾക്കാർ വെന്റിലേറ്ററിലാണ് പടച്ചവനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും പടച്ചവനെ, പലരും ഫോണിലും മറ്റൊക്കെ വിളിച്ച് ദുആയിൽ ഓർമ്മിക്കണേ എന്ന് പറഞ്ഞു പടച്ചവനെ. യാ അല്ലാഹ്, യാ അല്ലാഹ്, ഉമ്മത്തിന്റെ മേൽ നീ ഒന്ന് കരുണ ചെയ്യണേ പടച്ചവനെ. എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ പടച്ചവനെ. ഹോസ്പിറ്റലുകളിലെല്ലാം ഞങ്ങൾ ആളുകളെ കൊണ്ട് നിറഞ്ഞു പടച്ചവനെ. നീ ശിഫയാക്കണേ പടച്ചവനെ.
ഒരു ദുരന്ത മുഖത്തേക്ക് നീ ഞങ്ങളെ വലിച്ചിടരുതേ പടച്ചോനെ. ഞങ്ങളെ ഈമാൻ ബലഹീനാണ്, ഞങ്ങളെ അമലുകൾ ബലഹീനമായതാണ് പടച്ചോനെ. ഒരു പരീക്ഷണം താങ്ങാൻ മാത്രം ഞങ്ങൾക്ക് കെൽപ്പില്ല പടച്ചോനെ. ഞങ്ങളെ പരീക്ഷിക്കരുതേ പടച്ചവനെ, ഞങ്ങളെ പരീക്ഷിക്കരുതേ പടച്ചവനെ. യാ അല്ലാഹ്, ആരെല്ലാം രോഗികളായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ടോ, പ്രത്യേകിച്ച് പടച്ചവനെ വലിയ വലിയ ഉലമാക്കൾ, അവർക്കൊക്കെ നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ പടച്ചവനെ. അവരെ ഇൽമും അവരെ തഖ്വയും അവരെ നീ നസീഹത്തെല്ലാം ഇനിയും ദീർഘനാൾ ഉമ്മത്തിന് ഉപകാരപ്പെടുന്ന നിലയിൽ നീ നിലനിർത്തണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും പടച്ചവനെ വലിയ വലിയ അവസ്ഥകളിലാണ്. മസ്ജിദുമായി ബന്ധപ്പെട്ട പലരും ഹോസ്പിറ്റലുകളിലാണ് പടച്ചവനെ. അവർക്കൊക്കെ നീ ആജിലായ മുസ്തമിറായ ശിഫ നൽകണേ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകളെ നീ സ്വർഗത്തോപ്പാക്കണേ പടച്ചവനെ. ഞങ്ങളെ മാതാപിതാക്കൾ പലരും ഖബറിലാണ് പടച്ചവനെ. അവർക്കൊന്നും ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല പടച്ചവനെ. ഞങ്ങൾക്ക് വേണ്ടി എല്ലാം അർപ്പിച്ച് അവസാനം പടച്ചവനെ അവർ നിന്നിലേക്ക് വന്നു പടച്ചു. യാ അല്ലാഹ് പടച്ചവനെ, അവരെ ഖബറിന്റെ അവസ്ഥ നിനക്കറിയല്ലോ അല്ലാഹ്. നിന്റെ വഴിയിൽ ചെലവാക്കാതെ അവർ ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചു വെച്ചതാണ് പടച്ചവനെ. യാ അല്ലാഹ്, പാവങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. അവരെ ഖബറുകളെ നീ വിശാലമാക്കണേ പടച്ചവനെ. ഞങ്ങൾക്കും നിന്റെ തൃപ്തിയുടെ വഴിയിൽ സമ്പത്തും കഴിവും യോഗ്യതകളും ചെലവാക്കാനുള്ള ഭാഗ്യം തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിറത്തിലേക്ക് വേണ്ടി ഒരുങ്ങാൻ ഭാഗ്യം തരണേ പടച്ചവനെ. രോഗങ്ങളെ തൊട്ട് പലരും വീടുകളിൽ രോഗികളാണ് പടച്ചവനെ. ശക്തമായ ചുമ, ശക്തമായ പനി, ശക്തമായ തലവേദന പടച്ചവനെ എല്ലാം നിയന്ത്രിക്കണോ നീ മാത്രമാണ് പടച്ചവനെ. അവർക്കൊക്കെ നീ ആജിലായ മുസ്തമിറായ ശിഫ നൽകണേ പടച്ചവനെ. ആ രോഗത്തെയും അതിന്റെ അവസ്ഥകളെയും ഫുള്ള് നിയന്ത്രിക്കുന്ന ആളെ നീ മാത്രമാണ് പടച്ചവനെ. നീ അതിനെ ഞങ്ങളിൽ നിന്ന് ഉയർത്തണേ പടച്ചവനെ. ഞങ്ങളുടെ നാടുകളിൽ നിന്ന് ഉയർത്തണേ പടച്ചവനെ. മനുഷ്യരാശിക്ക് സ്വസ്ഥതയും സമാധാനം തരണേ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളെ ദുആകളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ നോമ്പിനെ കബൂലാക്കണേ അല്ലാഹ്. ഇതുവരെ ഞങ്ങൾ അനുഷ്ഠിച്ച മുഴുവൻ നോമ്പുകളെയും ഇഖ്ലാസുള്ള നോമ്പാക്കി നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇതുവരെ നമസ്കരിച്ച തറാവീഹും സുന്നത്തുകളും ഫർളുകളും എല്ലാം നീ ഇഖ്ലാസുള്ള അമലായി സ്വീകരിക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ഖൈറിന്റെ വഴിയിൽ നീ ഞങ്ങളെല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകണേ പടച്ചവനെ. ഷെറിന്റെ എല്ലാ വഴികളിൽ നിന്ന് ഞങ്ങളെല്ലാവരും രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഞങ്ങളെ ദുആ ഖബൂലാക്കണേ അല്ലാഹ് പടച്ചവനെ. ഞങ്ങളെ ദുആ ഖബൂലാക്കണേ അല്ലാഹ് പടച്ചവനെ. ഞങ്ങളെ ദുആ ഖബൂലാക്കണേ അല്ലാഹ്. ഈ കൂട്ടത്തിൽ പടച്ചവനെ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട്. കടമുള്ള ആൾക്കാരുണ്ട്, അവരെ കടങ്ങളെ വീട്ടാനുള്ള മാർഗം ഉണ്ടാക്കണേ പടച്ചവനെ. രോഗികളുണ്ട്, അവരെ രോഗത്തെ ശിഫ ആക്കണേ പടച്ചവനെ. വിഷമിക്കുന്നവരെ വിഷമങ്ങളെ മാറ്റണേ പടച്ചവനെ. വിവാഹപ്രായമായ യുവതികൾ യുവാക്കൾ അവർക്ക് അനുയോജ്യമായ നല്ല ഇണകളെ നൽകണേ പടച്ചവനെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഖൈറ് തരണേ പടച്ചവനെ. ഖൈറിലേക്ക് നീ ഞങ്ങളെ വലിച്ചു ചേർക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, പരിശുദ്ധ റമദാനിൽ ആഫിയത്തോട് കൂടി റമദാനെ വരവേറ്റ് പടച്ചവനെ ഇത്തികാഫിരുന്ന് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളാക്കണേ പടച്ചവനെ. ഞങ്ങൾക്ക് ദീർഘായുസ് തരണേ പടച്ചവനെ. ആഫിയത്ത് തരണേ പടച്ചവനെ. ഒരുപാട് റമദാനുകളിൽ അമലുകളിലും ഇത്തികാഫിലും പടച്ചവനെ നന്മയിലുമായി ചെലവാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ പടച്ചവനെ. ഞങ്ങളെ ദുആ ഖബൂലാക്കണേ അല്ലാഹ് പടച്ചവനെ. ഞങ്ങളെ ദുആകളെ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ രോഗികൾക്ക് നീ ശിഫ നൽകണേ പടച്ചവനെ. ആഫിയത്തിന്റെ എല്ലാ വഴികളും തുറന്നു തരണേ പടച്ചവനെ. തഖ്വയുടെ വഴികളെ തുറന്നു തരണേ പടച്ചവനെ. ഇഖ്ലാസിന്റെ വഴികളെ തുറന്നു തരണേ പടച്ചവനെ. നീ ഞങ്ങളെ ദുആ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആ ഖബൂലാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون والسلام على المرسلين سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت